അല്ല ഇവിടെ ഈ സാധനം ഉണ്ടായിരുന്നില്ലല്ലോ.
Good evening. Audible ആണല്ലോ അല്ലേ? Chat box ഒന്ന് എഴുതിയാൽ മതി audible ആണെങ്കിൽ. Audible ആണോ? Okay. So, നമ്മൾ ഇന്ന് നോക്കുന്നത് ethics and communication. Old syllabus in there, one of the very core area എന്ന് പറഞ്ഞാൽ nearly 40 marks വരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ നോക്കുന്നത് ethics and communication. 20 marks for ethics and communication 20 marks. ഇങ്ങനെയാണ് പൊതുവെ ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരിക. അപ്പോൾ പൊതുവെ സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ they will be doing the 60 marks. Business law 30 marksന്റെ കമ്പനി ലോ ഉള്ള 30 മാർക്സിനെയും they will be covering it up. ബാക്കി 40 മാർക്സിന് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് മാനുവൽ, പഴയ പ്രാക്ടീസ് മാനുവലിലെ കുറെ ക്വസ്റ്റ്യൻസ് മാത്രം സോൾവ് ചെയ്തിട്ട് പോകും. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഇതെല്ലാം കൂടെ മറന്ന് ലോയും എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കംപ്ലീറ്റ്ലി ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ എത്തിയിട്ട് കംപ്ലീറ്റ്ലി എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിട്ടിട്ട് ലോ മാത്രം ഫോക്കസ് ചെയ്യും. ഇവിടെ വരാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 60 മാർക്സിൽ നമുക്ക് 40 മാർക്സ് മേടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്നല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം. കമ്പനി ലോ ആണെങ്കിലും അലൈഡ് ലോ ആണെങ്കിലും അത്രയും ആക്ട്സ് ഉണ്ട്, അതിനകത്ത് ഒരു പ്രൊവിഷൻസോ സെക്ഷൻസോ മറന്നു പോവാതെ എങ്ങനെ എത്ര ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് 60ൽ അതിനകത്ത് ഒരു 40-45 മാർക്സ് നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പാർട്ട്, തിയറി ആയതുകൊണ്ടാകാം പല കുട്ടികൾക്കും അത് ഓർത്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സോ എത്തിക്സ് എന്നുള്ള ഇപ്പൊ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് വീഡിയോ വിൽ ബി അവൈലബിൾ ഇൻ ദ യൂട്യൂബ്. എങ്ങാനും നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു വൈഫൈ ഇഷ്യൂസ് വരുവാണെങ്കിൽ കുറെ സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചു ചോദിച്ചു. സോ ദിസ് വീഡിയോ വിൽ ബി അവൈലബിൾ ഇൻ ദ യൂട്യൂബ്. യു ക്യാൻ വാച്ച് ഇറ്റ്. May അറ്റംപ്റ്റിൽ എടുക്കുന്നവർക്കും യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ ദി യൂട്യൂബ്. ഇറ്റ് വിൽ ബി അവൈലബിൾ ലേറ്റർ. സോ ഈ വരുന്ന എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനകത്ത് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ അല്ലെ കമ്പയർഡ് ടു എത്തിക്സ് ഇറ്റ് ഇസ് എ ലിറ്റിൽ മോർ ഈസിയർ. സോ സ്റ്റഡി എത്തിക്സ് ഫസ്റ്റ്, കാരണം അത് കുറച്ചും കൂടെ പഠിക്കാനായിട്ട് കുറച്ചും കൂടെ ടൈം എടുക്കുന്നതുകൊണ്ട് we'll study ethics first and communication second. For the Jan attempt, that is Jan 2021, ഇപ്പൊ വരാൻ പോകുന്ന ലോ എഴുതാൻ പോകുന്ന കുട്ടികളുടെ ethics will be completed full ആയിട്ട് completed ആകും. Communication I'll try to complete in the next 2 days. Ethics കഴിഞ്ഞിട്ടുള്ള 2 days I will try to complete the communication part as well. But പരീക്ഷയോട് അടുക്കുമ്പോൾ it will be very difficult for you. അക്കൗണ്ട്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ if you can spare 3 hours in the evening, very good. May 2021 അറ്റംപ്റ്റിലേക്ക് complete portions will be done. Ethics എന്തായാലും fully completed ആകും Jan അറ്റംപ്റ്റിലേക്ക്. കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഡൂയിങ് ദ ഇമ്പോർട്ടന്റ് പാർട്ട് വിച്ച് ഇസ് റിയലി ഇമ്പോർട്ടന്റ്. അതുപോലെ അതിനകത്ത് കുറച്ച് ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്, മിനിറ്റ്സ് അങ്ങനെ വരുന്ന ദാറ്റ് ആൻഡ് ഓൾ വിൽ ബി കവേർഡ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എൻറ്റയർ എത്തിക്സ് എൻറ്റയർ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് അല്ലാതെ ഫുൾ സാധനം വിൽ ബി കംപ്ലീറ്റഡ് ഫോർ ദി ഫുൾ പോർഷൻസ് വിൽ ബി കംപ്ലീറ്റഡ് ഫോർ യുവർ May 2021 അറ്റംപ്റ്റ്. സോ നിങ്ങൾക്ക് അത് കൂടാതെ ഇമ്പോർട്ടന്റ് ബേസിസിൽ കമ്മ്യൂണിക്കേഷൻ ഈ ജാൻ അറ്റംപ്റ്റിലേക്കുള്ളതും ഈ വീഡിയോയ്ക്കകത്ത് അറിയാൻ പറ്റും. നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ വീൽ സ്റ്റഡി. ഈ 3 hours കൊണ്ട് ഐ വോണ്ട് ഓൾ ഓഫ് യു ടു സ്റ്റഡി. അതായത് ഞാൻ പറഞ്ഞു പോകുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൗട്ട് വരുവാണെങ്കിൽ യു ക്യാൻ റൈറ്റ് ദാറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ എഴുതി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്താണ് ഇതിന്റെ മീനിങ്, അല്ലെ ഇതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ, വാട്ട് എക്സാക്ട്ലി, അല്ലെ ഇത് എങ്ങനെ ഓർത്തെടുക്കാം, എന്ത് കീവേഡ് ആയിരിക്കും ഇതിനകത്ത് ഇമ്പോർട്ടന്റ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. അൺമ്യൂട്ട് ചെയ്താൽ ഈ വീഡിയോ റെക്കോർഡഡ് ആയി പോകുന്നത് കാരണം ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ അതേഴ്സ്. അത് കേൾക്കുമ്പോൾ കുറച്ചൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. അതുകൊണ്ട് യു ക്യാൻ റൈറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഇഫ് ഐ ബിക്കം നോട്ട് ഓഡിബിൾ, ദാറ്റ് ഓൾസോ യു ക്യാൻ റൈറ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഞാൻ ഒത്തിരി സ്പീഡ് പേസിലും പോവില്ല, ഒത്തിരി സ്ലോ പേസിലും പോവില്ല, ഒരു മീഡിയം പേസിലായിരിക്കും പോവുക. അപ്പൊ എന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചു പോകണം. അതായത് ഈ എത്തിക്സിന്റെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഷുഡ് ബി കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പൊ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലോട്ട് കയറുന്നതിന് മുന്നേ 5 minutes എടുത്തിട്ട് ഐ ജസ്റ്റ് ടെൽ യു ഹൗ ദി എൻറ്റയർ ലോ, നിങ്ങളുടെ ലോ പേപ്പർ കംപ്ലീറ്റ് ബിസിനസ് ലോ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ലോ പേപ്പറിനകത്ത് ചില ഏരിയാസ് ബിസിനസ് ലോ ആണെങ്കിലും കമ്പനി ലോ ആണെങ്കിലും ആദ്യം ഏത് ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യണം നിങ്ങൾ എക്സാമിന് പഠിക്കാൻ നേരത്ത് അല്ലെ റിവൈസ് ചെയ്യാൻ നേരത്ത് പുതിയതായിട്ട് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ തലേന്ന് റിവൈസ് ചെയ്യുമ്പോഴും ഏത് ചാപ്റ്റർ ആണ് ഫസ്റ്റ് റിവൈസ് ചെയ്യേണ്ടത്. ചില കുട്ടികൾക്ക് എല്ലാം അറിയായിരിക്കും, പക്ഷെ റിവിഷൻ വിട്ടുപോകും. ആ റിവിഷൻ വിട്ടുപോകുന്നത് കൊണ്ട് മാത്രം യു വിൽ നോട്ട് ബി ഏബിൾ ടു റിക്കലക്ട് ആൻഡ് റൈറ്റ് ഇൻ ദി എക്സാം. സോ അത് നമുക്ക് റെക്ടിഫൈ ചെയ്യണം. ചില ചാപ്റ്റേഴ്സ് ആർ സോ ഇമ്പോർട്ടന്റ്, അത് നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ എക്സാമിന്, ദ ഡേ ബിഫോർ എക്സാം. അപ്പൊ അതിന്റെ ഒരു പാറ്റേൺ ഐ എക്സ്പ്ലെയിൻ ഇൻ 5 minutes and then we'll straight away go for the ethics and communication. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ടോപ്പിക്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേപ്പർ ഇങ്ങനെയാണ്: ബിസിനസ് ലോ, കമ്പനി ലോ, എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ ബിസിനസ് ലോ എന്ന് പറയുന്നത് ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ഡിവൈഡഡ്. ഇങ്ങനെയാണ് അതിന്റെ ഡിവിഷൻ വരിക. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഉണ്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഉണ്ട്, ബോണസ് ആക്ട് ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, EPF ഉണ്ട്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ബീൻ ഡിവൈഡഡ്.
ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ എക്സാമിന് പഠിക്കാൻ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഹാസ് ദ മെജോറിറ്റി അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്സ് വരുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനകത്തുനിന്നാണ് വരാറ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് ഡെഫിനറ്റ്ലി ഇത്രയും നാളും വന്നേക്കുന്ന നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഷുവർ ഷോർട്ട് ആയിട്ടും കമ്പൽസറി ക്വസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഉണ്ട്. പിന്നെ 8 മാർക്ക് മിനിമം ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിൽ താഴെയായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. 8 to 12 മാർക്സ്, ഒന്നെങ്കിൽ 8 മാർക്ക് വരെ ചോദിക്കാം, അല്ലെ 12 മാർക്ക് വരെ പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സോ ആദ്യം നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റർ ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സെക്കൻഡ് തിങ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആണ്. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് അഗെയിൻ ദേ ലീവ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആൻഡ് ഗോ ഫോർ ദി എക്സാം. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. കാരണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഇസ് എ ഷുവർ ഷോട്ട് ആക്ട്. ചോദിച്ചിരിക്കും. അതിൽ നിന്ന് 2 രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഒന്നുകിൽ 4+4 8 മാർക്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ല ഒരു ഒറ്റ ക്വസ്റ്റ്യൻ 8 മാർക്സ് ആയിട്ട് ചോദിക്കാം. അത് അത്ര വലിയ ഡിഫിക്കൽട്ട് ലെവലിലൊന്നും ഇതുവരെ ഓൾഡ് സിലബസിന് ചോദിച്ചു കണ്ടിട്ടില്ല. സോ ഡോണ്ട് ലീവ് ദാറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പാർട്ട്. അതാണ് സെക്കൻഡ് നിങ്ങൾ നോക്കേണ്ട ആക്ട്. അത് കഴിഞ്ഞ് ബോണസ് ആക്ട്. പൊതുവെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ സ്റ്റഡി ബോണസ് ആൻഡ് ഗ്രാറ്റുവിറ്റി. അത് പഠിക്കേണ്ടെന്നല്ല, അതും വരുന്ന ഒരു ആക്ട് ആണ്. പക്ഷെ അതിന് 4 മാർക്സേ ഉള്ളൂ. അപ്പൊ ആ ഒരു വെയിറ്റേജിന്റെ ബേസിസിൽ പഠിക്കുക. ആദ്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ബോണസ് ആൻഡ് ഗ്രാറ്റുവിറ്റി, അത് 4 മാർക്സ് ആണ്. EPF 4 to 5 മാർക്സ്. ഇതിനകത്തുനിന്ന് ഈ ബോണസ് ഗ്രാറ്റുവിറ്റി EPF-ന്ന് എന്ത് വിടാം, ഞാൻ പൊതുവെ ഒരു ആക്ടും വിടാൻ പറയാറില്ല. പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റ് ആണ്, നിങ്ങൾക്ക് അത്രയും വായിക്കാൻ പറ്റുന്നില്ല, റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയതായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ലീവ് ദ EPF. ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് ഐ വിൽ സേ. ബാക്കി ഒരു ആക്ടും വിടരുത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, നെഗോഷ്യബിൾ ബോണസ് ആൻഡ് ഗ്രാറ്റുവിറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം. സോ ദിസ് ഇസ് എ ടോട്ടൽ വെയിറ്റേജ്. ടോട്ടൽ 30 മാർക്സ് ആണ് ഈ ബിസിനസ് ലോയിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഡയറക്റ്റ് എക്സ്പെക്ട് ചെയ്താൽ മതി. ബാക്കി മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. Now coming to the company law part, എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ദ പാസ്റ്റ് 3-4 attempts നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ they'll start off with the first chapter, incorporation chapter, meetings chapter. ഇതൊക്കെ പഠിക്കാൻ ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കും. ഈ ചാപ്റ്റേഴ്സിൽ നല്ല ഏറ്റവും കൂടുതൽ വെയിറ്റേജ് മാർക്സ് വരിക ഷെയർ ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്നാണ്. അഗെയിൻ ഷെയർ ക്യാപിറ്റൽ ചാപ്റ്ററിൽ നിന്ന് 2 രീതിയിൽ ക്വസ്റ്റൻസ് ചോദിക്കാം. either they can ask a direct question or they can ask you a indirect question. indirect question ചോദിച്ചാൽ പ്രൊവിഷൻ അറിയാവുന്ന ഒരു കുട്ടിക്ക് എന്തായാലും കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റൻ ഉള്ള ബേസിൽ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രാക്ടിക്കൽ ക്വസ്റ്റൻസ് ഉള്ള ബേസിലാണ് ചോദിച്ചേക്കുന്നത്. സോ കമ്പനി ലോ പഠിക്കാൻ നേരത്ത് ആദ്യം ഏത് ചാപ്റ്റർ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഷെയർ ക്യാപിറ്റലിനകത്ത് ചാർജസ് പഠിക്കണം, ഡെപ്പോസിറ്റ്സ് പഠിക്കണം, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണം. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു സ്റ്റാർട്ട് ഓഫ് വിത്ത് യുവർ കമ്പനി ലോ. ദ സെക്കൻഡ് ചാപ്റ്റർ ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി ഈസ് ഇൻകോർപ്പറേഷൻ. ഇപ്പൊ പുതിയതായിട്ട് വന്ന കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്. സ്പൈസ് പ്ലസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. RTPക്ക് അത് നോക്കി കഴിഞ്ഞാൽ you can see the changes. So incorporation is the next important chapter that you have to focus in the company law. The third that you have to focus is prospectus. കാരണം കഴിഞ്ഞ 2 അറ്റംപ്റ്റുകളൊക്കെ 2-3 അറ്റംപ്റ്റ് ആയിട്ട് പ്രോസ്പെക്ടസ് അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല. ഐ മീൻ അത്ര ഇൻ ഡീറ്റെയിൽ ആയിട്ട് 8 മാർക്സിനൊക്കെ വരാവുന്ന രീതിയിൽ ചോദിച്ചിട്ടില്ല. സോ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഇസ് പ്രോസ്പെക്ടസ്. ദെൻ കംസ് മീറ്റിംഗ്സ് എന്നുള്ള, കാരണം മീറ്റിംഗ്സ് പഠിക്കാൻ എളുപ്പമാണ്. ബാക്കി 3 ചാപ്റ്ററിനെ അപേക്ഷിച്ചിട്ട് യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം ഫോർ മീറ്റിംഗ്സ്. സോ ഏറ്റവും ലാസ്റ്റ് ആണ് മീറ്റിംഗ്സ് പറയുന്ന യൂണിറ്റ്സ് നോക്കണ്ടേ. സോ ദിസ് ഇസ് ദി ഓർഡർ ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി യുവർ company law. Then comes the most difficult part everyone faces. ഈ 2 പാർട്ടാണ് പിന്നെ നിങ്ങൾക്കുള്ളത്, എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എത്തിക്സിന് 20 മാർക്സ് ആണ്, കമ്മ്യൂണിക്കേഷന് 20 മാർക്സ് ആണ്. ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് അഗൈൻ 4 to 6 അല്ലെങ്കിൽ 6 to 8 മാർക്സ് ഈ ഫോർമാറ്റ് എന്നുള്ള ബേസിസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് വരും. ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മിനിറ്റ്സ് ആകാം, പവർ ഓഫ് അറ്റോർണി ആകാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഡീഡ് ആകാം, പാർട്ട്ണർഷിപ്പ് ഡീഡ് ആകാം. അങ്ങനെ ഡീഡുകൾ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടോ അതിനെ ബേസ് ചെയ്തൊരു സിറ്റുവേഷൻ തന്നിട്ട് ഇങ്ങനെ ഒരു ഡീഡ് എക്സിക്യൂട്ട് ചെയ്യൂ എന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ 20ന്ന് -6 അല്ല -4 അവിടെ കിട്ടി. ബാക്കി 16 മാർക്കിന് നിങ്ങൾ പഠിച്ചാൽ മതി. 16, 15, 14 മാർക്കിന് നിങ്ങൾ പഠിച്ചാൽ മതി. സോ ദാറ്റ് ഇസ് ഹൗ യു സ്ട്രാറ്റജിക്കലി പ്ലാൻ എ സബ്ജക്ട്. മിക്കവരും ആ ഡീഡ് നോക്കില്ല, എന്നിട്ട് ബാക്കി ഫുൾ കമ്മ്യൂണിക്കേഷൻ നോക്കിയിട്ട് പോകും. കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ എളുപ്പമാണ്, അങ്ങനെ 6 മാർക്ക് പോയി. പിന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആകെ 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. സോ ദിസ് ഇസ് ഹൗ പ്ലീസ് സ്ട്രാറ്റജിക്കലി focus on your studies. If you want, you can take a photo of this. ഈ ഒരു ഓർഡറിലാണ് പഠിക്കേണ്ടത്. It is also available on YouTube. Still, if you want to take a photo, you can take a photo of this. This is the order that you have to do your law, business law, ethics and communication എന്ന് പറയുന്ന മോഡ്യൂൾ. ഇങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. So this is a basic idea of the law paper. Few points. It's very easy to score an exemption for the law paper. ഭയങ്കര സിമ്പിൾ ആണ്. കാരണം എത്ര പറഞ്ഞാൽ ഇപ്പം അക്കൗണ്ടൻസി ആണെങ്കിൽ ന്യൂ അഡ്ജസ്റ്റ്മെന്റ് can come. ടാക്സ് ആണെങ്കിൽ പുതിയ ചേഞ്ചസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻസ് വരാം.
ഇവിടെ ചേഞ്ചസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരില്ല എന്നല്ല, പക്ഷെ നമുക്കൊരു പ്രൊവിഷൻ അറിയാമെങ്കിൽ എത്ര പാടുള്ള കേസ് വന്നാലും ആ പ്രൊവിഷനെ ബേസ് ചെയ്ത് വിൽ ബി ഏബിൾ ടു സോൾവ് ഔട്ട് ദ കേസ്. അത്ര ഡിഫിക്കൽട്ട് ആയിട്ട് കേസ് വരില്ല. ദാറ്റ് ഇസ് എ മാക്സിമം ദാറ്റ് ദേ കൻ ആസ്ക്. സോ എപ്പോഴും ഓർത്തോണം, ലോ പേപ്പർ ഡിഫിക്കൽട്ട് ആക്കുന്നതിന് ഒരു പരിധിയുണ്ട്. സോ ഇറ്റ്സ് വെരി ഈസി ടു സ്കോർ an exemption for the law paper. These are the few things that you have to keep in mind. Do not by heart law. Law by heart ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ your mind will not apply. നിങ്ങൾക്ക് എവിടെയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ഐഡിയ കിട്ടില്ല. So please do not by heart law. Second thing, try to memorize the section numbers and the keywords. Maximum section numbers recollect ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ സെക്ഷൻ നമ്പേഴ്സ് ഓർക്കാം? പഠിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ സെക്ഷൻ നമ്പേഴ്സും ഇനി ലാസ്റ്റ് 10-12 ദിവസം കൊണ്ട് ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ ചില സെക്ഷൻ നമ്പേഴ്സ് ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇംപ്രഷൻ. സോ 2-3 ഇപ്പൊ ഷെയർ ക്യാപിറ്റൽ നമ്മൾ പഠിക്കുക. ഷെയർ ക്യാപിറ്റൽ ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. സോ ഷെയർ ക്യാപിറ്റൽ പഠിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 5-6 സെക്ഷൻസ് പഠിക്കുക. അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻ വന്നാൽ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ദി സെക്ഷൻ നമ്പർ. കീ വേർഡുകൾ ഇട്ട് പഠിക്കുക. ഇതിനകത്ത് ഇതാണ് കീ വേർഡ്. ഇപ്പൊ ഞാൻ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വെൻ വി സ്റ്റഡി എത്തിക്സ് ടുഡേ എങ്ങനെയാണ് കീ വേർഡ്സ് മാർക്ക് ചെയ്യേണ്ടതെന്ന് യു വിൽ ഗെറ്റ് എൻ ഐഡിയ. അങ്ങനെ ലോ പഠിക്കാൻ നേരത്തും എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ നേരത്തും കീ വേർഡ്സ് വെക്കുക. കീ വേർഡ് വെച്ച് നമുക്ക് സെന്റൻസ് എപ്പോഴും ഫ്രെയിം ചെയ്യാൻ പറ്റും. നമ്പർ 3, ഡു നോട്ട് സ്കിപ്പ് എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് ബിസിനസ് ലോ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പർ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. നെക്സ്റ്റ് തിങ്, സ്റ്റഡി എത്തിക്സ് ഫസ്റ്റ് ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ. കോമൺ മിസ്റ്റേക്ക് ആണ്. എല്ലാവരും കമ്മ്യൂണിക്കേഷൻ ആദ്യം പഠിക്കും പിന്നെ എത്തിക്സ് പഠിക്കും. അങ്ങനെ ചെയ്യരുത്. ഫസ്റ്റ് എത്തിക്സ് ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ. സ്റ്റഡി വിത്ത് ന്യൂമോണിക്സ്. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കീ വേർഡ്സുകൾ ഉണ്ടാക്കില്ലേ. കീവേഡ് ഈ മോളി പറഞ്ഞ കീവേഡ് അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോഡ് ഭാഷ എന്ന് പറയും. ചില കോഡുകൾ ഉണ്ടാക്കിയിട്ട് ആ കോഡ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ചിലർ പല രീതിയിൽ ഉണ്ടാക്കും. ചിലർ കഥ പോലെ കോഡ് ഉണ്ടാക്കും. ചിലവരെ ഫസ്റ്റ് ആൽഫബറ്റ് എടുത്തിട്ട് കോഡ് ഉണ്ടാക്കും. സോ വാട്ട് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു പ്ലീസ് മേക്ക് ലൈക്ക് ദാറ്റ്. ന്യൂമോണിക്സ് ഉണ്ടാക്കിയിട്ട് വേണം എപ്പോഴും എക്സാമിന് പോകാൻ. എപ്പോഴും ഓർത്തോണം, ഫുൾ ബുക്ക് ന്യൂമോണിക്സ് ആക്കരുത്. ചില പെർട്ടിക്കുലർ പോർഷൻ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓർത്തിരിക്കാൻ. വെരി ഡിഫിക്കൽട്ട് ടു റിമെമ്പർ ദാറ്റ് പോയിന്റ്സ്. ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റും. വളരെ ബുദ്ധിമുട്ടുള്ള പോർഷൻസ് മാത്രം ന്യൂമോണിക്സ് ഉണ്ടാക്കിയിട്ട് വേണം എപ്പോഴും പഠിക്കാനായിട്ട്. റിവൈസ് എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എപ്പോഴും അഗൈൻ ദ കോമൺ മിസ്റ്റേക്ക് എവ്രി വൺ ഡസ്. ഒരു ദിവസം അവധി നമുക്ക് കിട്ടും. അക്കൗണ്ടൻസി കഴിഞ്ഞിട്ട് 1 day അവധി കിട്ടി. ആ ഹോൾ ഡേ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കൊണ്ടിരിക്കും. കമ്പനി ലോയും റിവൈസ് ചെയ്യില്ല, അലൈഡ് ലോയും റിവൈസ് ചെയ്യുക. ദാറ്റ് ഇസ് എ കോമൺ മിസ്റ്റേക്ക് എവ്രി വൺ ഡസ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് റിവൈസ് ചെയ്യേണ്ടത്? എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് എൻ ഏരിയ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഫർഗെറ്റ്, മറന്നു പോകുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ രാവിലെ 2 മണിക്കാണ് എക്സാം. രാവിലെ 5:30 എഴുന്നേറ്റാലും ഉച്ചയ്ക്ക് 12 മണി വരെ റിവൈസ് ചെയ്യാനായിട്ടുണ്ട്. ഒരു 6-6.5 മണിക്കൂർ നമുക്ക് എങ്ങനെ കളിച്ചാലും കിട്ടും. ഒരു 1 മണി വരെ നമ്മൾ വായിക്കും. നമ്മൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് 10 മിനിറ്റ് മുന്നേ വായിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ഏറ്റവും മാക്സിമം ടൈം വെച്ചാൽ ഒരു 12:30 അല്ല 1 മണി വരെ വായിക്കാൻ നമുക്ക് സമയമുണ്ട്. ആ സമയത്തും പ്ലസ് ഒരു 2 hours ദ ഡേ ബിഫോർ, അതായത് നാളെയാണ് നമ്മുടെ എക്സാം എന്നെങ്കിൽ ഇന്ന് ഒരു 2 മണിക്കൂർ, ബാക്കി നാളെ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ റിവൈസ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ആ ഹോൾ 1 day എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ല. യു ഹാവ് ടു പ്ലാൻ യുവർ ബിസിനസ് ലോ ആൻഡ് കമ്പനി ലോ. നെക്സ്റ്റ് വൺ, റിവൈസ് ഈക്വലി ദ ലോ പോർഷൻസ്. എന്ന് പറഞ്ഞാൽ അലൈഡ് ലോ മാത്രം കമ്പനി ലോ റിവൈസ് ചെയ്യുന്നില്ല, ചെയ്യരുത്. അലൈഡ് ലോയും റിവൈസ് ചെയ്യണം, കമ്പനി ലോയും റിവൈസ് ചെയ്യണം. അറ്റംപ്റ്റ് ഓൾ MCQs. MCQസിന് നെഗറ്റീവ്സ് ഇല്ല. സോ അറ്റംപ്റ്റ് ഓൾ യുവർ MCQs. പക്ഷേ ഡു നോട്ട് സ്പെൻഡ് മോർ ദൻ 15 minutes ഫോർ യുവർ MCQ. മാക്സിമം ടൈം ആണ് ഞാൻ പറയുന്നത്. മാക്സിമം MCQന് കൊടുക്കാൻ പറ്റുന്ന സമയം 15 minutes ആണ്. പിന്നെ എപ്പോഴും ഓർത്തോണം, ഈ പ്രാവശ്യം നവംബറിൽ കേസ് ബേസ്ഡ് ആയിട്ടുള്ള MCQs വരും എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് നോർമൽ MCQs ആണ് വന്നത്. സോ ഫോർ ജാൻ അറ്റംപ്റ്റ് യു ക്യാൻ എക്സ്പെക്ട് case-based question. Now, how can you get case-based question? RTP November 2020 എടുത്താൽ എങ്ങനെയാണ് case-based ആയിട്ടുള്ള MCQ വരുന്നതെന്ന് you will get an idea, so you can refer that. പിന്നെ case-based question should be answered properly. ഈ case-based question എന്ന് പറഞ്ഞാൽ MCQ case-based അല്ല. ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വന്നു, അത് ഒരു പ്രൊവിഷനെ ബേസ് ചെയ്തിട്ടാണ്. എങ്ങനെ case-based question ആൻസർ ചെയ്യണം? ആദ്യം പ്രൊവിഷൻ എഴുതുക, ഒരു ലൈൻ വിടുക, എന്നിട്ട് കേസ് എഴുതുക. അങ്ങനെയാണ് കേസ് ബേസ് ക്വസ്റ്റൻ എഴുതുക. അല്ലാണ്ട് കേസ് പ്രൊവിഷനൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ചല്ല എഴുതണ്ടേ. ഫസ്റ്റ് പ്രൊവിഷൻ, ലീവ് എ ലൈൻ ആൻഡ് ദെൻ ദ കേസ്. ആൻസർ ടു ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലവരുണ്ട് 7 marks ചോദിച്ചാൽ ഒരു 1.5-1.25 പേജ് എഴുതണം. ദിസ് ഇസ് നോട്ട് എ ഡിഗ്രി എക്സാമിനേഷൻ. സോ ചോദിക്കുന്ന കാര്യത്തിന് മാത്രം ഉത്തരം എഴുതുക. ഇപ്പൊ 7 marks ക്വസ്റ്റൻ ആണ്, നമുക്ക് ആകെ 6 പോയിന്റേ ഉള്ളൂ, അല്ലെങ്കിൽ 5 പോയിന്റേ ഉള്ളൂ. റൈറ്റ് ഓൺലി ദാറ്റ് 5 points with 1 or 2 lines explanations. അത്ര എഴുതാവുള്ളൂ. ഡു നോട്ട് റൈറ്റ് 7 marks ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം വാട്ട് ഡു യു മീൻ ബൈ എത്തിക്സ് എന്ന് ചോദിച്ചാൽ ഒരു 5 മാർക്കിന് ചോദിച്ചു. അപ്പൊ എത്തിക്സ് അതിനെപ്പറ്റി ഒരു 1-2 പോയിന്റ് നമ്മൾ എഴുതി. എത്തിക്സ് എന്താണ്, നീഡ് ഫോർ എത്തിക്സ് എന്താണ്, ബിസിനസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അഡ്വാൻറ്റേജ് എന്താണ്, അത്ര എഴുതി പോകരുത്.
ചോദിക്കുന്നതിന് മാത്രം, only answer to the point. So these are the few things that you have to keep in mind when you study this particular paper. Now, this was a general idea on the paper. ഇനിയിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് to one of the most important part. That is the first area of your principles of your ethics part. നമ്മൾ ഈ ചാപ്റ്റർ ആണ് ഇന്ന് കവർ ചെയ്യുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഈ ചാപ്റ്ററിൽ നിന്ന് പൊതുവെ പിന്നെ എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാർക്കിംഗ് എങ്ങനെയാണെന്ന് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് അറിയാം. അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയാണ്, 5 to 6 മാർക്സ് ആണ് മാക്സിമം ചോദിക്കാറ്. ഇനി അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ 7 മാർക്സും ചോദിക്കും. 7 ചോദിക്കുകയാണെങ്കിൽ 3+4 എന്നുള്ള ബേസിസിലെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. 7 ഒരൊറ്റ മാർക്കിനായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. സോ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ 8 പോയിന്റ് ഉണ്ട്. 8 പോയിന്റ് പ്ലസ് എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ എത്ര പോയിന്റ് എഴുതിയാൽ മതി? 5 or 6 points with explanation. 5 പോയിന്റ് പകരം ഒരു 6 പോയിന്റ് എഴുതിയോണ്ട് പ്രശ്നമില്ല. 7ഉം 8ഉം എഴുതി സമയം കളയണ്ട. യു ഹാവ് ടു റൈറ്റ് ദ റിമൈനിങ് പേപ്പേഴ്സ്. എനി 5 മാർക്കിനാണെങ്കിൽ 5 or 6 points with explanation മാത്രം എഴുതിയാൽ മതി. പോയിന്റ് മാത്രം എഴുതി വിടരുത്. റൈറ്റ് 1 or 2 line explanation. എക്സ്പ്ലനേഷൻ മറന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് ട്രൈ ടു റിക്കളക്ട് ദ കീവേർഡ്സ്. കീവേർഡ് ഇട്ടാ നമ്മളിപ്പോൾ പഠിക്കാൻ പോണ. കീവേർഡ് വെച്ച് റിക്കളക്ട് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ഒരിക്കലും പോയിന്റ് മറക്കരുത്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ നോട്ട്സ് ഫുള്ള് സ്റ്റഡി മെറ്റീരിയലിലെ ബേസ് ചെയ്ത നോട്ട്സ് ആണ്. സെക്കൻഡ് തിങ്, പ്ലീസ് ഡു നോട്ട് റെഫർ എനി ഓഫ് ദ റെഫറൻസ് മെറ്റീരിയൽസ്. എത്തിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആൻസർക്കി പോകുന്നത് സ്റ്റഡി മെറ്റീരിയൽ അല്ലെ പ്രാക്ടീസ് മാനുവലിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ആൻസർക്കി പോവുക. സോ പ്ലീസ് ഡു നോട്ട് റെഫർ എനി ഓഫ് ദ റെഫറൻസ് മെറ്റീരിയൽ. കാരണം റെഫറൻസ് മെറ്റീരിയലിൽ ദേ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി സിമ്പിൾ. ഒരു വേർഡും ഇതേ അർത്ഥമായിരിക്കും ആ വേർഡിന്, പക്ഷെ ആ പറയുന്ന പെർട്ടിക്കുലർ വേർഡ് ആയിരിക്കില്ല ദേ ഹവ് ഗിവൺ ഇൻ ദി ആൻസർ കീ. ആൻസർ കീയിൽ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് മാത്രം യു വിൽ നോട്ട് ഗെറ്റ് മാർക്സ്. സോ വാട്ട് എവർ ഇസ് ബീൻ ഗിവൺ ഹിയർ, ദിസ് ഇസ് ദ മോസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും ഷോർട്ട് ആയിട്ടുമാണ് നോട്ട്സ് കൊടുത്തേക്കുന്നത്. നോട്ട്സ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ്. ഒരു ലിങ്ക് ഇട്ടേക്കാം, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദാറ്റ്. അപ്പൊ ആ നോട്ട്സ് വെച്ചിട്ട് വേണം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. യു ക്യാൻ റെഫർ ദിസ് നോട്ട്സ്. ഇപ്പൊ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിന് എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് മാനുവൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല. കോൺസെപ്റ്റ് മനസ്സിലാവാതെ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രൂപത്തിൽ പഠിച്ചിട്ട് ഒരിക്കലും കാര്യമില്ല. വി വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ കോൺസെപ്റ്റ്. അപ്പൊ ഓരോ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി യു വിൽ ബി ഏബിൾ ടു റിക്കലക്ട്. സോ ദ ചാപ്റ്റേഴ്സ് നെയിം ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂ ടോപ്പിക്സ്. ആദ്യം എത്തിക്സ് എന്താണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എത്തിക്സ് എന്താണ്, മോറൽ എന്താണെന്നൊക്കെ നമ്മൾ ഡിഫറൻസ് പഠിക്കും. സോ ഐ ടെൽ യു വാട്ട് ഇസ് എത്തിക്സ്. എന്റെ കാര്യം മാത്രം, ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം മാത്രം, സ്വയമേ ഇൻഡിവിജ്വൽ വിഷ് മാത്രം നടക്കാതെ കൺസിഡറിങ് അതർ പീപ്പിൾ, ബാക്കിയുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യുക, സൊസൈറ്റീനെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നതിനാണ് എത്തിക്സ് എന്ന് പറയാം. നമ്മൾ പറയില്ലേ തനിക്ക് കുറച്ച് എത്തിക്സോടെ പെരുമാറിക്കൂടെ എന്ന് പറഞ്ഞ എന്താണ്? സ്വന്തം കാര്യം മാത്രം നോക്കാതെ, സെൽഫിഷ് എന്നല്ല അർത്ഥം, സെൽഫ്ലെസ് എന്നാണ് അർത്ഥം. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ എന്താ? അവനവന്റെ കാര്യം മാത്രം, വേറെ ആരെയും കൺസിഡർ ചെയ്യുന്നില്ല, മൈ ഓൺ ഡിസയർ. അങ്ങനെ ഒരു കാര്യമല്ല എത്തിക്സ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ യു ആർ ഡൂയിങ് യോർ തിങ്, നമ്മുടെ കാര്യം ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം യു ആർ അഡ്രസ്സിങ് ദി അതർ പേഴ്സൺ, ഓൾസോ യു ആർ അഡ്രസ്സിംഗ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. അതിനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് ജനറലി പറയാ. സോ ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എത്തിക്സ്. ഇതാണ് എത്തിക്സിന്റെ മീനിങ്. ഇനി നമുക്ക് പോർഷൻസിലോട്ട് കടക്കാം. കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പോർഷൻസിലോട്ട് പോകാം. എത്തിക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്? ലാറ്റിൻ വേർഡ് അല്ല. എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്? ഇറ്റ് ഇസ് ബീൻ ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് നോൺ ആസ് എത്തിക്കോസ്. അപ്പൊ ഇതാണ് നിങ്ങൾ ഇപ്പൊ റിക്കളക്ട് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ്. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ് എന്താണ്? എത്തിക്സ് ഇസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്, ഏൻഷ്യൻ ഗ്രീക്ക് എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എത്തിക്സ് ഇസ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് എത്തിക്കോസ്. എത്തിക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാരക്ടർ, ഒരു സ്വഭാവം. തന്റെ എന്തൊരു ക്യാരക്ടർ ആണോ, അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ആളുടെ ക്യാരക്ടർ ഭയങ്കര നല്ല, ഷീ ഈസ് വെരി ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ ഹീ ഈസ് വെരി ഹെൽപ്ഫുൾ എന്ന് പറയുന്നതിനാണ് നമ്മൾ എത്തിക്സ്. അയാൾ നല്ല എത്തിക്സ് ഉള്ള ഒരു മനുഷ്യനാണ്, അതിനാണ് നമ്മൾ പറയുന്നത് ക്യാരക്ടർ. സോ ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് എത്തിക്കോസ്, മീനിങ് ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വാല്യൂ, ഹാബിറ്റ്സ് പറയുന്നതാണ്. സോ നമ്മൾ ഇതിൽ നിന്ന് 3 കീവേഡ്സ് പഠിച്ചു. ക്യാരക്ടർ പഠിച്ചു, വാല്യൂസ് പഠിച്ചു, ഹാബിറ്റ്സ് പഠിച്ചു. വാല്യൂസ് ആൻഡ് ഹാബിറ്റ്സ് പറഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾക്ക് എത്ര വാല്യൂ ഉണ്ടെന്ന്. എത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറുകയാണ്, അപ്പൊ നമ്മൾ പറയും അയാളൊരു വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്, അയാൾക്ക് കുറച്ച് മനുഷ്യപ്പറ്റില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന പോലെ. എന്താ? വാല്യൂ ഇല്ല. സോ വാല്യൂ ഇസ് സംതിങ് വിച്ച് ഇസ് ഡിറൈവ് ഫ്രം എ പേഴ്സൺസ് ക്യാരക്ടർ. സോ ക്യാരക്ടർ എന്നുള്ള വേർഡ് ആലോചിക്കണം, വാല്യൂ എന്നുള്ള വേർഡ് ആലോചിക്കണം, ഹാബിറ്റ് എന്നുള്ള വേർഡ് ആലോചിക്കണം. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പണ്ടോട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുക. ഇപ്പം ഇഫ് ഐ എം എ പേഴ്സൺ
who wakes up late in the morning. ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് മൈ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റില്ല. എന്റെ ഹാബിറ്റ് സിറ്റിംഗ് ഇറ്റ് ലേറ്റ് നൈറ്റ് ആൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഓവർ ദ പീരിയഡ് ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു സ്വഭാവം. അപ്പം സ്വഭാവത്തിനകത്ത് വരുന്ന 2 എലമെന്റ്സ് എന്തൊക്കെയാണ്? വാല്യൂസ് ആൻഡ് ഹാബിറ്റ്സ്. ഈ ലൈൻ ഒന്ന് വായിച്ചു നോക്കിയേ. ടേക്ക് എ മിനിറ്റ് ആൻഡ് റീഡ്. Ethics is derived from the Greek word ethikos, meaning character. Character is the essence of value and habits of a person or a group. അത് ഒരാളുടെ ആകാം, ഒരു ഗ്രൂപ്പിന്റെ ആകാം. Read, take a minute and read what is ethics. അത് മാത്രം. ethics എന്ന് പറയുമ്പോൾ തന്നെ you have to remember the 4 കാര്യങ്ങൾ ആലോചിക്കണം. 3 കീവേഡ്. ഗ്രീക്ക് വേർഡ് എത്തിക്കോസ്, ക്യാരക്ടർ, വാല്യൂ, ഹാബിറ്റ്സ്. ഇത്രയും കാര്യം ആലോചിക്കണം. അത് ആരുടെ ആകാം? പേഴ്സന്റെ ആകാം, ഗ്രൂപ്പിന്റെ ആകാം. ഓക്കെ. എത്തിക്സിന് ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഡെഫിനിഷൻസ്. പക്ഷെ നമുക്ക് ഇതാണ് ഇപ്പൊ ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് മാത്രം നോക്കിയാൽ മതി. ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. സോ ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ടേക്ക്. Ethics is relating to what is good or bad and having to do with moral duty and obligation. Ethics എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ ആണ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, അല്ലെ എന്താണ് മോറലി നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്റെ ഓബ്ലിഗേഷൻസ്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഐ എം യൂസിങ് ദ സൊസൈറ്റീസ് റിസോഴ്സസ്. അപ്പൊ സൊസൈറ്റി നശിപ്പിക്കുന്ന രീതിയിൽ, സൊസൈറ്റിക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് മൈ മോറൽ ഡ്യൂട്ടി, മോറൽ ഓബ്ലിഗേഷൻ. സോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്സ് ഇസ് റിലേറ്റിംഗ് ടു വാട്ട് ഇസ് ഗുഡ് ഓർ ബാഡ് ആൻഡ് ഹാവിംഗ് ടു ഡു വിത്ത് moral duty and obligation. So second one, definitions-നകത്ത് ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ച ഡെഫിനിഷൻസിനകത്ത് 2 കീവേഡ് എന്തൊക്കെയാ? ഗുഡ് ഓർ ബാഡും ഉണ്ട്, moral duty and obligations ഉണ്ട്. So read the second point. You can start the sentence. It has many definitions, and one of the definitions is ethics is relating to what is good or bad and having to do with moral duty and obligations. I hope it's clear. ഇപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് എത്തിക്കോസ്. എത്തിക്കോസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. അതിനകത്ത് കീവേർഡ് വാല്യൂസ് ആൻഡ് ഹാബിറ്റ്സ്. രണ്ടാമത്, ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്. ആ ഡെഫിനിഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. എത്തിക്സ് ഇസ് ഗുഡ് ഓർ ബാഡ്, മോറൽ ഡ്യൂട്ടി, ഓബ്ലിഗേഷൻസ്. ഈ കീവേർഡ്സ് വെച്ചാൽ യു വിൽ ബി ഏബിൾ ടു റിക്കലക്ട് ദി എൻറ്റയർ സെന്റൻസ്. ഇസ് എത്തിക്സ് ക്ലിയർ ഫോർ everyone? എത്തിക്സ് ക്ലിയർ ആണോ? Just tell me if it's clear. Recollect ചെയ്യാൻ പറ്റുന്നുണ്ടോ എത്തിക്സ് എന്താണെന്ന് everyone? ഓക്കെ, പെട്ടെന്ന് പറഞ്ഞേ, പെട്ടെന്ന്. ജസ്റ്റ് ടെൽ മീ, ആദ്യത്തേനകത്തെ 2 കീവേഡ് എന്തായിരുന്നു എന്ന് ഒന്ന് ടൈപ്പ് ചെയ്തേ. Can you recollect 2 keywords from the first one? Correct. ഞാൻ പറയുന്നത് ട്രൂ ഓർ ഫാൾസ് ആണോ എന്ന് പറയണേ. The word ethics is derived from the Latin word ethicos. Is the statement correct or incorrect? It is derived from the Latin word ethicos. Is the statement correct or incorrect? അപ്പൊ എവിടെ നിന്നാണ് വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്? Greek. Okay. So the second point nathe endokka keywords you can recollect. Endokka keywords you can recollect. Good or bad മാത്രം recollect ചെയ്യാൻ പറ്റുന്നുള്ളൂ. വേറെ ഒന്നും recollect ചെയ്യാൻ പറ്റുന്നില്ല. Good or bad മാത്രമേ പറ്റുന്നുള്ളൂ. What is good or bad? Moral duty and obligation. Correct.
So define ethics അല്ലെങ്കിൽ what do you mean by ethics എന്ന question ചോദിച്ചാൽ will you be able to write? Okay. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മോറൽ? ഇപ്പം ഇംഗ്ലീഷില് മോറൽ എത്തിക്സ് രണ്ടിനും ഒരേ മീനിങ് ആണ്. അതായത് അയാളൊരു മോറൽ ഇല്ലാത്ത ആളാണ്. മോറൽ ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഇല്ലാത്ത ആളാണ്. ഒരു എന്താ പറയാ, ഹീസ് എ പേഴ്സൺ ഹൂ ഡസ് അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു. ഹീസ് നോട്ട് ഈവൻ അണ്ടർസ്റ്റാൻഡിങ്. എന്റെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ മോറൽ എന്ന് പറയാം. സോ ഇംഗ്ലീഷിൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മാറി മാറിയാണ് ഈ പറയുന്ന എത്തിക്സ് ആൻഡ് മോറൽ എന്ന് പറയുന്ന വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യാറ്. പക്ഷേ ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. എത്തിക്സ് ആൻഡ് മോറൽ എന്ന് പറയുന്ന ഒരു വാക്കിനകത്ത്, അല്ലെങ്കിൽ ആ ഒരു പറയുന്ന രണ്ട് ടേമിനകത്ത് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. സോ ദിസ് ഇസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റൻ. സോ മാർക്ക് ദിസ് ആസ് എൻ ഇമ്പോർട്ടന്റ് വൺ. വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മോറൽ? നോക്കാം. ആദ്യത്തെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചെന്ന് പറഞ്ഞാൽ എത്തിക്സിനെ നമ്മൾ പഠിച്ച. എത്തിക്സ് ഇസ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ethikos meaning character, while moral എന്ന് പറയുന്നത് എവിടുന്ന് ഡിറൈവ് ചെയ്തതാണ്? ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണ്. ആ ലാറ്റിൻ വേർഡ് എന്താണ്? മോസ്, MOS, മോസ് മീനിങ് കസ്റ്റം. കസ്റ്റം നമ്മൾ ഓർത്തില്ലേ, ഇത് എന്റെ ട്രഡീഷൻ ആണ്, ഇത് ഞങ്ങളുടെ അവിടുത്തെ കസ്റ്റമാണ്. കസ്റ്റം എന്ന് പറഞ്ഞാൽ ഓവർ ദ പീരീഡ് സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റി ഫോളോ ചെയ്തു വരുന്ന ഒരു ട്രഡീഷനെയാണ് നമ്മൾ ബേസിക്കലി കസ്റ്റം എന്ന് പറയാ. ക്ലിയർ അല്ലേ? കസ്റ്റം എന്താണെന്ന് ഓവർ ദ പീരീഡ് നമ്മൾ പറയില്ലേ, ഞങ്ങളുടെ നാട്ടിലെ കസ്റ്റം ഇതാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്തെ ആൾക്കാർ പറയും ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ കസ്റ്റം, കോട്ടയത്തിലെ ആൾക്കാർ പറയും ഇതാണ് ഞങ്ങളുടെ കസ്റ്റം, എറണാകുളത്തിലെ ആൾക്കാർ പറയും ഇതാണ് ഞങ്ങളുടെ കസ്റ്റം, കോഴിക്കോടുകാർ പറയും ഇത് ഞങ്ങളുടെ കസ്റ്റമാണ്. അപ്പൊ ഒരു സ്റ്റേറ്റിൽ തന്നെ പല പല ഡിസ്ട്രിക്ട്സിൽ തന്നെ പല പല കസ്റ്റംസ് ഉണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യയിലെ കസ്റ്റം ഡിഫറെന്റ് ആണ്, നോർത്ത് ഇന്ത്യയിലെ കസ്റ്റം ഡിഫറെന്റ് ആണ്. കൺട്രി വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ കസ്റ്റം ഡിഫറെന്റ് ആണ്, അമേരിക്കയുടെ കസ്റ്റം ഡിഫറെന്റ് ആണ്. സോ കസ്റ്റം ഇസ് സംതിങ് ഒരു സൊസൈറ്റി ഫോളോ ചെയ്തു വരുന്ന ഒരു ട്രഡീഷൻ. സോ മോറൽ ഇസ് ബീൻ ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോൾഡ് മോസ് മീനിങ് കസ്റ്റം. അപ്പൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഗ്രീക്ക് വേർഡ് ആണ് ക്യാരക്ടർ, മീനിങ് എത്തിക്കോസ്, മീനിങ് എത്തിക്കോസ് അല്ലെ എത്തോസ് എഴുതാം, മീനിങ് ക്യാരക്ടർ. മോറൽ ഡിറൈവ് ഫ്രം മോസ് മീനിങ് കസ്റ്റം. ഞാൻ വായിക്കാൻ സമയം തരാമേ. അടുത്തും കൂടെ വായിച്ചാൽ ഗിവ് യു ടൈം ടു റീഡ്. ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരിക്കലും പറയില്ല ആ ഇരിക്കുന്ന ആൾക്കാരുടെ ക്യാരക്ടർ കണ്ടോ എന്ന് നമ്മൾ പറയില്ല. അതായത് ഒരു സൊസൈറ്റിയുടെ ക്യാരക്ടർ കണ്ടോ എന്ന് നമ്മൾ പറയില്ല. ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം ഉപമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ആരെയാന്ന് ചോദിച്ചാൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആണ്. ആ മിസ്റ്റർ എക്സിന്റെ ക്യാരക്ടർ കൊള്ളില്ല, അല്ലെങ്കിൽ മിസ്റ്റർ എക്സിന്റെ ക്യാരക്ടർ എത്ര നല്ലതാണ്. അപ്പൊ ക്യാരക്ടർ സംതിങ് ഇസ് എ പേഴ്സണൽ ആട്രിബ്യൂട്ട്. അപ്പൊ ഓർക്കേണ്ട വാക്ക് എന്താണ്? ക്യാരക്ടർ ഇസ് എ പേഴ്സണൽ ആട്രിബ്യൂട്ട്. പേഴ്സണലി പറയുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയാ. കസ്റ്റം ഇസ് ഡിഫൈൻഡ് ബൈ എ ഗ്രൂപ്പ് ഓവർ ദ ടൈം. ഞാൻ പറഞ്ഞില്ലേ, സൊസൈറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഓവർ ദ പീരിയഡ് ഓരോ കൾച്ചർ ഡെവലപ്പായി വരും, അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇതാണ് അവിടുത്തെ കസ്റ്റം, ഇതാണ് അവിടുത്തെ ട്രഡീഷൻ എന്ന് പറയാം. അപ്പൊ ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ കസ്റ്റം എന്ന് പറയുക. അപ്പൊ രണ്ട് കീവേഡ് പഠിച്ചു. ക്യാരക്ടർ ഇസ് എ പേഴ്സണൽ ആട്രിബ്യൂട്ട്. കസ്റ്റം ഇസ് ഡിഫൈൻഡ് ബൈ എ ഗ്രൂപ്പ് ഓവർ ദ ടൈം. പീപ്പിൾ ഹാവ് ക്യാരക്ടർ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ, ഒരാള്, ഒരു പേഴ്സൺ. അതാണ് പേഴ്സണൽ ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ പീപ്പിൾ ആലോചിക്കുക. പീപ്പിൾ ഹാവ് ക്യാരക്ടർ, സൊസൈറ്റീസ് ഹാവ് കസ്റ്റം. ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് സൊസൈറ്റി എന്നാണ്. സോ സൊസൈറ്റീസ് ഹാവ് കസ്റ്റം. സോ ഇതിനകത്ത് കീവേഡ്, ആദ്യത്തെ പോയിന്റ് കീവേഡ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചാണ്. ഗ്രീക്ക് വേർഡ് എത്തിക്കോസ്, ക്യാരക്ടർ, ലാറ്റിൻ വേർഡ് മോസ് മീനിങ് കസ്റ്റം. ഈ ക്യാരക്ടർ എന്ന് പറയുന്ന ഇനി ആരെയാണ് ഉപമിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ് ഇസ് എ പേഴ്സണൽ ആട്രിബ്യൂട്ട്. കസ്റ്റം എന്ന് പറയുന്നത് ഓവർ എ ഗ്രൂപ്പ് ആണ്, ഓവർ എ പീരീഡ് ഓഫ് ടൈം. ക്യാരക്ടർ എന്ന് പറയുന്നത് പീപ്പിൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക്, ഒരാളുടെ പേഴ്സണൽ ക്യാരക്ടർ അല്ലെ പേഴ്സണൽ സ്വഭാവം എന്ന് നമ്മൾ പറയുന്നു. സൊസൈറ്റിക്കാണ് നമുക്ക് കസ്റ്റം ഉണ്ടെന്ന് പറയാം. സോ കീ വേർഡ്സ് എല്ലാം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. റീഡ് പോയിന്റ് നമ്പർ 1 and 2, സ്റ്റഡി റൈറ്റ് അവേ. ഇപ്പൊ തന്നെ പഠിച്ചു. I'll give you 2 minutes. കീവേഡ് മാത്രം പഠിച്ചു പോവുക, എന്നിട്ട് സെന്റൻസ് വായിച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റഡി ദ കീവേഡ് ആൻഡ് ദെൻ റീഡ് ദ സെന്റൻസ്.
One more minute. Any doubt with point number 1 and 2? എന്തെങ്കിലും doubt ഉണ്ടോ? Is it clear? All of you? Recollect ചെയ്യാൻ പറ്റുന്നുണ്ടോ? Okay. ഇതെല്ലാം കഴിഞ്ഞിട്ട് I'll ask you to write. Okay? ഞാൻ പറയും കീവേഡ്സ് എഴുതാൻ വേണ്ടി പറയും. I'll teach one more point. എന്നിട്ട് I'll give you time to read. മോറൽ എന്ന് പറയുന്ന കാര്യം, മോറൽ എവിടെ നിന്ന് വന്നാണ്? കസ്റ്റമാണ്. കസ്റ്റം എന്ന് പറയുമ്പോൾ സൊസൈറ്റി ആണ്, ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പൊ മോറൽ എന്ന് പറയുന്ന ഒരു കാര്യം പല കൾച്ചറിൽ നിന്ന് വന്നതായിരിക്കും. ഡിഫറെന്റ് കൾച്ചർ നമ്മൾ പറയും. കൾച്ചർ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ കൾച്ചർ ഇസ് ഡിഫറെന്റ്, നോർത്ത് ഇന്ത്യൻ കൾച്ചർ ഇസ് ഡിഫറെന്റ്. കൾച്ചറിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, സൗത്ത് ഇന്ത്യൻസിന്റെ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് നോർത്ത് ഇന്ത്യൻസിന്റെ ഫുഡ് ഹാബിറ്റ്സ് ആർ ടോട്ടലി ഡിഫറെന്റ്. കേരളത്തിന്റെ ഫുഡ് ഹാബിറ്റ്സ്, ചെന്നൈയുടെ ഫുഡ് ഹാബിറ്റ്സ് ആർ ടോട്ടലി ഡിഫറെന്റ്. സോ കൾച്ചർ വേരീസ്. ഇറ്റ് വേരീസ് വിത്ത് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. കേരളത്തിൽ നമ്മൾ പറഞ്ഞാൽ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ കൾച്ചറൽ ഡിഫറൻസ് പറയാൻ പറ്റില്ല. ഓൾ ടുഗെദർ വി ഓൾ ഹാവ് വൺ കൾച്ചർ, ദ കേരളൈറ്റ്സ് ഹാവ് വൺ കൾച്ചർ. പക്ഷെ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് നോക്കിയാൽ ഡിഫറെന്റ് കൾച്ചർ ആണ്. നമ്മൾ ഈസ്റ്റേൺ, സദേൺ, നോർത്തേൺ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അവിടെ ഡിഫറെന്റ് കൾച്ചർ ആണ്. സോ കൾച്ചർ it varies depending upon the states. അല്ലാണ്ട് ഒരു സ്റ്റേറ്റിൽ തന്നെ കൾച്ചർ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൾച്ചർ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അത്ര സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. സോ മോറൽസ് ഇസ് സംതിങ് which is accepted from an authority. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചർ ആകാം, അല്ലെങ്കിൽ റിലീജിയൻ ആകാം. ഇപ്പോ ക്രിസ്ത്യാനിറ്റി പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ, അല്ലെ ഹിന്ദുയിസം പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിംസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. സോ ഓരോ റിലീജിയനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വരും. അതായത് ക്രിസ്ത്യൻസിന്റെ ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ അല്ല ഹിന്ദുസ് ഫോളോ ചെയ്യുക, ഹിന്ദുസ് ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ അല്ല മുസ്ലിംസ് ഫോളോ ചെയ്യുക. സോ ഡിഫറെന്റ് പീപ്പിൾ ഹാവ് ഡിഫറെന്റ് കൾച്ചർ. സോ കൾച്ചർ, ഈ മോറൽ എന്ന് പറയുന്ന കാര്യം, നമ്മുടെ മോറൽ എന്ന് പറയുന്ന കാര്യം, ഇറ്റ് ക്യാൻ ഐദർ കം ഫ്രം റിലീജിയൻ ഓർ ഇറ്റ് ക്യാൻ കം ഫ്രം കൾച്ചർ ഓർ ഇറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി ഫാക്ടേഴ്സ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് ഞാൻ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കൾച്ചർ ആകാം, റിലീജിയൻ ആകാം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് മോറൽ വരിക. പക്ഷെ ക്യാരക്ടർ, നമ്മുടെ ക്യാരക്ടർ കൾച്ചറിനെ ബേസ് ചെയ്ത് വരുന്നതാണോ? അല്ല. നമ്മുടെ ക്യാരക്ടർ നമ്മുടെ റിലീജിയനെ ബേസ് ചെയ്ത് വരുന്നതാണോ? അതായത് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യൻസിനും ഒരേ സ്വഭാവമാണോ? എല്ലാ ഹിന്ദുസിനും ഒരേ സ്വഭാവമാണ്? മുസ്ലിംസ് എല്ലാ മുസ്ലിംസിനും ഒരേ സ്വഭാവമാണോ? നോ. സോ വെനെവർ യു ഗെറ്റ് എ കൺഫ്യൂഷൻ ഡ്യൂറിംഗ് ദി എക്സാം, എപ്പോഴും ഓർത്തോണം മോറൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം എ ഗ്രൂപ്പ്, വലുതാണ്. അപ്പം കൾച്ചർ ഉണ്ടാവും, റിലീജിയസ് ഉണ്ടാവും. ക്യാരക്ടർ എന്റെ സ്വന്തം കാര്യത്തെ പറഞ്ഞത്, അതിന് വേറെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഇസ് പേഴ്സണലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. ദാറ്റ്സ് എ കീ വേർഡ്, ഓർത്തോണം. പേഴ്സണലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ റിമെമ്പർ. മറ്റേത് അക്സെപ്റ്റഡ് ഫ്രം എൻ അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെന്റ് അല്ല. ഇറ്റ് ക്യാൻ ബി കൾച്ചർ, ഇറ്റ് ക്യാൻ ബി റിലീജിയസ്. മറ്റേന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പേഴ്സണലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ. സോ കീ വേർഡ്സ് 3 ഇത് ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തതേ ഉള്ളൂ. പ്ലീസ് ട്രൈ ടു റിക്കളക്ട് ദ ഫസ്റ്റ് 3 പോയിന്റ്സ് അഗൈൻ. ദ കീവേർഡ്സ് മറക്കരുത്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മോറൽ? Can you recollect and tell me the 3 keywords? ആദ്യത്തെ 3 പോയിന്റ്, പോയിന്റ് നമ്പർ 1, 2, 3 എന്ന് എഴുതണേ. പോയിന്റ് നമ്പർ 1 കീവേർഡ് ഇത്, പോയിന്റ് നമ്പർ 2 കീവേർഡ് ഇത്, പോയിന്റ് നമ്പർ 3 കീവേർഡ് ഇത്. Can you recollect what is the difference between ethics and moral?
മോറൽ എന്ന് പറയുന്നത് ഓക്കെ. ഫസ്റ്റ് വൺ കറക്റ്റ്. അലിൻ അലിൻ എന്നല്ലേ പറയുന്ന? അലിൻ, അലിൻ വർഗീസ് അതോ എലിൻ? എലിൻ ആണോ അലിൻ ആണോ? എലിൻ. മോറൽ ലാറ്റിൻ മോസ്. ഓക്കെ. ശ്രീലക്ഷ്മി മുഴുവൻ എഴുതിയല്ലോ. ക്യാരക്ടർ, പേഴ്സണൽ ആട്രിബ്യൂട്ട്, കസ്റ്റം ഡിഫൈൻഡ് ബൈ ഗ്രൂപ്പ് ഓവർ ടൈം, accepted from an authority, personally accepted principles. Very good. Recollect ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? Okay. Last on the point കഴിഞ്ഞു. What is the difference between ethics and moral? 5 marks വന്നാൽ 5 marks കിട്ടി. Moral എന്ന് പറയുന്ന ഒരു കാര്യം is general rules and statements such as always tell the truth. എപ്പോഴും സത്യം പറയുക എന്ന് പറയുന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കള്ളം പറയരുത്, എപ്പോഴും സത്യം പറയാം. പിന്നെ മോറൽ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെറുപ്പത്തിലെ കുട്ടിയായിരിക്കുമ്പോഴേ ആസ് എ ചൈൽഡ് നമുക്ക് ഫാമിലിയുടെ അടുത്തു നിന്ന് കുറച്ച് കോൺട്രിബ്യൂഷൻ കിട്ടും, ഫ്രണ്ട്സിന്റെ അടുത്തു നിന്ന് കിട്ടും, നമ്മൾ പോകുന്ന സ്കൂളിൽ നിന്ന് കിട്ടും, നമ്മുടെ റിലീജിയസ് ടീച്ചിങ്സിൽ നിന്ന് കിട്ടും. ബാക്കി എന്തൊക്കെയായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നു അതിൽ നിന്നാണ് മോറൽ എന്ന് പറയുന്ന കാര്യം ഡെവലപ്ഡ് ആയിട്ട് വരിക. സോ മോറൽ മീൻസ് കീവേഡ് ആലോചിക്കുക, ജനറൽ റൂൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ്. എവിടെ നിന്നാണ് ഈ ജനറൽ റൂൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് കിട്ടുക? നോക്കിക്കേ, ദേ ആർ ടിപ്പിക്കലി ഫസ്റ്റ് അബ്സോർബ്ഡ് ആസ് എ ചൈൽഡ്. എന്ന് പറഞ്ഞാൽ ആദ്യം കുഞ്ഞിലായിരിക്കുമ്പോ തന്നെ they are typically first absorbed as a child from the family or friends അല്ലെങ്കിൽ school, religious teachings and other associations. So keyword എന്തൊക്കെ ആലോചിക്കാം? general rules and statements ആലോചിക്കാം. like always tell the truth. എന്നിട്ട് എവിടെ നിന്നൊക്കെ കിട്ടാം? it is like it is absorbed when you are a child either from the family or the friends or the school, religious teachings and other associations, etc. So read this point. രണ്ട് കാര്യങ്ങൾ ആലോചിക്കുക. ജനറൽ റൂൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ഓൾവേസ് ടെൽ ദ ട്രൂത്ത് എവിടെ നിന്നാണ് കിട്ടാൻ പോകുന്നത്? ആസ് എ ചൈൽഡ് ഫ്രം ദ ഫാമിലി, ഫ്രണ്ട്സ്, സ്കൂൾ, റിലീജിയസ് ടീച്ചിങ്, അതർ അസോസിയേഷൻസ്. ആ ഫുൾ സെന്റൻസ് വായിക്കുക. ട്രൈ ടു റിക്കലക്ട് ദ കീവേർഡ്. 1 minute. Clear? Last point is easy. Ethics has a wider scope. Ethics in a wider scope ആണ്. So we'll try to recollect the entire points നോക്കിയിട്ട് we'll go back and read what is ethics. So ആ രണ്ട് ടോപ്പിക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ബാക്കിലോട്ട് നമുക്ക് പഠിക്കാം. ബാക്കിലോട്ട് ഈ പോയിന്റിൽ നിന്ന് ബാക്കിലോട്ട് we'll try to recollect. എത്തിക്സിന് വൈഡർ സ്കോപ്പ് ആണ്. മോറൽ എന്ന് പറയുന്നത് ജനറൽ റൂൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ലൈക്ക് ഓൾവേസ് ടെൽ ദ ട്രൂത്ത്. അത് എവിടെ നിന്നാണ്? ജനറലി അബ്സോർബ്ഡ് ആസ് എ ചൈൽഡ് വെൻ യു ആർ ഫ്രം ദ ഫാമിലി ഓർ ദ ഫ്രണ്ട്സ്, സ്കൂൾ, റിലീജിയസ് ടീച്ചിങ്സ് അല്ലെങ്കിൽ അതർ അസോസിയേഷൻസ് ആകാം. പിന്നെ മോറൽ എന്ന് പറയുന്ന കാര്യം അക്സെപ്റ്റഡ് ഫ്രം ദി അതോറിറ്റി ആണ്. മറ്റേത് പേഴ്സണലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ആണ്. പിന്നെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ആട്രിബ്യൂട്ട് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡെവലപ്പ് ബൈ എ ഗ്രൂപ്പ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്. പീപ്പിളിനാണ് ക്യാരക്ടർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്കാണ് കസ്റ്റം ഉണ്ടാകുക എന്ന് പറയുന്നത്. ഗ്രീക്ക് വേർഡ് എത്തോസ് അല്ലെങ്കിൽ എത്തിക്കോസ് വിച്ച് മീൻസ് ക്യാരക്ടർ. മോറൽ വിച്ച് ഇസ് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മീനിങ് മോസ്, മീനിങ് കസ്റ്റം. ലാറ്റിൻ വേർഡ് മോസി എന്നാണ് വന്നേക്കുന്നത്, മീനിങ് കസ്റ്റം. സോ ദിസ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മോറൽ. പിന്നെ നമ്മൾ പഠിച്ചത് വാട്ട് ഡു യു മീൻ ബൈ എത്തിക്സ്. സോ എത്തിക്സ് ആൻഡ് മോറൽ എന്നുള്ള സാധനം
അതാണ് ജനറലി കിട്ടുന്നേ ഉള്ളൂ. സോ വാട്ട് ഡു യു മീൻ ബൈ എത്തിക്സ്? The word ethics is derived from the ancient Greek word. In the എഴുതിയിലും കുഴപ്പമില്ല, it is derived from the Greek word called ethikos, meaning character. It is the essence of character എന്ന് പറയുമ്പോൾ രണ്ട് കീവേർഡ് കൂടെ ആലോചിക്കണം, വാല്യൂസും ഹാബിറ്റ്സ്. അത് ആരുടെയൊക്കെ ആകാം, ഒരു പേഴ്സന്റെ ആകാം, ഒരു ഗ്രൂപ്പിന്റെ ആകാം. ഒത്തിരി ഡെഫിനേഷൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പഠിച്ചെന്താ, ഗുഡ് ഓർ ബാഡ് എന്ന് പറഞ്ഞ സാധനം പഠിച്ചു, ഓർ ഹാവിംഗ് ടു ഡു വിത്ത് ദി moral duty and obligation. Are you able to recollect what is ethics and what is the difference between ethics and moral? Recollect ചെയ്യാൻ പറ്റുന്നുണ്ടോ? What is ethics? ഒരു 2 മാർക്സിന് ചോദിക്കാം. What is the difference between ethics and moral? ഒരു 5 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാം. All of you? എല്ലാം ഓർക്കുന്നുണ്ടോ? What do you mean by ethics? What is the difference between ethics and moral? ബാക്കിലോട്ട് റിവൈസ് ചെയ്തിട്ടും all of you are able to recollect it. Any particular point anyone wants to get repeated? ഏതെങ്കിലും ഒരു particular point you want to get repeated? Okay. ഇനി നേച്ചർ ഓഫ് എത്തിക്സ് ആണ് പിന്നെ ചോദിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റഡി മെറ്റീരിയൽ നിന്നായിരിക്കും. നമ്മൾ പ്രാക്ടീസ് മാനിൽ മാത്രം പഠിച്ചു പോകുമ്പോൾ നേച്ചർ ഓഫ് എത്തിക്സ് അതിനകത്ത് കണ്ടിട്ടില്ലല്ലോ, ഈ ക്വസ്റ്റൻ അവിടെ ഇല്ലായിരുന്നല്ലോ, ഇത് എവിടുന്നാ ചോദിച്ചത്. സോ സം ക്വസ്റ്റൻസ് ക്യാൻ ഈവൻ കം ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ. അതുകൊണ്ടാണ് സ്റ്റഡി മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് മെറ്റീരിയൽ ഉണ്ടാക്കിയേക്കുന്നത്. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് എത്തിക്സ്? സോ ജനറലി ഇനിയിപ്പോ ഞാൻ നിങ്ങളെ കൊണ്ട് ഇതൊന്ന് വായിച്ച് ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്തിനാന്ന് ചോദിച്ചാൽ ചുമ്മാ നമ്മൾ വരുമ്പോൾ ഒരു 1-2 ലൈൻ ഒക്കെ ഒന്ന് എഴുതി വിട്ടേക്കണം. വാട്ട് ഡു യു മീൻ ബൈ നേച്ചർ ഓഫ് എത്തിക്സ് എന്ന് പറയുമ്പോൾ തന്നെ 1 2 3 4 5 6 എന്ന് പറഞ്ഞ് എഴുതി പോവാതെ വി ക്യാൻ ജസ്റ്റ് റൈറ്റ് എൻ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷൻ മീനിങ് മനസ്സിലാക്കിയിട്ട് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസ്. ഈ പറയുന്ന കാര്യം മാത്രം, അതായത് ഈ പോയിന്റ് നമ്പർ 1 to 5 ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. എത്തിക്സ് ഇസ് നോട്ട് സയൻസ്, എത്തിക്സ് ഇസ് നോട്ട് ഫോളോയിങ് കൾച്ചറലി അക്സെപ്റ്റഡ് നോംസ്. ഈ പറയുന്ന സാധനം അതുപോലെ തന്നെ പറയണം. ദിസ് പെർട്ടിക്കുലർ പോയിന്റ്സ് അതുപോലെ തന്നെ എഴുതണം. Apart from that, you can write in your own sentence. അപ്പൊ എന്താണെന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കി തരാം. We can interpret it together. Simply stated, ചുമ്മാതെ പറഞ്ഞാൽ, ethics refers to standards of behavior that tells us how human beings ought to act in many situations. We'll split it. Ethics refers to standards of behavior. എന്ത് ബിഹേവിയർ ആണ് ഞാൻ, ഹൗ എം ഐ എക്സ്പെക്ടഡ് ടു ബിഹേവ്, ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യമാണ് എത്തിക്സ്. സോ എത്തിക്സ് റെഫേഴ്സ് ടു സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ദാറ്റ് ടെൽസ് us, അത് നമ്മളോട് പറയാണ്, ഹൗ ഹ്യൂമൻ ബീങ്സ് ആരാന്നറിയാലോ, ought to act in many situations, എങ്ങനെയാണ് മനുഷ്യര് പല സിറ്റുവേഷൻസിലും പെരുമാറേണ്ടത്. സോ യു ക്യാൻ റിക്കലക്ട് ഇറ്റ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ആണ്. അത് നമ്മളോട് പറഞ്ഞു തരാണ്. നമ്മളോട് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിനോട് പറഞ്ഞു തരാണ് ഹൗ ദേ ought to act, അല്ലെങ്കിൽ ഹൗ ദേ ആർ സപ്പോസ് ടു ആക്ട്. എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ, ഹൗ ദേ ought to act or how they are supposed to act in many situations in which they find themselves as, അവരെ തന്നെ മനസ്സിലാക്കുന്നത് as friends, parents, children, citizens, business people, teachers, professionals. ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ പെരുമാറണം, ഞാനൊരു പേരന്റ് ആയാൽ ഞാൻ എങ്ങനെ പെരുമാറണം, കുട്ടികളുടെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ചിൽഡ്രൻ ആയി കഴിഞ്ഞാൽ ഹൗ എം ഐ സപ്പോസ്, ഒരു ചില നമ്മൾ പറയില്ലേ ഇത് കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇത് കുട്ടികൾ ഇങ്ങനെ അല്ല സംസാരിക്കേണ്ടത്. സോ എങ്ങനെയാണ് ചിൽഡ്രൻ പെരുമാറേണ്ടത്, സിറ്റിസൺസ് എങ്ങനെ പെരുമാറണം, ബിസിനസ് പീപ്പിൾ എങ്ങനെ പെരുമാറണം, കാശ് മാത്രം ഉണ്ടാക്കുക, ആൾക്കാരെ പറ്റിക്കുക, എത്തിക്സ് അല്ല. ടീച്ചേഴ്സ് എങ്ങനെയാണ്, ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നിട്ട് എല്ലാം അസൈൻമെന്റ്സ് ഹോംവർക്ക് ആയിട്ട് കൊടുക്കുന്നു, ആൻഡ് ഇസ് ആൻ എത്തിക്കൽ പ്രാക്ടീസ്? നോ. സോ ടീച്ചേഴ്സ് ആയിട്ട് എങ്ങനെ ചെയ്യണം, ബീങ് എ പ്രൊഫഷണൽ, ഞാൻ പണിയൊന്നും എടുക്കാതെ ക്ലയൻസിന് അടുത്തുനിന്ന് കാശ് മേടിക്കുന്നു, ദാറ്റ് ഇസ് നോട്ട് എത്തിക്സ്. സോ നമ്മൾക്ക് പല പല റോളുകളാണ് അതെവിടെ എഴുതിയിരിക്കുന്നത്. അമംഗ് ഫ്രണ്ട്സ്, ഒരു ഫ്രണ്ടിനോട് ഞാൻ എത്ര എത്തിക്കലി ബിഹേവ് ചെയ്യണം, ഞാനൊരു പേരന്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, ചിൽഡ്രൻ ഞാൻ കുട്ടിയാണെങ്കിൽ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, സിറ്റിസൺ ആണെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ബിസിനസ്മാൻ ആണെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ടീച്ചേഴ്സ്, പ്രൊഫഷണൽ, സോ ഓൺ, അങ്ങനെ പല പല റോളുകളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. സോ എന്ത് റോളാണ്, ഐ എം എ ടീച്ചർ, സോ ഐ എം സപ്പോസ് ടു play that my ethical part. So പല ആൾക്കാർ പല റോളിലാണ്. So depending upon what role you play, you have to set your standard. അതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ. ടീച്ചറിനുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല പ്രൊഫഷണലിനുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കില്ല പേരന്റിനുള്ള സ്റ്റാൻഡേർഡ്. സോ അതാണ് പറയുന്നത്, they are standards of behavior which human beings are ought to perform depending upon different situations. പല രീതിയിലായിരിക്കും നമ്മളെ തന്നെ ഇത് ചെയ്യുക. സോ ആ രീതിയിൽ വേണം നമ്മൾ എത്തിക്സ് എന്ന് പറയുന്ന സാധനം
പെർഫോം ചെയ്യാനായിട്ട്. സോ ദിസ് ഇസ് ദ മീനിങ് ഓഫ് ഈ സെന്റൻസ്. യു ക്യാൻ റീഡ് ഇറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ആ സെന്റൻസിന്റെ മീനിങ് മനസ്സിലായെന്ന് തോന്നുന്നു. ജസ്റ്റ് റീഡ് ദ ഫസ്റ്റ് പോയിന്റ്. സിംപ്ലി സ്റ്റേറ്റഡ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. എത്തിക്സ് റെഫേഴ്സ് ടു സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാം. ought to act ന് പകരം you can write how they are supposed to act in many situations. Did you understand that sentence? ആ സെന്റൻസ് മനസ്സിലായോ? Did you understand, all of you? So ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയണേ. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയണം. Ethics is a standard of behavior, and this ethics is common for all. I mean, teachers, professionals, everyone has a set standard of behavior. എല്ലാവർക്കും ഒരു set standard of behavior ഉണ്ട്, and that is known as ethics. True or false? Ethics is basically a standard of behavior which changes upon different people. Is a statement correct or incorrect? Or from person to person? Okay. So the introduction എഴുതുമല്ലോ അല്ലേ? ഇനി അതാണ് നേച്ചർ ഓഫ് എത്തിക്സ് ചോദിച്ചാൽ we'll have to give a small introduction paragraph. അടുത്ത ഞാൻ പറഞ്ഞുതരാം. എത്തിക്സ് എന്ന് പറയുന്നത് ഫീലിങ്സ് അല്ല. സോ ആദ്യം അതിന്റെ എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വി വിൽ റീഡ് ഇറ്റ്. എന്താണെന്ന് നമുക്ക് കണ്ടന്റ് മനസ്സിലാക്കാം. ചില ഫീലിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് നമ്മളൊരു എത്തിക്കൽ ചോയ്സ് എടുക്കുന്നതിന് മുന്നേ ഫീലിങ്സ് ഒത്തിരി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലാതെ നമ്മളുടെ ഫീലിങ്സ് ആണ് നമ്മുടെ എത്തിക്സ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. യു വിൽ ഗെറ്റ് കൺഫ്യൂസ് വിത്ത് വാട്ട് ഐ എം സെയിങ്. ഐ മേക്ക് ഇറ്റ് മോർ ക്ലിയർ. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വി നോ ദാറ്റ് ഇസ് റോങ്. ചിലവർക്ക് അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഐ ഹാവ് സച്ച് എ ഹാബിറ്റ് ദാറ്റ് ഐ സ്റ്റാർട്ട് റിഗ്രറ്റിങ്. ഞാൻ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുന്ന ആളാണ് പേഴ്സണലി. സോ ഇപ്പം ഞാൻ തെറ്റായിട്ടൊരു കാര്യം ചെയ്തു, ഐ കീപ് ഓൺ റിഗ്രറ്റിങ്. ഷോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഐ നോ ദാറ്റ് വാസ് റോങ്. അത് എത്തിക്സ് അല്ല, ദാറ്റ്സ് ആ ഫീലിംഗ്. ഫീലിങ്സിന് എത്തിക്കൽ അപ്പൊ എനിക്ക് അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ എന്റെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്ത് ഐ കുഡ് ഹാവ് ജസ്റ്റ് തോട്ട് ആ ചെയ്യുന്നത് ശരിയല്ല, അത് ഞാൻ ചെയ്യണ്ട, ഐ എം നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്, ഐ എം നോട്ട് സപ്പോസ് ടു ഡു ഇറ്റ്. ഞാനൊരു ടീച്ചറാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, സോ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് എന്റെ ഫീലിങ്സ് എത്തിക്കൽ ചോയ്സസ് എടുക്കാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യും. എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല. ക്വസ്റ്റ്യൻ ചോദിക്കാം, എത്തിക്സ് എന്ന് പറയുന്നത് ഫീലിങ്സ് ആണോ? എത്തിക്സ് എന്ന് പറയുന്ന ഫീലിങ്സ് അല്ല. എന്റെ ഫീലിങ്സ് വിൽ കോൺട്രിബ്യൂട്ട് ടു മേക്ക് എത്തിക്കൽ ചോയ്സസ്. ലൈക്ക് ചില ആൾക്കാർക്ക് once they make a choice, they'll keep on regretting, അയ്യോ അത് ചെയ്യണ്ടായിരുന്നു. പക്ഷെ ചില ആൾക്കാർക്ക് തെറ്റ് ചെയ്യുവാന്ന് അറിയാം, എന്നാലും അവർക്ക് ഒരു റിഗ്രറ്റും കാണില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഫീലിങ്സ് എന്ന് പറയുന്ന കാര്യം അല്ല എത്തിക്സ്. Feelings can vary. Some people will regret, some people don't regret. Even if they do wrong, they feel ഞാൻ ചെയ്തത് എനിക്ക് ശരിയായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ ഫീലിങ്സ് എന്ന് പറയുന്നത് is only a contributing factor to make ethical choices. However, ethics is not feelings. ഇനിയും വായിച്ചാൽ മനസ്സിലാവും, എന്റെ കൂടെ വായിക്കാം, you will understand it very easily. Feelings provide important information for our ethical choices. നമ്മുടെ ethical choicesന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഒരു important information തന്നെ തരും. Some people have highly developed habits. അങ്ങനെ എഴുതണമെന്നില്ല. Some people have habits that make them feel, അവർക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് കൊടുക്കും. They feel bad when they do something wrong. ഞാൻ പറഞ്ഞില്ലേ, തെറ്റായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഒത്തിരി റിഗ്രറ്റ് ചെയ്യും. They feel bad when they do something wrong. But many people feel good even though they are doing something wrong. ചില ആൾക്കാർക്ക് എന്താ തോന്നുക, തെറ്റായിട്ടൊരു കാര്യം ചെയ്യുവാണെങ്കിലും ഇത് എന്റെ ശരിയാണ്. നമ്മളിപ്പോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്, ഇത് എന്റെ ശരിയാണ്, ദിസ് ഇസ് മൈ റൈറ്റ്, എനിക്ക് ശരിയാണ്, അത് തെറ്റാന്നല്ല ഞാൻ പറയണേ. സോ
feelings alla. So some people may feel bad if they're doing something wrong. On majority side, they may feel good even if they are doing wrong. So ethics ennu parayunnathu feeling alla. Ethics is not same as feelings. However, feelings provide information to give to make ethical choices. So feelings information മാത്രമേ provide ചെയ്യുള്ളൂ ethical choices എടുക്കാൻ വേണ്ടിയിട്ട്. Read the first point. It's very easy. ഓർത്തിരിക്കേണ്ട കാര്യം, ethics is not same as feelings. അപ്പൊ feelings എന്താണ് ചെയ്യുന്നത്? ഇൻഫർമേഷൻ കൊടുക്കുന്നു. എന്തിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു? സ്ട്രാറ്റജിക് എത്തിക്കൽ ചോയ്സസ് എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. ചില ആൾക്കാർക്ക് ഗുഡ് ഫീലിംഗ് ഉണ്ട്, ചില ആൾക്കാർക്ക് ബാഡ് ഫീലിംഗ് ഉണ്ട്. അതാണ് അതിനകത്ത് കൊടുത്തേക്കുന്ന കണ്ടന്റ്. യു ക്യാൻ റൈറ്റ് ദ കണ്ടന്റ് ഇൻ യുവർ ഓൺ സെന്റൻസ്, ബട്ട് റീഡ് ഇറ്റ് വൺസ്. ഒരു തവണ വായിച്ചു കഴിയുമ്പോൾ എന്താണ് അതിന്റെ കണ്ടന്റ് നമുക്ക് ഓർമ്മ കിട്ടും. ടേക്ക് 1 minute, read. Clear ആണോ? Ethics is not same as feelings. Clear ആണോ? Okay. Ethics of feelings alla nu parayunu. So what is the role of feelings in ethics? So what is the role of feelings in ethics? Correct. ഒരാൾ എഴുതി, ബാക്കിയുള്ളവര്. So what is the role of feelings in ethics? Ethics is not same as feelings. Correct. എല്ലാവർക്കും നിമിത്ത എഴുതാൻ നേരത്തെ എത്തിക്കൽ ചോയ്സ് എഴുതണേ. ടു പ്രൊവൈഡ് എത്തിക്കൽ ചോയ്സസ്. വെറും ചോയ്സസ് എഴുതരുത്, എത്തിക്കൽ ചോയ്സസ്. എല്ലാവർക്കും ചോയ്സസ് എടുക്കാൻ നേരത്ത് ബാഡ് ഫീലിംഗ് ആണോ? ഇസ് എവ്രി വൺ ഹാവിംഗ് ബാഡ് ഫീലിംഗ് വെൻ ദേ ഡു സംതിങ് റോങ്? ഓർ സം പീപ്പിൾ ഫീൽ ഗുഡ്, സം പീപ്പിൾ ഫീൽ ബാഡ്? എങ്ങനാ? Is everyone having that bad feeling when they do something wrong? ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ. Everyone having the same feeling of feeling bad. എല്ലാവർക്കും ഒരേ ഫീലിംഗ് ആണോ? When they do something wrong, everyone feels bad. Some people feel good, some people feel bad. Some have good, some have bad feelings. കണ്ട, പല ആൾക്കാരും പല രീതിയിലാണ് ആൻസർ എഴുതിയിരിക്കുന്നത്. But all of you have written it correct. ശ്രീലക്ഷ്മി എഴുതിയിരിക്കുന്നു, no, some people feel good when they do wrong. Where I don't know your name, അവിടെ പോക്കോ ഫോൺ എന്നാണ് വന്നേക്കുന്നത്. Some people feel good, some people feel bad. എബിൻ എഴുതിയേക്കുന്നു, some have good, some bad. അരുൺ എഴുതിയേക്കുന്ന. So different people are writing in different ways. അപ്പം നിങ്ങൾ ചാറ്റ് ബോക്സിൽ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കണം. So you be able to recollect. Okay. So I hope it's clear. ആദ്യത്തെ നേച്ചർ മനസ്സിലായല്ലോ. എത്തിക്സ് ഇസ് നോട്ട് സെയിം ആസ് ഫീലിംഗ്സ്. അടുത്തതിലോട്ട് പോവാം. എത്തിക്സ് ഇസ് നോട്ട് റിലീജിയൻ. അപ്പൊ എത്തിക്സ് റിലീജിയൻ ആണോ? റിലീജിയൻ പോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. എത്തിക്സ് ഇസ് നോട്ട് റിലീജിയൻ. റിലീജിയൻ അല്ല എത്തിക്സ്. മെനി പീപ്പിൾ ആർ നോട്ട് റിലീജിയസ്. കുറെ ആൾക്കാർ റിലീജിയസ് ആണ്, കുറെ ആൾക്കാർ റിലീജിയസ് അല്ല. ബട്ട് എത്തിക്സ് അപ്ലൈസ് ടു എവ്രി വൺ. എത്തിക്സ് എന്ന് പറയുന്ന കാര്യം റിലീജിയസ് ആണോ റിലീജിയസ് അല്ലേ, ഇറ്റ് അപ്ലൈസ് ടു എവ്രി വൺ. Most religions do advocate high ethical standards, but sometimes do not address all the types of problem we face. എന്ന് പറഞ്ഞാല് മിക്ക religious ഇത്
ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് അമ്പലമാകാം, അല്ലെ പള്ളിയാകാം, മുസ്ലിം പള്ളിയാകാം, ക്രിസ്ത്യൻ പള്ളിയാകാം, എല്ലാവരും ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ്. നിങ്ങൾ നല്ല രീതിയിൽ വേണം. ഇപ്പൊ ബൈബിളിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ നല്ലതാണ്. നിങ്ങളുടെ ഹോളി ബുക്സ്, അതായത് നിങ്ങളുടെ മുസ്ലിംസിന്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദുസിന്റെ ആണെങ്കിൽ, ക്രിസ്ത്യൻസിന്റെ ആണെങ്കിൽ, വാട്ട് എവർ, നമ്മുടെ എന്താണോ നമ്മുടെ ഹോളി ബുക്ക് നമ്മളോട് പറയുന്നത്, എവറിത്തിങ് ഇസ് ഹൈ എത്തിക്കൽ. എല്ലാവരും നന്മ ചെയ്യണം, എല്ലാവർക്കും നന്മ വരണം, അങ്ങനെയുള്ള രീതി തന്നെയാണ് എഴുതിയേക്കുന്നത്. വെരി ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ദേ ആർ നോട്ട് അഡ്രസ്സിങ് ഓൾ ടൈപ്സ് ഓഫ് പ്രോബ്ലം. ജനറലി ഉള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാ ടൈപ്സ് ഓഫ് പ്രോബ്ലംസും അഡ്രസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ടാണ് എത്തിക്സ് റിലീജിയൻ അല്ല എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്സ് റിലീജിയൻ അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം അതിന്റെ എക്സ്പ്ലനേഷൻ അകത്ത് റിക്കളക്ട് ചെയ്ത് some people are religious, some people are not religious, അല്ലെങ്കിൽ many people are not religious, എങ്ങനെ വേണേലും എഴുതാം. പക്ഷെ ethics applies to everyone, be it religious person or be it not religious person. Religious organization, they set high ethical standards. അവർ high ethical standards set ചെയ്യും, but they do not address all types of problems. എല്ലാ types of problemsഉം അവർ അഡ്രസ് ചെയ്യില്ല. അവരെല്ലാം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്, പക്ഷെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അവർക്ക് അഡ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്തിക്സ് റിലീജിയൻ അല്ല. വായിച്ചോ, എത്തിക്സ് ഇസ് നോട്ട് റിലീജിയൻ. നിങ്ങൾ റിലീജിയസ് ആണെങ്കിലും റിലീജിയസ് അല്ലെങ്കിലും എത്തിക്സ് ഫോളോ ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് എത്തിക്സ് റിലീജിയൻ അല്ല എന്ന് പറയുന്നത്? ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ പ്രോബ്ലംസും അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എത്തിക്സ് റിലീജിയൻ അല്ല എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഓൾ ഓഫ് യു? 2 പോയിന്റ് പഠിച്ചു നേച്ചറിനകത്ത്. എന്തൊക്കെയാണ് എത്തിക്സ്, എന്തൊക്കെയല്ല എന്നാണ് നമ്മൾ പഠിച്ചത്. എത്തിക്സ്, ഇത് എത്തിക്സ് അല്ല, ഇത് എത്തിക്സ് അല്ല, എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്സ് അല്ല നമ്മൾ പഠിച്ചു. 2 പോയിന്റ് പഠിച്ചു. എന്തൊക്കെയാന്ന് എഴുതിക്കേ. കറക്റ്റ്. ethics is not a feeling, ethics is not a religion. Correct. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്താ? ethics is not a religion, ethics is not a feeling. പഠിക്കുന്ന ടോപ്പിക്കിന്റെ പേരെന്തുവാ? what is the heading? okay. അടുത്ത രണ്ടെണ്ണം എന്നിട്ട് we'll recollect again. ethics is not following the law. ethics is not following the law എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തെറ്റായ ധാരണ ഉണ്ട്. എത്തിക്സ് എന്ന് പറയുന്നത് ലോയ്ക്കകത്ത് എഴുതി വെച്ചേക്കുന്ന സാധനം അതുപോലെ ഫോളോ ചെയ്താൽ that is meant to be that you're following ethics. No. അതായത് ലോ കറപ്റ്റ് ആയിക്കൂടെ? ലോ എത്തിക്കലി, ലോയ്ക്കകത്ത് എഴുതിയേക്കുന്ന എല്ലാ സാധനവും എത്തിക്കലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് കറപ്റ്റ് ആവാറുണ്ട്. therefore ലോ എന്ന് പറയുന്ന കാര്യങ്ങൾ, ലോയുടെ പ്രൊവിഷൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ കംപ്ലൈ ചെയ്തു, അല്ലെ ലോയ്ക്കകത്ത് എഴുതി വെച്ചേക്കുന്ന അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ എത്തിക്കലി കറക്റ്റ് ആണ് എന്ന് പറയുന്നതല്ല എത്തിക്സ്. സോ എത്തിക്സ് ഇസ് നോട്ട് ഫോളോയിങ് ദ ലോ. A good system of law does incorporate many ethical standards. ഒരു നല്ല ലോ കുറെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അതാണ് a good system of law does incorporate, അല്ലെങ്കിൽ a good system of law incorporates many ethical standards. But law can also deviate from what is ethical. ലോയ്ക്ക് വേണമെങ്കിലും ഡീവിയേറ്റ് ആയി പോകാം from what is ethical. Law can become ethically corrupt. എത്തിക്കലി കറപ്റ്റ് ആകാം. കറപ്ഷൻ എന്നുള്ളൊരു സാധനം വന്നു കഴിയുമ്പോൾ that is not ethically correct. സോ അതുകൊണ്ട് ethics is not following the law. നല്ല ലോ എപ്പോഴും എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ക്യാൻ എത്തിക്കലി ഡീവിയേറ്റ് ആസ് വെൽ. അതുകൊണ്ട് ethics is not following the law. വായിച്ചോ.
a good system of law does അങ്ങനെയൊന്നും എഴുതണ്ട. You can whatever you can try to recollect from your memory. ഒരു തവണ വായിച്ചു നോക്കുക, അപ്പൊ തന്നെ നമുക്ക് recollect ചെയ്യാം, അർത്ഥം മനസ്സിലാക്കി പോവാ. Clear? Clear ആണോ എല്ലാവർക്കും? Okay. Ethics is not following culturally accepted norms. അതായത് ചില കൾച്ചർ quite ethical ആണ്, ചില കൾച്ചർ നമ്മൾ ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ they are quite ethical, but some culture they are not ethical. അതായത് ചില കൾച്ചർ പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയായിരിക്കും, ഒരു ബുദ്ധിമുട്ടും കാണില്ല. പക്ഷെ ചില കൾച്ചർ ഇറ്റ്സ് നോട്ട് കറക്റ്റ്. അപ്പൊ നമ്മൾ പറയില്ല ദേ ആർ ടെലിങ് അത് ഇവിടെ ഇങ്ങനെയാണ്, ഞങ്ങളുടെ കസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എത്തിക്കലി കറക്റ്റ് ആണെന്ന് തോന്നണം നിർബന്ധമില്ല. അതുകൊണ്ട് കൾച്ചർ വേരി ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പം ഇപ്പം പൊതുവെ കേട്ട് വരുന്നതാണ്, ഈ സമയം കഴിഞ്ഞ് പെൺകുട്ടികൾ പുറത്തിറങ്ങാൻ പാടില്ല. സി എം നോട്ട് എ ഫെമിനിസ്റ്റ്, ബട്ട് സ്റ്റിൽ ഈ സമയം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. ആൻഡ് ദാറ്റ് ഇസ് എൻ അക്സെപ്റ്റഡ് കൾച്ചർ. അത് ശരിയാണ്. നോ, ദാറ്റ്സ് നോട്ട് എത്തിക്കലി കറക്റ്റ്. സോ അതുകൊണ്ടാണ് പറയുന്നത് കൾച്ചർ കീപ്സ് ഓൺ ചേഞ്ചിങ്. സോ കൾച്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ഇതാണ് എത്തിക്കൽ, ഇതാണ് ശരി, ദിസ് ഇസ് എ കറക്റ്റ് എത്തിക്സ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എത്തിക്സ് ഇസ് നോട്ട് ഫോളോയിങ് കൾച്ചറലി അക്സെപ്റ്റഡ് നോംസ്. എന്തുകൊണ്ട് അങ്ങനെ അല്ല എന്ന് പറയുന്നത്, സം കൾച്ചേഴ്സ് ആർ ക്വയറ്റ് എത്തിക്കൽ ബട്ട് അതേഴ്സ് ബിക്കം കറപ്റ്റ് ഓർ ബ്ലൈൻഡ് to certain ethical concern. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. Some cultures are quite ethical, others they are not, they are corrupt or they are unethical. വളരെ സിമ്പിൾ ആയിട്ട് എഴുതാം. Some cultures are quite ethical while others are unethical or while others are corrupt. എങ്ങനെ വേണേലും എഴുതാം. So that is the next point. Ethics is not following culturally accepted norms. വായിച്ചോ. Clear, all of you? The last point. Clear ആണോ? Yes or no? Okay. അടുത്തത്, എത്തിക്സ് ഇസ് നോട്ട് സയൻസ്. സയൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്താണെന്ന് പറഞ്ഞു തരും, അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ എന്തൊക്കെ മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സയൻസിന് പറഞ്ഞു തരാൻ പറ്റും. ഒരു മനുഷ്യൻ എങ്ങനെയാ ബിഹേവ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരിക്കലും സയൻസിന് പറഞ്ഞു തരാൻ പറ്റില്ല. അതായത് ദിസ് ഇസ് ഗോയിങ് ടു ബി മൈ ക്യാരക്ടർ ഓർ ദിസ് ഇസ് ഗോയിങ് ടു ബി മിസ്റ്റർ എക്സ് ക്യാരക്ടർ, മിസ്റ്റർ വൈന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും എന്നൊരിക്കലും സയൻസിന് പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്തിക്സ് ഇസ് നോട്ട് സയൻസ്. നമ്മൾ പഠിച്ചായിരുന്നു എത്തിക്സ്, എത്തിക്കോസ് മീൻസ് ക്യാരക്ടർ. എന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും, മിസ്റ്റർ എക്സിന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും, മിസ്റ്റർ വൈയുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും, എന്റെ ഫ്രണ്ടിന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും എന്നൊരിക്കലും സയൻസിന് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ എത്തിക്സ് സയൻസ് അല്ല. നോക്കിക്കോ, വളരെ സിമ്പിൾ ആണ്. സോഷ്യൽ ആൻഡ് നാച്ചുറൽ സയൻസ് കെൻ പ്രൊവൈഡ് ഇമ്പോർട്ടന്റ് ഡേറ്റ തരാൻ വേണ്ടി പറ്റും ടു മേക്ക് എത്തിക്കൽ ചോയ്സസ്, ബട്ട് സയൻസ് ഡസ് നോട്ട് ടെൽ us what we ought to do. നമ്മൾ എന്താ ചെയ്യണ്ടേ എന്ന് ഒരിക്കലും സയൻസിന് പറഞ്ഞു തരാൻ പറ്റില്ല. സയൻസ് മേ പ്രൊവൈഡ് an explanation. സയൻസ് ഒരു എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും for what humans are like, എന്താണ് മനുഷ്യര് എന്ന് പറഞ്ഞു തരും. But ethics provide reasons for
how humans ought to act. എത്തിക്സ് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന മനുഷ്യര് ബിഹേവ് ചെയ്യേണ്ടത്. മറ്റേത് ഹ്യൂമൻസ് എന്താണെന്ന് പറഞ്ഞു തരും, ഹ്യൂമൻസ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് ആര് പറഞ്ഞു തരും? എത്തിക്സ് പറഞ്ഞു തരും. അതാണ് സയൻസ് and social can provide important data to make the ethical choices. Science may provide how human beings are like, but ethics provide how human beings are supposed to behave. ടെക്നോളജിക്കലിയും സയന്റിഫിക്കലിയും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ടെക്നോളജിക്കലിയും സയന്റിഫിക്കലിയും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എത്തിക്കലി ശരിയാവണം എന്ന് ഒരു നിർബന്ധം ഇല്ല. അത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ദാറ്റ് ഇസ് എ ലാസ്റ്റ് സെന്റൻസ്. ജസ്റ്റ് ബിക്കോസ് സംതിങ് ഇസ് സയന്റിഫിക്കലി ഓർ ടെക്നോളജിക്കലി പോസിബിൾ, ഇറ്റ് മേ നോട്ട് ബി എത്തിക്കൽ ടു ഡു ഇറ്റ്. അത് ഓർക്കുവാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ ബാക്കി സെന്റൻസ് റിക്കളക്ട് ചെയ്തിട്ട് എഴുതി വെച്ചാൽ മതി. യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസ്. എത്തിക്സ് ഇസ് നോട്ട് സയൻസ്. എന്തുകൊണ്ടാണ് സയൻസ് അല്ല എന്ന് പറയുന്നതിന്റെ മീനിങ് മനസ്സിലാക്കുക. Take a minute, read. Ethics is not science. Clear ano? Any doubt? Can we revise this nature again? Nature of ethics. Porgot, we are revising it before. Ethics is not science. എന്തുകൊണ്ടാണ് ethics science അല്ല എന്ന് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്താണെന്ന് പറയാൻ പറ്റും. ഹ്യൂമൻ ബീങ്സ് എങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറയുന്നത് ആരാണ്? എത്തിക്സ് ആണ്. ടെക്നോളജിക്കലിയും സയന്റിഫിക്കലിയും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എത്തിക്കലി ചെയ്യാൻ പറ്റണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ദാറ്റ് ഇസ് വൈ എത്തിക്സ് ഇസ് നോട്ട് സയൻസ്. എത്തിക്സ് ഇസ് നോട്ട് ഫോളോയിങ് കൾച്ചറലി അക്സെപ്റ്റഡ് നോംസ്. ചില കൾച്ചേഴ്സ് എത്തിക്കൽ ആകും, ചില കൾച്ചേഴ്സ് എത്തിക്കലി കറപ്റ്റ് ആകും, അല്ലെങ്കിൽ ദേ ആർ ബ്ലൈൻഡ്, ദേ ആർ അൺഎത്തിക്കൽ. അതുകൊണ്ട് തന്നെ എത്തിക്സ് ഇസ് നോട്ട് ഫോളോയിങ് കൾച്ചർ ആക്സെപ്റ്റഡ് നോംസ്. അവരത് ഫോളോ ചെയ്യുന്നില്ല. 3, എത്തിക്സ് ഇസ് നോട്ട് ഫോളോയിങ് ലോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ലോ ഹൈലി എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതേ സമയത്ത് അവർ എത്തിക്കലി കറപ്റ്റ് ആകാനായിട്ടുള്ള സാധ്യതയും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്തിക്സ് ഒരിക്കലും ഫോളോയിങ് ലോ എന്ന് പറയുന്നതിനെ അല്ല നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഇസ് നോട്ട് റിലീജിയൻ എന്ന് പറഞ്ഞാൽ മിക്ക റിലീജിയൻസും ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവർക്ക് എല്ലാ പ്രോബ്ലംസും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ചില ആൾക്കാർ റിലീജിയസ് ആണ്, ചില ആൾക്കാർ റിലീജിയസ് അല്ല. റിലീജിയസ് ആവുന്ന ആൾക്കാർ മാത്രം എത്തിക്സ് ഫോളോ ചെയ്താൽ മതി എന്നല്ല പറയുന്നത്. നോ മാറ്റർ വാട്ട് യു ആർ റിലീജിയസ് ഓർ നോൺ റിലീജിയസ്, യു ഹാവ് ടു ഫോളോ എത്തിക്സ്. അതുകൊണ്ടാണ് എത്തിക്സ് ഇസ് നോട്ട് റിലീജിയൻ എന്ന് പറയുന്നത്. എത്തിക്സ് ഇസ് നോട്ട് സെയിം ആസ് ഫീലിംഗ്സ് പറയുന്നത് എന്താ? ഫീലിംഗ്സ് നമ്മുടെ എത്തിക്കൽ ചോയ്സസ് എടുക്കാൻ വേണ്ടി ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ചില ആൾക്കാർക്ക് തെറ്റ് ചെയ്യാൻ നേരത്ത് ദേ ഫീൽ ബാഡ്, ആൻഡ് സം പീപ്പിൾ വെൻ ദേ ഡു റോങ് ദേ ഡു നോട്ട് ഫീൽ ബാഡ്, ദേ ഫീൽ റൈറ്റ്. അതുകൊണ്ടാണ് എത്തിക്സ് ഇസ് നോട്ട് സെയിം ആസ് ഫീലിംഗ്സ് എന്ന് നമ്മൾ പറയുന്നത്. നേച്ചർ ഓഫ് എത്തിക്സിനകത്ത് നമുക്ക് എന്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റും? ദേ ആർ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ വിച്ച് ഹ്യൂമൻസ് ആർ സപ്പോസ് ടു act different depending upon the many situations that they face. അതായത് പല രീതിയിൽ നമുക്ക് നമ്മളെ തന്നെ വെക്കാം. ഫ്രണ്ട്സ് ആകാം, പേരൻസ് ആകാം, ചിൽഡ്രൻ ആകാം, സിറ്റിസൺസ് ആകാം, ബിസിനസ് പീപ്പിൾ ആകാം, ടീച്ചേഴ്സ് ആകാം, പ്രൊഫഷണൽസ് ആകാം. ഇതുകൊണ്ട് ഒതുങ്ങുന്നില്ല. ഡിഫറെന്റ് റോൾസ് ആണ് ആൾക്കാരെ പ്ലേ ചെയ്യുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് റോൾ ദാറ്റ് യു പ്ലേ, അങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ വരിക. സോ വാട്ട് ഇസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ നേച്ചർ ഓഫ് എത്തിക്സ്, വാട്ട് ഡു യു മീൻ ബൈ നേച്ചർ ഓഫ് എത്തിക്സ് എന്ന് ചോദിച്ചാൽ these are the points that you have to write. Is that clear for all of you? Clear ആണോ? എഴുതാൻ പറ്റുമോ നേച്ചർ ഓഫ് എത്തിക്സ്? What is ethics? What is the difference between moral and ethics? അതുപോലെ what is the nature of ethics? വന്നാ എഴുതുവോ? 5 മാർക്സിന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ will you be able to write? Okay.
നമ്മളാണെങ്കിൽ ഇത് വെരി 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 ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തു. 5 സോഴ്സസ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ഇതിന് ഏതെങ്കിലും 2 എണ്ണം എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ they can ask explain any 3 sources of ethical standards, explain any 2 sources of ethical standards, അല്ല what do you mean by ethical standards, what are the sources of ethical standards, എങ്ങനെ വേണേലും ചോദിക്കാം. So please mark this as very 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 important. Read before exam എന്നും കൂടെ എഴുതിക്കോ. 5 sources of ethical standards. Okay, ഡിഫറെന്റ് അപ്രോച്ചസ്. നമ്മളാണ് പറഞ്ഞു എത്തിക്സ് റിലീജിയൻ അല്ല, എത്തിക്സ് ലോ ഫോളോ ചെയ്യുന്നതല്ല. ലോ ഫോളോ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാൽ ലോ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അത് ഞാൻ എത്തിക്കലി കറക്റ്റ് അങ്ങനെയല്ല, കൾച്ചറലി ആക്സെപ്റ്റഡ് നോംസ് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണ് വാട്ട് യു മീൻ ബൈ എത്തിക്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്ക് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടെന്ന് അറിയുന്നത്? സോ ഡിഫറെന്റ് അപ്രോച്ചസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു കീ വേർഡ് ഞാൻ പറയാമേ. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സ്റ്റാർട്ട് ലൈക്ക് ദിസ്, philosophers suggest that, philosophers suggest that എന്ന് പറഞ്ഞിട്ട് you can start the sentence. So please write it down somewhere. നിങ്ങൾ അപ്രോച്ചസ് ചോദിക്കുകയാണ്, വാട്ട് ആർ ദി അപ്രോച്ചസ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ once you start the sentence please use the word philosophers suggest that. ഓരോ അപ്രോച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് ആകാം, റൈറ്റ്സ് അപ്രോച്ച് ആകാം, എന്ത് സ്റ്റാർട്ട് ചെയ്താലും പ്ലീസ് start off with writing philosophers suggest that. Okay, 5 സോഴ്സസ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. 2 എണ്ണം പഠിക്കും, വി വിൽ റിവൈസ്, 2 എണ്ണം പഠിക്കും, ആൻഡ് ലാസ്റ്റ് ഒരെണ്ണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ദാറ്റ് ഇസ് ഹൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി. 2 ഡിഫറെന്റ് പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു പേരിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമിന് വരിക. സോ ബി ഫെമിലിയർ വിത്ത് ബോത്ത് ദ നെയിംസ്. നമുക്ക് പഠിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് റൈറ്റ്സ് എന്നുള്ള പേര് പഠിക്കുന്നു, ഡിയോണ്ടോളജിക്കൽ അപ്രോച്ച് എന്നതിന്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് പഠിക്കുന്നില്ല. പക്ഷെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വാട്ട് യു മീൻ ബൈ ഡിയോണ്ടോളജിക്കൽ അപ്രോച്ച് എന്താന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് റൈറ്റ്സ് അപ്രോച്ച് മാത്രമേ അറിയുള്ളൂ, our brain will not recollect. So try to remember both the words. Examiner അങ്ങനെ specifically ഒന്നും ചോദിച്ചിട്ടില്ല എങ്കിൽ you can just write rights approach. Okay, so we're going to study the first 2 approaches. നോക്കാം, എന്നിട്ട് we'll have a very small 2 minutes break also. First one, utilitarian approach. Philosophers suggest that ethical action is the one that provides the most good or does the least harm. എന്ന് പറഞ്ഞാൽ എന്താണ് എത്തിക്കൽ ആക്ഷൻ? നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? അതായത് എത്തിക്സ് സയൻസ് അല്ല, എത്തിക്സ് കൾച്ചറലി ആക്സെപ്റ്റഡ് നോംസ് അല്ല, എത്തിക്സ് പറഞ്ഞാൽ ഫോളോയിങ് ദ ലോ എന്ന് മാത്രമല്ല, എത്തിക്സ് പറഞ്ഞാൽ റിലീജിയൻ അല്ല, എത്തിക്സ് പറഞ്ഞാൽ ഫീലിംഗ്സ് അല്ല. ഇത്രയും നമ്മൾ പഠിച്ചു. സോ വാട്ട് യു മീൻ ബൈ എത്തിക്സ്? അല്ലെ എന്താണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് യു ക്യാൻ സേ ദാറ്റ് ആക്ഷൻ ഇസ് എത്തിക്കൽ? എന്ത് ചെയ്യുമ്പോഴാണ്? അപ്പം യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് വഴി എത്തിക്സ് എന്താന്ന് ചോദിച്ചാൽ, എത്തിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലത് ചെയ്യുക, that provides the most good or the least harm. least harm എന്ന് പറഞ്ഞാൽ ഫുള്ളി നമുക്ക് ശരിയായിട്ട് ചെയ്യാം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് പറയാണ് ഏറ്റവും കൂടുതലായിട്ട് നല്ലത് മാത്രം ചെയ്യുക, ആൾക്കാർക്ക് ഉപദ്രവം വരാത്ത രീതിയിൽ ലീസ്റ്റ് ഹാം ചെയ്യുക. ലീസ്റ്റ് ഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഹാം ഇല്ല എന്നല്ല, ഹാം ഉണ്ടാവും, പക്ഷെ ലീസ്റ്റ് ഹാം ആണ്. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഗുഡ് ആണ് ചെയ്തത്, ലീസ്റ്റ് ഹാം ആണ് വന്നത് എങ്കിൽ ആ അപ്രോച്ചിനെ പറയുന്നതാണ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച്. അല്ലെ യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് പറയുന്നത് അതിനകത്തെ ഫിലോസഫേഴ്സ് കണ്ടുപിടിച്ചിട്ട് പറയാണ് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ എത്തിക്കൽ ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ വെൻ യു ആർ ഡൂയിങ് ഗുഡ്, അല്ലെ വാട്ട് എവർ യു ഡൂയിങ് ഇസ് മോസ്റ്റ് ഗുഡ് വിത്ത് ലീസ്റ്റ് ഹാം, ഏറ്റവും കൂടുതൽ നന്മ വിത്ത് ലീസ്റ്റ് ഹാം ആണെങ്കിൽ whatever you do or your action is said to be ethical. അതാണ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് പറയുന്നത്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സെന്റൻസ്. ഫസ്റ്റ് സെന്റൻസ് മാത്രം വായിച്ചു, വേറെ ഒന്നും വായിക്കണ്ട, ഇവിടം വരെ മാത്രം. റീഡ് ദാറ്റ്. യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് പറയാണ് philosophers suggest that ethical action is the one which provides the most good or the least harm. ആ കീവേഡ് ആലോചിച്ചോണെ, the most good, least harm. Philosophers suggest that ethical action, keyword. ഫിലോസഫർ സജസ്റ്റ് ദാറ്റ് എല്ലാത്തിനകത്തും എഴുതണം. അതിനകത്ത് അടുത്ത ഓർക്കേണ്ട കാര്യം എന്താണ്? എത്തിക്കൽ ആക്ഷൻ. എത്തിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഗുഡ്, ലീസ്റ്റ് ഹാം. ക്ലിയർ ആണല്ലോ? ഞാനിത് കഴിഞ്ഞ് കീവേഡ് ചോദിക്കും കേട്ടോ. ക്ലിയർ ആണല്ലോ? ഒരു കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനീസ്. ഒരു കമ്പനീസ് അല്ല, കമ്പനീസ് എത്തിക്കൽ ആക്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും?
the ethical corporate action is the one that produces greatest good, മോള് പറഞ്ഞ അതേ സാധനം, and does the least harm. ആർക്കാണ്? For all who are affected. അതായത് ആ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞ കമ്പനീസ് കേട്ടോ, കമ്പനി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുക, വിത്ത് ലീസ്റ്റ് ഹാം. അങ്ങനെയാണ് കമ്പനീസ് പ്രവർത്തിക്കുന്നേ എങ്കിൽ അവരെ പറയുന്നതാണ് കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ആർ ഡൂയിങ് എത്തിക്കൽ കോർപ്പറേറ്റ് ആക്ഷൻ. അവര് എത്തിക്കലി ആണ് പ്രവർത്തിക്കുന്നേ എന്നാണ് അതിന്റെ അർത്ഥം. ഐ എം റിപ്പീറ്റിംഗ് അഗൈൻ. When a company or when a corporate, they are doing the best or they are doing maximum good and less harm for those who are associated with the company, അല്ലെങ്കിൽ those who are associated with the corporate. ആരൊക്കെയാണ് associated with the corporate? Customers ആകാം, employees ആകാം, shareholders ആകാം, കമ്മ്യൂണിറ്റി ആകാം, എൻവയോൺമെന്റ് ആകാം. ഇവർക്കെല്ലാം ഈ പറയുന്ന കോർപ്പറേറ്റ് അല്ലെ ഈ പറയുന്ന കമ്പനി ഏറ്റവും കൂടുതൽ ചെയ്തത് ഗുഡ് ആണ്, വിത്ത് ലീസ്റ്റ് ഹാം എങ്കിൽ ആ പറയുന്ന കമ്പനി അല്ലെങ്കിൽ ആ പറയുന്ന കോർപ്പറേറ്റ് ഹാസ് ഡൺ എത്തിക്കൽ കോർപ്പറേറ്റ് ആക്ഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? All of you? Read. The ethical corporate action is the one which produces greatest good and does least harm for all who are affected. അപ്പൊ ഓർത്തച്ചാൽ മതി, കമ്പനി ആയിട്ട് ആരൊക്കെ എഫക്റ്റഡ് ആയിരിക്കാം? കസ്റ്റമേഴ്സ് ആകാം, ഷെയർ ഹോൾഡേഴ്സ് ആകാം, എംപ്ലോയീസ് ആകാം, കമ്മ്യൂണിറ്റി ആകാം, എൻവയോൺമെന്റ് ആകാം. അവർക്കൊക്കെ മാക്സിമം ഗുഡ് ചെയ്യുക വിത്ത് ലീസ്റ്റ് ഹാം. അങ്ങനെ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ they are said to be ethical, they are said to have done ethical corporate action. അവരെടുത്തേക്കുന്ന കോർപ്പറേറ്റ് ഡിസിഷൻസ്, കോർപ്പറേറ്റ് ആക്ഷൻസ് എത്തിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ അപ്രോച്ചിന്റെ പേരാണ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച്. ഐ എം ഗിവിംഗ് യു 1 minute to read the entire sentence. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, എടുത്ത് ചോദിക്കാറുമുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച്? ഇപ്പൊ എന്നോട് കീവേഡ്സും പറയണേ, 2 സെന്റൻസിനകത്തും കീവേഡ്സും പറയണം. Read the entire thing. I'll tell you when to send the keywords. Just read the keywords. First point and the second point. Last keyword. Utilitarian approach deals with consequences. Consequences deal ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അപ്രോച്ച് ആണ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച്. കോൺസിക്വൻസസ് ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത അവിടെ കൊടുത്തിട്ടുണ്ട്, സെയിം സെന്റൻസ് റിപ്പീറ്റ് ചെയ്തേക്കാം, പിന്നെ എഴുതണമെന്നില്ല. ഇറ്റ് ട്രൈസ് ടു ഇൻക്രീസ് ദ ഗുഡ് ഡൺ. എന്ത് കോൺസിക്വൻസ് ആണോ വന്നത് അതിനെ ബേസ് ചെയ്ത് നന്മ പിന്നെയും കൂട്ടുക, ഏറ്റവും നല്ലത് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഹാം മാക്സിമം കുറയ്ക്കുക. അപ്പൊ കോൺസിക്വൻസിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ച് കൂടിയാണ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച്. അപ്പൊ 3 കീവേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് ഡസ് മോസ്റ്റ് ഗുഡ് ആൻഡ് ഡസ് ലീസ്റ്റ് ഹാം. എത്തിക്കൽ കോർപ്പറേറ്റ് ആക്ഷൻ എപ്പോഴാ ഉള്ളതെന്ന് പറയുന്നത് വിച്ച് ഡസ് ദ ഗ്രേറ്റസ്റ്റ് ഗുഡ്, ലീസ്റ്റ് ഹാം ഫോർ ഓൾ ദോസ് ഹു ആർ എഫക്റ്റഡ്. ആരൊക്കെയായിരിക്കും കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ? കസ്റ്റമേഴ്സ് ആകാം, എംപ്ലോയീസ് ആകാം, ഷെയർ ഹോൾഡേഴ്സ് ആകാം, കമ്മ്യൂണിറ്റി ആകാം, എൻവയോൺമെന്റ് ആകാം. ഓൾസോ യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് ഡീൽസ് വിത്ത് ദി കോൺസിക്വൻസസ്. 3 keyword. Tell me what are the 3 keywords of utilitarian approach? Just write what are the 3 keywords. ഓക്കെ, ആദ്യത്തേത് വന്നു. പിന്നെ ഡീൽസ് വിത്ത് കോൺസിക്വൻസസ്. ഒരെണ്ണം കൂടെ പോയല്ലോ, എത്തിക്കൽ കോർപ്പറേറ്റ് ആക്ഷൻ പോയോ? എപ്പോഴാണ് എത്തിക്കൽ കോർപ്പറേറ്റ് ആക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്? എപ്പോഴാണ് എത്തിക്കൽ കോർപ്പറേറ്റ് ആക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്? കറക്റ്റ്.
Ellen correct എഴുതിയിട്ടുണ്ട്. Does most good least harm. Correct. For all those who are affected. Sri Lakshmi as usual correct ആയിട്ട് എഴുതിയിട്ടുണ്ട്. Correct. Very good. ഈ അപ്രോച്ചിന്റെ പേരെന്തായിരുന്നു? ഈ അപ്രോച്ചിന്റെ പേരെന്തായിരുന്നു? What was the approach's name? Okay. Okay. Second approach ആണ് പഠിക്കുന്നത്. The rights approach. അതിന് വേറൊരു പേര് കൂടെ deontological approach എന്നാണ് അതിനെ പറയുന്നത്. The rights approach. നോക്കിക്കോണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Philosophers and ethicists suggest that. അത്ര എഴുതണം എന്നില്ല. You can write philosophers. Philosophers suggest that ethical action is the one that best protects and respects the moral rights of those affected. Ethical action. ഓരോ approachesum ഓരോ രീതിയിലാണ് എത്തിക്കൽ ആക്ഷനെ പറയുന്നത്. അത് എപ്പോഴും മനസ്സിൽ വെച്ചോണേ. നമ്മൾ ഈ പറയുന്ന അപ്രോച്ചസ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് പറയുന്നതല്ല റൈറ്റ്സ് അപ്രോച്ച് പറയുന്നത്. യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് പറയുന്നത് കോർപ്പറേറ്റ് ആണെങ്കിലും ആരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഗുഡ് ചെയ്യുക വിത്ത് ലീസ്റ്റ് ഹാം. അതാണ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ചിന്റെ ഏറ്റവും വലിയ that is the message of utilitarian approach. When it comes to the rights approach വന്നപ്പം philosophers പറയാണ് എപ്പോഴാണ് your action is said to be ethical is the one that best protects and respects the moral rights of those affected. Affected ആയ ആൾക്കാരുടെ മോറൽ റൈറ്റ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് എത്തിക്കൽ ആക്ഷൻ. സോ ഐ എം റിപ്പീറ്റിംഗ് അഗെയിൻ. ഓരോ അപ്രോച്ചസും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യം എപ്പോഴാണ് എത്തിക്കൽ ആവുന്നതെന്നാണ് പറയുന്നത്. റൈറ്റ്സ് അപ്രോച്ചിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം എത്തിക്കലാന്ന് എപ്പോഴാണ് വരുന്നത്? only when the ethical action is said to be when it best protects and respects the moral rights of those affected. ഇവർ നമ്മൾ പഠിച്ചില്ലേ those affected എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, കമ്മ്യൂണിറ്റി, എൻവയോൺമെന്റ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ ആ എഫക്റ്റഡ് ആയ ആൾക്കാരുടെ മോറൽ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ യോർ ആക്ഷൻ ഇസ് സെഡ് ടു ബി എത്തിക്കൽ. ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 1 വായിച്ചേ. എന്താണ് നമ്മൾ താഴത്തെ സെന്റൻസ് വായിക്കുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ദിസ് മോറൽ റൈറ്റ് എന്നൊക്കെ മനസ്സിലാവും. എന്താണ് ഈ മോറൽ റൈറ്റ് എന്നൊക്കെ മനസ്സിലാവും. ഐ ടെൽ യു. ഓക്കെ, മോറൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഹ്യൂമൻ ബീങ്സിനും അവനോന്റേതായ ഡിഗ്നിറ്റി ഉണ്ട്. ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കണം, എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം, എന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെ ആയിരിക്കണം, ഞാൻ റിച്ച് ആയിട്ട് ജീവിക്കണോ, എനിക്കൊരു ആവറേജ് മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിച്ചാൽ മതിയോ, എനിക്ക് പുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നോർമൽ ആയിട്ട് ജീവിച്ചാൽ മതി, ലോവർ മിഡിൽ ക്ലാസ് ആയിട്ട് ജീവിച്ചാൽ മതി, ഓർ ഐ വോണ്ട് ടു ലീഡ് മൈ ലൈഫ് ആസ് എൻ അപ്പർ മിഡിൽ ക്ലാസ്, ഓർ ഐ വോണ്ട് എ സൂപ്പർ ലക്ഷറിയസ് ലൈഫ്. എന്ത് ചോയ്സസ് ഞാൻ എടുക്കണം, അല്ലെങ്കിൽ വാട്ട് ലൈഫ് ദാറ്റ് ഐ ഹാവ് ടു ടേക്ക് എ ഹെഡ്, അല്ലെങ്കിൽ ഞാൻ ഇൻജേർഡ് ആകാൻ പാടില്ല, അല്ലെങ്കിൽ പീപ്പിൾ ഷുഡ് നോട്ട് ബി ജഡ്ജ്മെന്റൽ, എന്റെ പ്രൈവസിയിൽ കൈകടത്താൻ പാടില്ല. ഇതിനൊക്കെയാണ് മോറൽ റൈറ്റ് എന്ന് പറയാം. എന്റെ ലൈഫിൽ ഇടപെടരുത്, ദിസ് ഇസ് മൈ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വിൽ ബി ഡിസൈഡഡ് ബൈ മീ. അതിനെ റെസ്പെക്ട് ചെയ്യുവാണെങ്കിൽ യോർ ആക്ഷൻ ഇസ് സെഡ് ടു ബി എത്തിക്കലി റൈറ്റ്. അതാണ് ദ റൈറ്റ്സ് അപ്രോച്ച് പറയുന്നത്. അപ്പൊ റൈറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ മോറൽ റൈറ്റ് എന്നുള്ള കീ വേർഡ് ആലോചിക്കാം. മോറൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ
ഓരോ ഹ്യൂമൻ ബീങ്സിനും അവനോന്റേതായ ഡിഗ്നിറ്റിയും അവനോന്റേതായ ലൈഫും ഉണ്ട്. ദേ കെൻ ഡിസൈഡ് ഓൺ വാട്ട് ലൈഫ് ദാറ്റ് ദേ വോണ്ട്. അവർക്ക് എങ്ങനെ ജീവിക്കണം, വാട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഞാൻ ഇൻജോർഡ് ആകാൻ പാടില്ല, എന്റെ പ്രൈവസീനെ എനിക്ക് തരണം, എന്റെ പ്രൈവസിയിൽ വേറൊരാൾ കൈകടത്താൻ പാടില്ല. സോ അങ്ങനെ എന്റെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യും. ഇതിനെയാണ് മോറൽ റൈറ്റ്സ് എന്ന് പറയുക. എന്റെ ഈ പറയുന്ന മോറൽ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ യുവർ ആക്ഷൻ ഇസ് സെറ്റ് ടു ബി എത്തിക്കൽ എന്നാണ് റൈറ്റ്സ് അപ്രോച്ച് പറയുന്നത്. Is the meaning clear? And we will read it together. Is the meaning clear? Okay. എന്റെ കൂടെ വായിച്ചേ. ഞാൻ ആ ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന മാത്രം. ഹ്യൂമൻസ് ഹാവ് എ ഡിഗ്നിറ്റി. എല്ലാ ഹ്യൂമനും ഒരു ഡിഗ്നിറ്റി ഉണ്ട്. ബേസ്ഡ് ഓൺ ദർ ഹ്യൂമൻ നേച്ചർ. എന്റെ നേച്ചർ ആയിരിക്കില്ല എബിന്റെ നേച്ചർ, എബിന്റെ നേച്ചർ ആയിരിക്കില്ല ബ്ലെസിന്റെ നേച്ചർ. ഓക്കെ, ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. സോ ഹ്യൂമൻസ് ഹാവ് എ ഡിഗ്നിറ്റി ബേസ്ഡ് ഓൺ ദർ ഹ്യൂമൻ നേച്ചർ or their ability to choose freely what they do with their life. എന്ത് ചൂസ് ചെയ്യണം എന്ന് എന്റെ ഇഷ്ടമാണ്. ദ ലിസ്റ്റ് ഓഫ് മോറൽ റൈറ്റ്. മോറൽ റൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇവിടെ കൊടുത്തിട്ട് ഉണ്ടെന്നേ ഉള്ളൂ. ദ റൈറ്റ് ടു മേക്ക് വൺസ് ഓൺ ചോയ്സ് അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് ടു ലീവ്. എന്ത് ലൈഫാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ടു ബി ടോൾഡ് ദ ട്രൂത്ത്. സത്യം പറയണം. നോട്ട് ടു ബി ഇൻജോർഡ്. ടു എ ഡിഗ്രി ഓഫ് പ്രൈവസി ആൻഡ് സോ ഓൺ. അങ്ങനെ മുന്നോട്ട് പോകുന്നു. മോറൽ റൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സോ മോറൽ റൈറ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. You can write 1 or 2. Degree of privacy എഴുതാം. What kind of life that has to be taken ahead. The choice that I have to make. എന്തേലും ഉള്ള 1 or 2 moral right you can specifically write. അപ്പോ ഈ പറയുന്ന എന്റെ മോറൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ my action is said to be ethically correct. That is what rights approach say. Read. ഈ list of moral rights. ഇതിന്റെ any 2 examples you can write. 2 examples ആണ് ഇവിടെ ഉള്ളത്. കോമ ഇട്ട് പോയിട്ടുണ്ട്. Any 2 you can write. Please take a minute, read the entire rights approach. ആ ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ് കീ വേർഡ്സ്. മോറൽ റൈറ്റ് ഏതെങ്കിലും 2 എണ്ണം റിക്കലക്ട് ചെയ്യണം. Giving you 1 more minute to study. The rights approach. Okay, please tell me what are the key words of the rights approach. Tell me what are the key words of the rights approach. Recollect ചെയ്തിട്ട് വേഗം പറഞ്ഞേ, what are the key words of the rights approach? Correct. Best protects and respects the moral rights of those affected. Correct. ഒരു പോയിന്റേ ഉള്ളോ? ഒറ്റ പോയിന്റേ ഉള്ളോ? Respect of the moral right of those affected. Correct. ഇനിയുണ്ട് 2 പോയിന്റ് ഇവിടെ. എന്തൊക്കെയാണ്?
Correct. Best protects and respects the moral rights of those affected. Human have a dignity based on their ability and wants. Correct. Can you give me any 2 examples of the moral right? Any 2 examples. What do you mean by moral right? Moral right in paramo? Can you please write? What they do with their lives. Correct. Any 2 examples or any 2 points that you can recollect of moral rights? To be told truth. Tasneem, told the truth no parayilla, tell the truth. Allengil to be told truth. To be told truth allengil tell the truth. Okay? Not to be injured, degree of privacy. Correct. Degree of privacy, tell the truth. Okay. ബാക്കിയുള്ളവര് okay. Right to express. Okay. So rights approach, utilitarian approach, clear aanu. We are going for the next approach, the fairness or the justice approach. എന്താണ് fairness? Fairness പറയുമ്പോൾ തന്നെ ആലോചിച്ചോണം. നമ്മൾ പറയില്ലേ എല്ലാവരും ഫെയർ ആയിട്ട് ഡീൽ ചെയ്യുക. ഫെയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഫെയർനെസ് പറയുമ്പോൾ തന്നെ the key word that you have to remember is equal. നോക്കിക്കോ, ഞാൻ പറയില്ലേ Aristotle and other Greek philosophers. അപ്പൊ philosophers suggest that എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി. Philosophers have suggested that or have contributed the idea that all equals should be treated equally. എല്ലാരെയും ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. We pay people എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുക്കുന്നത് based on their hard work. ഓരോ ആൾക്കാര് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. or the greater the amount they contribute to an organization. ഒന്നെങ്കിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ബേസിലാണ് ആൾക്കാർക്ക് നമ്മൾ കാശ് കൊടുക്കാറ്, എംപ്ലോയീസിന് കാശ് കൊടുക്കാറ്. അല്ലെങ്കിൽ എന്തുമാത്രമാണ് അവർ ആ ഓർഗനൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കാറ്. ഇതിനെയാണ് ഫെയർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ മുകളിൽ കുറെ ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, സിഇഒ ഒരു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പുള്ളി പണിയെടുക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും താഴത്തെ നിലയിൽ ഏറ്റവും ലോവർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കർ ജോലി എടുക്കുക. പക്ഷെ സിഇഒനോ CFOനോ ആയിരിക്കും കൂടുതൽ പേയ്മെന്റ് കൊടുക്കുക. ആൻഡ് ദാറ്റ് ഇസ് സെറ്റ് ടു ബി ഫെയർ. അതെങ്ങനെയാണ് ഫെയർ ആവുന്നേ എന്നുള്ള ബേസിസിൽ ചിലവർ ആർഗ്യുമെന്റ് എടുത്തോണ്ട് വരും. അപ്പൊ ചില ഓർഗനൈസേഷൻസ് പറയും അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, ഇപ്പൊ ഇവിടെ എഴുതിയിട്ടില്ലേ ഗ്രേറ്റർ എമൗണ്ട് ദേ കോൺട്രിബ്യൂട്ട്, അവർ കൊടുക്കുന്ന ഐഡിയാസ് അല്ലെ അവർ ഉണ്ടാക്കുന്ന മേജർ ഫിനാൻഷ്യൽ ഡിസിഷൻസ് കാരണമാണ് ഓർഗനൈസേഷൻസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വന്നേക്കാം. സോ ഫെയർനെസ് എന്ന് പറയുന്നത് എസെൻഷ്യലി പേയ്മെന്റ് എന്നുള്ള ബേസിസിൽ മാത്രം പറയാൻ പാടില്ല. പക്ഷെ ജനറലി ഇവിടെ ഫിലോസഫേഴ്സ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കോ നമ്മൾ എന്തുമാത്രമാണോ ഓർഗനൈസേഷൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് പൊതുവെ പേയ്മെന്റ് കൊടുക്കാറ്. അതുപോലെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരെ ഈക്വൽ ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു അപ്രോച്ചിനെ പറയുന്നതാണ് ഫെയർനെസ് അപ്രോച്ച് ഓർ ജസ്റ്റിസ് അപ്രോച്ച്. അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് നമ്മൾ കൂലി കൊടുക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ ഫെയർനെസ് ഓർ ജസ്റ്റിസ് അപ്രോച്ച്. അതായത് സിഇഒയ്ക്ക് മുഴുവൻ കാശ് കൊടുക്കുന്നു, CFOയ്ക്ക് മുഴുവൻ കാശ് കൊടുക്കുന്നു, പണിയെടുക്കുന്ന വർക്കറിന് ഒരു പേയ്മെന്റും ഇല്ല, ഒരു അമ്യൂണിറ്റീസും ഇല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് സെറ്റ് ടു ബി ഫെയർനെസ് അപ്രോച്ച് ഓർ ജസ്റ്റിസ് അപ്രോച്ച്. അയാൾ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് കാശ് കൊടുക്കുന്നുണ്ട്, ഇയാൾ ചെയ്യുന്ന ജോലിക്ക് ഇയാളുടെ കാശ് കൊടുക്കുന്നുണ്ട്. ഒബ്വിയസ്ലി അത് രണ്ടും കൂടെ സെയിം ആവാൻ പറ്റില്ല. He can be a chartered accountant, CFO can be a chartered accountant, a worker can be only a polytechnic. അപ്പൊ അയാൾ ചെയ്യുന്ന ലെവൽ ഓഫ് ജോലി വേറെ, ഇയാൾ CFO അല്ലെ CEO ചെയ്യുന്ന ലെവൽ ഓഫ് ജോലി വേറെ. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദേ ആർ ട്രീറ്റ് ദം ഈക്വലി. അതിനെയാണ് ഫെയർനെസ് ഓർ ജസ്റ്റിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് റീഡ് ദിസ്. യു ക്യാൻ പ്രോബബ്ലി റൈറ്റ് ഫിലോസഫേഴ്സ്. ഇവിടം വരെ വായിച്ചോ. ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ്, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വാട്ട് എവർ ഇസ് ബീൻ ഹൈലൈറ്റഡ് ഇൻ ഗ്രീൻ യു ഹാവ് ടു റൈറ്റ്. So please read what is fairness or justice approach. All equals should be treated equally. We pay people more based on their hard work or the greater amount they contribute to an organization and say that is fair.
One more minute to remember. Fairness or justice approach. One more minute. Clear ano? Keywords, Parne, what are the keywords of fairness or justice approach? And the keywords of fairness or justice approach? All equals should be treated equally. Correct, Arun? Adu matram ullo. Adu matram keyword ullo. Correct. Pay according to their hard work and contribution. Correct. Pay based on hard work or contribution. Correct. Correct. Okay. Recollect ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? Yes or no? Recollect ചെയ്യാൻ പറ്റുന്നുണ്ടോ? Rights approach, utilitarian approach, fairness or justice approach. Okay. Correct. Last on the approach like one of the very important topics ആണ് cover ചെയ്തത്. The common good approach ആണ് last വരുന്നത്. The common good approach. Again, philosophers have contributed, അല്ലെങ്കിൽ philosophers have suggested that, contributed the notion that life in community is a good in itself and our action should contribute to that life. എന്ന് പറഞ്ഞാൽ ആ സെന്റൻസ് മനസ്സിലാക്കാൻ പറ്റും once you understand the remaining part, and we'll come back to the other one. നോക്കാമേ. This approach also calls attention to the common conditions that are important to the welfare of everyone. ഈ approach പറയുന്നത് ചില conditions ഉണ്ട് which are very common. ചില common conditions which are important. നമ്മുടെ ലൈഫിൽ important ആയിട്ട് വരുന്ന ചില common conditions ഉണ്ട്. ആ common conditions നമ്മൾ proper ആയിട്ട് attention കൊടുത്താൽ എല്ലാ കാര്യങ്ങളും proper ആയിട്ട് പൊക്കോളും. എന്താണ് ആ common condition? നോക്കാം. This may be a system of law, effective police and fire departments, healthcare, a public educational system, or even public recreational areas. ഇപ്പം കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. നമ്മുടെ ലൈഫിൽ കുറച്ച് കോമൺ കണ്ടീഷൻസ് ഉണ്ട്, കോമൺ കാര്യങ്ങൾ. അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുവാണെങ്കിൽ, നമ്മൾ എല്ലാവരുടെ ഉപയോഗത്തിന് വരുന്ന കോമൺ കാര്യങ്ങളാണ്. വെൽഫെയർ ഓഫ് എവ്രി വണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കോമൺ കണ്ടീഷൻസ് ഉണ്ട്. ആ പറയുന്ന കോമൺ കണ്ടീഷൻസിന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അറ്റൻഷൻസ് കൊടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ലൈഫിലേക്ക് പ്രോപ്പർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എത്തിക്കലായി മാറും. എന്തൊക്കെയാണ് പറയുന്ന കോമൺ കണ്ടീഷൻസ്, അല്ലെ എന്തൊക്കെയാണ് വിച്ച് ആർ ദോസ് തിങ്സ് ദാറ്റ് കെൻ ബി ഇംപ്രൂവ്ഡ്? നോക്കാം. ദിസ് മേ ബി a system of law. നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് ലോ ആകാം. ഇഫക്റ്റീവ് ആയിട്ടുള്ള പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആകാം. നമ്മുടെ പോലീസ് അല്ലെ നമ്മുടെ ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് നല്ല എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്, നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വെൽഫെയറിന് കുറച്ചുകൂടെ, നമ്മുടെ ആൾക്കാരുടെ വെൽഫെയർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആകും. ഹെൽത്ത് കെയർ സിസ്റ്റംസ് പ്രോപ്പർ ആയിട്ട്, ഇപ്പൊ എല്ലാ ആൾക്കാർക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് കുറച്ചും കൂടെ ഓപ്പൺ ആക്കി പാവപ്പെട്ട ആൾക്കാരെ, മിഡിൽ ക്ലാസ് ആൾക്കാരെയും കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ വരുവാണെങ്കിൽ വെൽഫെയർ ഓഫ് ദി ആൾക്കാരെ കുറച്ചും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ, നമ്മുടെ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മുടെ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ ക്വാളിറ്റി കൂട്ടുക, കുറച്ചും കൂടെ ആൾക്കാർക്ക് ഓപ്ഷൻസ് കൊടുക്കുക, മിക്ക സ്ഥലത്ത് കുറച്ചും കൂടെ ഓപ്പൺ ആക്കുക. എങ്കിൽ നമ്മുടെ ആ കോമൺ മാന്റെ വെൽഫെയറിനെ കുറച്ചുകൂടെ ഇംപ്രൂവ്ഡ് ആകാൻ പറ്റും. അല്ലെങ്കിൽ പബ്ലിക് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ആകാം. എന്ത്, എനി ഓഫ് ഇറ്റ്,
ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. നമ്മൾ എല്ലാവരുടെ ലൈഫിൽ എല്ലാ ഡേ ടു ഡേ ബേസിസിൽ വേണ്ട കാര്യങ്ങളാണ്. ഇതിന് ഒരു അറ്റൻഷൻ കൊടുക്കുവാണെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് എത്തിക്കലി ചെയ്യുന്നു അല്ലെങ്കിൽ എത്തിക്കൽ ആക്ഷൻ ആണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. അതിനെയാണ് കോമൺ ഗുഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. കണ്ടോ, ലൈഫ് ഇൻ കമ്മ്യൂണിറ്റി ഈസ് ഗുഡ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ലൈഫ് നല്ലതാണ്. ആൻഡ് ആക്ഷൻ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് ലൈഫ്. നമ്മുടെ ആക്ഷൻസ് നമ്മുടെ ലൈഫിലോട്ട് അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം? നല്ല സിസ്റ്റം ഓഫ് ലോ കൊണ്ടുവരണം, എഫക്റ്റീവ് പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് കൊണ്ടുവരണം, നല്ല ഹെൽത്ത് കെയർ കൊണ്ടുവരണം, പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരണം, അല്ലെ പബ്ലിക് റിക്രിയേഷണൽ ഏരിയാസ് കൊണ്ടുവരണം. സോ ഇങ്ങനെ കൊണ്ടുവന്നാൽ നമ്മുടെ ആക്ഷൻസ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദാറ്റ് ലൈഫ്. ദിസ് ഇസ് ദ മീനിങ് ഓഫ് കോമൺ ഗുഡ് അപ്രോച്ച്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ യു ആർ സെറ്റ് ടു ബി ഡൂയിങ് എത്തിക്കലി റൈറ്റ്. വായിച്ചോ, കോമൺ ഗുഡ് അപ്രോച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. നിമിത്ത കോമൺ ഗുഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇൻ ദ കമ്മ്യൂണിറ്റി, പൊതുവെ നമ്മുടെ ലൈഫ് നല്ലതാകും പ്രൊവൈഡഡ് നമ്മൾ ആ ലൈഫിലോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ആക്ഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ആർ ലൈഫ് വിൽ ബി ആക്ച്വലി ഗുഡ്. എങ്ങനെയാണ് നമ്മുടെ ആക്ഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ലൈഫിലെല്ലാം കുറച്ച് കോമൺ കണ്ടീഷൻസ് ഉണ്ട്. ആ പറയുന്ന കോമൺ കണ്ടീഷൻസിലോട്ട് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. കൂടുതൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറെ കൂടി ഇംപ്രൂവ്മെന്റ്സ് വരുത്തുക. എന്തൊക്കെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ പറ്റുന്ന ഏരിയ? സിസ്റ്റം ഓഫ് ലോ, നമ്മുടെ സിസ്റ്റം ഓഫ് ലോ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തു പോവുക. നമ്മുടെ സിസ്റ്റം ഓഫ് ലോ അങ്ങനെ ഡെവലപ്പ് ചെയ്യുക വിച്ച് ഇസ് ആക്ച്വലി റെസ്പെക്ടിങ് അല്ലെങ്കിൽ വിച്ച് ഇസ് അഡ്രസ്സിങ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്താണോ വേണ്ടത് അത് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മുടെ സിസ്റ്റംസ് ഓഫ് ലോ ഡെവലപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് എപ്പോഴും വേണം. നമുക്കൊരു ആവശ്യം വന്നാൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതും അവൈലബിൾ ആയിട്ടുള്ള പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് വേണം. നല്ല ഹെൽത്ത് കെയർ വേണം. നല്ല പബ്ലിക് എഡ്യൂക്കേഷണൽ സിസ്റ്റം വേണം. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. നല്ല പബ്ലിക് റിക്രിയേഷണൽ ഏരിയാസ് വേണം. ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എത്തിക്കലി ആണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. വി ആർ ഡൂയിങ് എ കോമൺ ഗുഡ് അപ്രോച്ച്. എല്ലാവർക്കും നന്മ വരണം, എല്ലാവരും നല്ലപോലെ ജീവിക്കണം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ട് കിട്ടണം. അങ്ങനത്തെ ഒരു അപ്രോച്ചിനെയാണ് കോമൺ ഗുഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ നിമിത്ത? നിമിത്ത എന്നല്ലായിരുന്നോ പേര്? ഇസ് ഇറ്റ് ക്ലിയർ? Please try to recollect the keywords of the common good approach. Recollect ചെയ്ത്. Common good approach. Recollect ചെയ്ത points ഏതൊക്കെ? Please write the points first. Correct. Common conditions that are important to the welfare of everyone. So what are the common conditions? What are the common conditions?
systems of law, effective police and fire departments, educational system. Better public educational system, effective police. Okay. ബാക്കിയുള്ളവര് correct. We will just recollect ഇപ്പൊ പഠിച്ച 4 approaches and we'll go for the last approach. എന്നിട്ട് 2 minutes break ആരാവേ. നോക്കിക്കോ, യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ തന്നെ ദ മോസ്റ്റ് ഗുഡ് ആൻഡ് ദ ലീസ്റ്റ് ഹാം, അതിനെയാണ് എത്തിക്കൽ ആക്ഷൻ എന്ന് പറയാ. കോർപ്പറേറ്റ് എത്തിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുഡും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഹാം by for those who are affected by that particular corporate. ആരൊക്കെ ആയിരിക്കും those who are affected by the corporate എന്ന് പറയാ? കസ്റ്റമേഴ്സ് ആകാം, എംപ്ലോയീസ് ആകാം, ഷെയർ ഹോൾഡേഴ്സ്, എൻവയോൺമെന്റ്, community, എന്ത് വേണേലും ആകാം. It also deals with the consequence. What also deals, the utilitarian approach also deals with the consequence. These are the 3 keywords of the utilitarian approach. The rights approach ആണ് philosophers എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? That best protects, നമ്മുടെ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. എന്ത് റൈറ്റ് ആണ്? മോറൽ റൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യണം. കാരണം ഹ്യൂമൻസിന് എല്ലാവർക്കും അവനുடைய ഡിഗ്നിറ്റി ഉണ്ട്. അതായത് എന്റെ ലൈഫ് എങ്ങനെ, മോറൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആയിരിക്കണം, എങ്ങനെ എന്റേത്, എന്റെ ഡിഗ്രി ഓഫ് പ്രൈവസി എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് റൈറ്റ്സ് അപ്രോച്ച്. When it comes to the fairness or the justice approach, fairness എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടത് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ദേ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി ഓർഗനൈസേഷൻ, ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഹാർഡ് വർക്ക്, അവർ എന്ത് ഹാർഡ് വർക്ക് ആണോ എടുക്കുന്നത്, ഓർ വാട്ട് ഇസ് ദാറ്റ് ദേ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി ഓർഗനൈസേഷൻ, അങ്ങനെ വേണം അവരുടെ പേയ്മെന്റ് കൊടുക്കാൻ. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ഫെയർനെസ് ഓർ ജസ്റ്റിസ് അപ്രോച്ച്. അടുത്തത് കോമൺ ഗുഡ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കോമൺ ഗുഡ് വേണ്ടി ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം ചെയ്യാനായിട്ട്. കോമൺ കണ്ടീഷൻസ് എപ്പോഴും ഇംപ്രൂവ് ചെയ്യുക. കോമൺ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള പോലീസ്, ഫയർ ഡിപ്പാർട്ട്മെന്റ്സ് ആകാം, ഗുഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റം, അതായത് പബ്ലിക് എഡ്യൂക്കേഷണൽ സിസ്റ്റം ആകാം, പബ്ലിക് റിക്രിയേഷണൽ ഏരിയാസ് ആകാം, എഫക്റ്റീവ് സിസ്റ്റം ഓഫ് ലോ ആകാം. ഇത് ഇംപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു കോമൺ ഗുഡ് അപ്രോച്ച് എടുത്തു എന്നാണ് അതിന്റെ മീനിങ്. So that we have revised all 4 approaches. Towards the last approach, the virtue approach. Okay, ഇത് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. Virtue approach എന്ന് പറഞ്ഞാൽ എന്താണ്? Ethical actions ought to be consistent with certain ideal virtues that provide for the full development of our humanity. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് പഠിക്കാം. എത്തിക്കൽ ആക്ഷൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. ought to be consistent, they have to be consistent with certain ideal virtues. Virtues പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഗുഡ്നെസ് എന്നാണ്. എവിടെയെങ്കിലും എഴുതിക്കോ. വിർച്യൂസിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ ഗുഡ്നെസ്, നന്മ, ഗുഡ്നെസ്. എത്തിക്കൽ ആക്ഷൻസ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്തുമായിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം? ഐഡിയൽ ആയിട്ടുള്ള ഗുഡ്നെസ്സുമായിട്ട്. ഗുഡ്നെസ് പറഞ്ഞാൽ വിർച്യൂസ് തന്നെ എഴുതണേ, കാരണം വിർച്യൂ അപ്രോച്ച് എന്നാണ്. ഐഡിയൽ ആയിട്ടുള്ള വിർച്യൂസുമായിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം. നന്മയുള്ള ഗുഡ്നെസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകണം. that provide for the full development of our humanity. എങ്ങനത്തെ ഐഡിയൽ വിർച്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കണം? ഐഡിയൽ വിർച്യൂസ് എന്താ? എങ്ങനത്തെ നന്മയുള്ള കാര്യങ്ങളായിട്ടുള്ള കൺസിസ്റ്റൻസി വേണം? which is providing for the development of humanity. ഹ്യൂമാനിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഉള്ള രീതിയിൽ കൺസിസ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള എത്തിക്കൽ ഡിസിഷൻസ് വേണം എപ്പോഴും എടുക്കാനായിട്ട്. ഐ എം റിപ്പീറ്റിംഗ് അഗൈൻ, എത്തിക്കൽ ഡിസിഷൻസ് are ought to be consistent. അവർ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം with ideal virtues. virtues എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ്. എങ്ങനത്തെ ഐഡിയൽ വിർച്യൂസ് ആയിരിക്കണം? which provide development of our humanity. These virtues are, എന്തൊക്കെയാണ് ഈ പറഞ്ഞ വിർച്യൂസ് എന്ന് പറയുന്നത്? ഡിസ്പൊസിഷൻസ്. ഡിസ്പൊസിഷൻസ് എന്ന് പറയുന്ന വാക്ക് തന്നെ എക്സാമിന് ഉപയോഗിക്കണം. ഡിസ്പൊസിഷൻസിന്റെ മീനിങ് ഞാൻ പ്രാക്ടിക്കൽ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടർ എന്നാണ് അർത്ഥം. ഡിസ്പൊസിഷൻസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കണം, ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ബീങ് ഗിവൺ ഇൻ ദ സ്റ്റഡി മെറ്റീരിയൽ. ഡിസ്പൊസിഷന്റെ അർത്ഥം എന്ന് പറയുന്നത് ക്യാരക്ടർ. വിർച്യൂസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നന്മ എന്ന് പറയുന്നത് നല്ല ക്യാരക്ടർ ആയിരിക്കണം, നല്ല ഹാബിറ്റ് ആയിരിക്കണം, വിച്ച് എനേബിൾ അസ് ടു ആക്ട് അക്കോർഡിംഗ് ടു ഹൈയസ്റ്റ് പൊട്ടൻഷ്യൽ ഓഫ് അവർ ക്യാരക്ടർ. അങ്ങനത്തെ ക്യാരക്ടറും അങ്ങനത്തെ ഹാബിറ്റും ആയിരിക്കണം വിച്ച് ഇംപ്രൂവ്സ് അവർ ക്യാരക്ടർ. അങ്ങനത്തെ ക്യാരക്ടർ നമ്മൾ പറയില്ലേ, ഇയാളാണ് എന്റെ റോൾ മോഡൽ,
I have to be like that person. ഇപ്പൊ ഞാൻ പറയും I have a teacher who is my role model. എനിക്ക് എന്തെങ്കിലും പുള്ളിയെ പോലെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് പോലെ, so that is my ideal person എന്ന് പറയുന്ന പോലെ നമ്മൾ ക്യാരക്ടർ എടുക്കാൻ നേരത്തും we have to keep such ideal virtues. അങ്ങനത്തെ ആൾക്കാരുടെ ക്യാരക്ടർ എടുക്കണം, അങ്ങനത്തെ ആൾക്കാരുടെ ഹാബിറ്റ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കണം, വിച്ച് വിൽ ഇംപ്രൂവ് അവർ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ. നമ്മുടെ ഉള്ളിലെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടർ ഇംപ്രൂവ്മെന്റ്സ് വേണം നമ്മൾ കൊണ്ടുവരാൻ. അങ്ങനത്തെ അപ്രോച്ചിനെയാണ് വിർച്യൂ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ വിർച്യൂ അപ്രോച്ച് മീൻസ് എത്തിക്കൽ ആക്ഷൻസ് ഹാവ് ടു ബി കൺസിസ്റ്റന്റ് വിത്ത് ഐഡിയൽ വിർച്യൂസ്. വിർച്യൂസ് എന്ന് പറഞ്ഞാൽ ഗുഡ്നെസ്. എങ്ങനത്തെ വിർച്യൂസ് ആയിരിക്കണം? വിച്ച് പ്രൊവൈഡ് ഫോർ ഫുൾ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമാനിറ്റി. ഈ വിർച്യൂസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡിസ്പൊസിഷൻസ് ആണ്. ഡിസ്പൊസിഷൻസ് പറഞ്ഞ ക്യാരക്ടേഴ്സ് ആൻഡ് ഹാബിറ്റ്സ് വിച്ച് എനേബിൾ അസ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ഓഫ് ആർ ക്യാരക്ടർ. നമ്മുടെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ രീതിയിൽ പെരുമാറാൻ പറ്റുന്ന രീതിയിലുള്ള വിർച്യൂസ്, അതായത് ഗുഡ്നെസ് ആയിരിക്കണം ഈ അപ്രോച്ച് പറയുന്നത്. നോക്കിക്കോ, ദ വിർച്യൂ അപ്രോച്ച്. റീഡ് അഗൈൻ. നല്ല ഓണസ്റ്റി. പല എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യു ക്യാൻ ടേക്ക് എനി ഓഫ് ദി എക്സാമ്പിൾ. വിർച്യൂസിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഓണസ്റ്റി ആകാം, കറേജ് ആകാം, ടോളറൻസ് ആകാം. നല്ല ദേഷ്യമുള്ള ആൾക്കാരാണ് ദേഷ്യം കുറയ്ക്കുക, സ്നേഹമില്ലാത്ത ആൾക്കാരാണ് സ്നേഹം കൂട്ടുക, ഫിഡിലിറ്റി ആകാം, ഇന്റഗ്രിറ്റി ആകാം, എനിത്തിങ്. ദീസ് ആർ ദ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓഫ് വിർച്യൂസ്. ഗുഡ്നെസ് വിർച്യൂസിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. യു ക്യാൻ റിമെമ്പർ എനി 1 or 2. ഓണസ്റ്റി, കറേജോ, ഫെയർനെസ്, സെൽഫ് കൺട്രോളോ എന്തെങ്കിലും ഇഷ്ടമുള്ള 2 ഓർത്തിരുന്നു. These are all examples of virtues. Last 1 minute to recollect the keywords. Last 1 minute. Please study 1 or 2 examples of virtues. ഏതെങ്കിലും. Honesty, courage, love. Virtues അർത്ഥം goodness, നന്മ. ഡിസ്പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. ഇത് ബ്രാക്കറ്റ് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിസ്പൊസിഷന്റെ മീനിങ് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. Please write the keywords of the virtue approach. Write the keywords of the virtue approach. Write the keywords. Correct. എല്ലാരും എഴുതിയിട്ടുണ്ടല്ലോ കീവേഡ് കറക്റ്റ് ആയിട്ട്. ഈ ആൾക്കാർ എഴുതാണ്ടല്ലോ, എന്ത് ചെയ്യും? കറക്റ്റ്. ഡിസ്പൊസിഷൻസ് പറഞ്ഞാൽ എന്തായിരുന്നു? വാട്ട് യു മീൻ ബൈ ഡിസ്പൊസിഷൻസ്? ഡിസ്പൊസിഷൻസിന്റെ അർത്ഥം എന്താ? What do you mean by virtues?
വിർച്യൂസിന് അർത്ഥം എന്താ? ഗുഡ്നെസ്. പക്ഷേ ഗുഡ്നെസ്സും ക്യാരക്ടറിനും ആണോ എക്സാമിനകത്ത് എഴുതണ്ടേ? എന്താ 2 കീവേർഡ് സ്പെസിഫിക്കലി എഴുതണമെന്ന് ഞാൻ പറഞ്ഞേ? മീനിങ് ഞാൻ പറഞ്ഞു തന്നു. സോ വാട്ട് ആർ ദ 2 that keywords that you have to specifically write? Correct. അപ്പം ഈ പറഞ്ഞ എല്ലാ അപ്രോച്ചസും റികളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ അപ്രോച്ചസും. അപ്രോച്ചസിന്റെ പേര് മാത്രം എഴുതാമോ? Can you write the 5 approaches and we'll have a 2 minutes break? Can you just tell me what are the different 5 approaches? പേര് മാത്രം. കറക്റ്റ്. റൈറ്റ് അപ്രോച്ചിന്റെ വേറൊരു പേരൂടെ ഉണ്ടായിരുന്നേ. ശ്രീലക്ഷ്മി എഴുതിയിട്ടുണ്ട്. റൈറ്റ്സ് അപ്രോച്ചിന്റെ വേറെ ഒരു പേരും കൂടെ ഉണ്ടായിരുന്നു. കെൻ യു പ്ലീസ് റൈറ്റ് വാട്ട് ഇസ് ദി അതർ നെയിം ഓഫ് റൈറ്റ്സ് അപ്രോച്ച്? ഓക്കെ, കറക്റ്റ്. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയണം. എന്നിട്ട് അതിന്റെ കൂടെ എന്താണ് വാട്ട് ഇസ് ദാറ്റ്. ഇപ്പൊ കറക്റ്റ് ഇൻകറക്റ്റ് ആണെങ്കിൽ വാട്ട് ഇസ് ദാറ്റ് എക്സ്പ്ലനേഷൻ എഴുതുക. കറക്റ്റ് ആണ് എക്സ്പ്ലനേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഐ ഗിവ് യു 2 minutes ബ്രേക്ക്. ശ്രദ്ധിച്ചു കേട്ടോണേ. Rights approach means treating equal people equally. Rights approach means treating equal people equally. Is the statement correct or incorrect? If the statement is incorrect, Arun incorrect എഴുതിയേക്കുവാണ്, please also write the explanation to it. Correct ആണെങ്കിൽ explanation ഒന്നും എഴുതണ്ട. If it's incorrect, please write the explanation to it. Correct. ഓരോ അപ്രോച്ചസിന്റെയും കീവേർഡ്സ് ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ കിട്ടുന്നുണ്ടോ? അപ്പോ everyone, are you able to recollect all keywords? Ethics, difference between ethics and moral, nature of ethics. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച 5 approaches of ethical standards. ഒരു കുഴപ്പമില്ല. All of you are able to recollect all 4 topics. Okay. നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്യണ്ട. Just take 2 minutes break. Just take 2 minutes break. Log out ചെയ്യണ്ട. Just take 2 minutes break. Okay. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എഴുതാം കേട്ടോ. എനിത്തിങ് ദാറ്റ് യു ഹാവ് എ ഡൗട്ട് യു കെൻ ആസ്ക്. In this break, if you want to ask something, you can ask. നോഷൻ എന്ന് പറഞ്ഞാൽ ബിലീഫ്, നമ്മുടെ ബിലീഫ് ആന്ന് പറയില്ലേ, ദ ബിലീഫ്, ദ ഐഡിയ എന്നൊക്കെ പറയുന്നതിനാണ് നോഷൻ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ദ ബിലീഫ് ഓർ ഇറ്റ് ക്യാൻ ബി ദ ഐഡിയ.
കുറച്ചൊക്കെ കോൺഫിഡന്റ് ആവുന്നുണ്ടോ? 4 ടോപ്പിക് കഴിഞ്ഞപ്പോ എത്തിക്സ് ഗെറ്റിംഗ് എ ലിറ്റിൽ കോൺഫിഡന്റ്? പേടി കുറച്ചൊക്കെ മാറുന്നുണ്ടോ? ഒരു തവണയും കൂടെ ഒക്കെ വായിച്ചു കഴിയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു റിക്കലക്ട്. ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ എങ്കിലും. ഇന്നിപ്പം 9 o'clock കഴിഞ്ഞ് വായിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. രാത്രിയിൽ ഒന്നുകൂടെ വായിക്കാന്ന് പറയുമ്പോൾ രാവിലെ നാളത്തെ ഈവനിങ് ക്ലാസ്സിന് മുന്നേ ആയിട്ട് യു ഹാവ് ടു റീഡ് ദിസ് ഇൻ കം സോ ദാറ്റ് യു വിൽ റിമെമ്പർ. Okay, so we will go ahead. ഇനി അങ്ങോട്ടുള്ള എല്ലാം ഭയങ്കര സിമ്പിൾ ടോപ്പിക്സ് ആണ്. ബിസിനസ് എത്തിക്സ് ആണ്. ഇപ്പൊ ഇത്രയും നേരം കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറയാം. എത്തിക്സ് എന്താന്ന് ചോദിച്ചാൽ ബിസിനസ് എത്തിക്സ് എന്താന്ന് എഴുതും. ബിസിനസ് എത്തിക്സ് എന്താന്ന് ചോദിച്ചാൽ എത്തിക്സ് എന്താന്ന് എഴുതും. വൈസ് വേഴ്സ ആണ് എപ്പോഴും എഴുതാറ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എഴുതും. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. എത്തിക്സ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഴുതിയ 2 പോയിന്റ് മാത്രം. ഒത്തിരി ഡെഫിനിഷൻസ് ഉണ്ട്, ഗുഡ് ഓർ ബാഡ് എന്നുള്ള ഡെഫിനിഷൻ. അതുപോലെ ഇറ്റ് ഇസ് ബി ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. അതാണ് എത്തിക്സിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ. വാട്ട് യു മീൻ ബൈ ബിസിനസ് എത്തിക്സ് ചോദിച്ചാൽ ഇതാണ് ബിസിനസ് ഫോളോ ചെയ്യേണ്ട എത്തിക്സ്. അതിനാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയാം. നോക്കാം. It is a well accepted fact that ethical behavior creates a positive reputation. അതായത് നല്ല രീതിയിൽ എത്തിക്സ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷന്റെ ബ്രാൻഡ് ഇമേജ് കൂടും, അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ കൂടും എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കൂടും. എവ്രി വൺ വിൽ ഹാവ് എ ട്രസ്റ്റ് ഓൺ ഇറ്റ്. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, സോ യു വിൽ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അവർ നല്ല കറക്റ്റ് ആയിട്ട് ഡിവിഡൻഡ് ഒക്കെ പേ ഔട്ട് ചെയ്യുന്നുണ്ട്. എനിക്കെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു മിസ്റ്റേക്കും ഇതുവരെ വരുത്തിയിട്ടില്ല അവർ. I will always recommend that particular company to my friend or to my relative because they are ethical. അവർ പറഞ്ഞ കാര്യം, അവർ എന്താണോ പറഞ്ഞത് അവർ അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ റെക്കമെൻഡ് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു പ്രൈവറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഞാൻ കുറച്ച് കാശ് കടമല്ല, ഞാൻ കാശ് കുറച്ച് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. എനിക്ക് അതിനകത്ത് ഒരു ഡിഫോൾട്ടും വരുത്തിയിട്ടില്ല. എന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിനകത്തും ഡിഫോൾട്ട് വരുത്തിയില്ല. റീപേയ്മെന്റ് സമയത്ത് ഇൻട്രസ്റ്റ് എമൗണ്ടിനകത്തും തിരിച്ചു തരുന്ന സമയത്ത് ഒരു ഡിഫോൾട്ടും വരുത്തിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് അതേപോലെ വേറൊരാൾ പോവുകയാണെങ്കിൽ അല്ലെ വേറൊരാൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഐ വിൽ ഓൾവേസ് ടെൽ ഗുഡ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അപ്പൊ എത്തിക്കലി ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ എപ്പോഴും ആൾക്കാർ റെക്കമെൻഡ് ചെയ്യും. എങ്ങനെ റെക്കമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് റെപ്യൂട്ടേഷൻ വിച്ച് ഇസ് എക്സ്പാൻഡിങ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രോഫിറ്റ്. റെപ്യൂട്ടേഷൻ കൂടുന്ന കമ്പനീസിന്റെ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും എക്സ്പാൻഡ് ആയിരിക്കും ഫോർ പ്രോഫിറ്റ്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് വൺ. അപ്പൊ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിക്ക് എപ്പോഴും ഇറ്റ് ക്രിയേറ്റ്സ് എ പോസിറ്റീവ് റെപ്യൂട്ടേഷൻ which expands the opportunities for profit. Point number 1. Point number 2, I'll give you time to read. An organization is not only its building. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിന്റെ ബിൽഡിംഗ്, അതിന്റെ അസറ്റ്സ്, അതിന്റെ ക്യാപിറ്റൽ, അതിന്റെ പ്രോഫിറ്റ് എന്ന് മാത്രമല്ല ഓർഗനൈസേഷന്റെ അർത്ഥം. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിവിങ്. അത് ജീവനുള്ളൊരു ഇതാണ്. ജീവനുള്ളതെന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ ജീവനുള്ളതെന്നല്ല. ഇറ്റ് ഹാസ് ലൈഫ്. ഇറ്റ് ഈസ് ക്രിയേറ്റീവ്, ഇവോൾവിംഗ്. അതായത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയത്തില്ലേ, അതുപോലെ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് സെഡ് ടു ബി ലിവിങ്. ഇറ്റ് ഇസ് ക്രിയേറ്റീവ്, ഇവോൾവിംഗ് ഓവർ ദ ടൈം. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. ആൻഡ് ഹാവിംഗ് എ വിഷൻ. മിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം, വിഷൻ എന്ന് പറഞ്ഞാൽ ലോങ് ടേം. ഹാവിംഗ് എ വിഷൻ about its future role in the society, nation and the world. അപ്പൊ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ബിൽഡിംഗ്, അതിന്റെ അസറ്റ്, അതിന്റെ ക്യാപിറ്റൽ, അതിന്റെ പ്രോഫിറ്റ് എന്ന് മാത്രമല്ല. ഇറ്റ് ഈസ് ലിവിങ്, ഇറ്റ് ഈസ് ഇവോൾവിംഗ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ഇറ്റ് ഈസ് ക്രിയേറ്റീവ്, ഇറ്റ് ഈസ് ഹാവിംഗ് എ വിഷൻ അബൌട്ട് ഇറ്റ്സ് ഫ്യൂച്ചർ. അതിന്റെ സൊസൈറ്റിയിൽ, നേഷനിൽ, വേൾഡിൽ. അങ്ങനത്തെ ഒരു കാര്യത്തിനാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയുക. ഓർഗനൈസേഷൻ എപ്പോഴും ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇറ്റ് ഓൾവേസ് ക്രിയേറ്റ്സ് എ പോസിറ്റീവ് റെപ്യൂട്ടേഷൻ വിച്ച് ഇസ് എക്സ്പാൻഡിങ് ദി ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി പ്രോഫിറ്റ്. പാരഗ്രാഫ് നമ്പർ 1 വായിച്ചോ. ഞാനത് ഗ്രീനിൽ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ, ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. വായിച്ചോ.
ക്ലിയർ ആണോ? All of you? കഴിഞ്ഞിട്ടില്ല കേട്ടോ. We'll do this together and then we'll ask questions. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഒരു ഓർഗനൈസേഷൻ എത്തിക്കൽ ആണോ അല്ലയോ നോക്കേണ്ടത് എന്ത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് ആ ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളാണ് അവരുടെ എംപ്ലോയീസ് ചെയ്യുന്നത്, അതായത് എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങള് സൊസൈറ്റീനെയോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയോ എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കണം. ഇല്ല, എല്ലാം പ്രോപ്പർ ആയിട്ടാണ് നടക്കുന്നത്. അവർ ഓഫർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഒരിക്കലും എപ്പോഴും സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എംപ്ലോയീസ് ചെയ്യുന്ന ആക്ഷൻസ് ഒരിക്കലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയോ സൊസൈറ്റിനെയോ ബാധിക്കുന്നില്ല എങ്കിൽ ദി ഓർഗനൈസേഷൻ ഇസ് സെറ്റ് ടു ബി വർക്കിംഗ് എത്തിക്കലി. അല്ല, എംപ്ലോയീസിന്റെ ആക്ഷൻസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ബാധിക്കുന്നുണ്ട്, സൊസൈറ്റിനെ ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് ഓർഗനൈസേഷൻ ഓഫർ ചെയ്യുന്നത് വിച്ച് ഇസ് നോട്ട് പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ്, അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് ഓഫറിംഗ് എനിത്തിങ് ടു ദ സൊസൈറ്റി, എങ്കിൽ ഓർഗനൈസേഷൻ ഇസ് നോട്ട് സെറ്റ് ടു ബി വർക്കിംഗ് എത്തിക്കലി. ക്ലിയർ ആണല്ലോ? ബിസിനസ് ഇസ് സെറ്റ് ടു ബി വർക്കിംഗ് എത്തിക്കലി ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഇറ്റ് ഓഫേഴ്സ് ടു ദ സൊസൈറ്റി. What actions are done by the employees that is affecting the stakeholders and the society as a whole. അതുപോലെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്യുക. കോഡ് ഓഫ് കണ്ടക്ട് എന്താന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ പഠിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എഴുതി വെച്ചേക്കാം, ഇങ്ങനെയാണ് ഓർഗനൈസേഷൻസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന സ്റ്റാൻഡേർഡ്സ് ആണ് ഈ പറയുന്ന ഓർഗനൈസേഷന്റെ എംപ്ലോയീസ് കംപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എഴുതി വെച്ചേക്കുന്ന ഒരു കോഡിനെയാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്, വാട്ട് ഡു യു മീൻ ബൈ കോഡ് ഓഫ് കണ്ടക്ട്? അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ പഠിക്കും. സോ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിട്ട് എംപ്ലോയീസിനൊക്കെ കൊടുത്തിട്ട് പറയാ, യു ആർ സപ്പോസ് ടു കംപ്ലൈ ദിസ് ആൻഡ് വർക്ക് ഇൻ ദി ഓർഗനൈസേഷൻ. അങ്ങനെയൊക്കെ കൊടുത്ത് ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുകയാണ്, കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരമാണ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദി ഓർഗനൈസേഷൻ ഓർ ബിസിനസ് ഇസ് സെറ്റ് ടു ബി വർക്കിംഗ് എത്തിക്കലി. നോക്കിക്കോ, ഇത് being ethical in business requires with an awareness of അങ്ങനെ എഴുതണ്ട. Being ethical in a business require what products and services of an organization are offered to the society, the actions of the employees, how it can affect the stakeholders and society as a whole, also developing the code of conduct for doing the business in an ethical manner. ഇതിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് നന്നായിട്ട് ഓഫർ ചെയ്യുക, ആക്ഷൻസ് ഓഫ് ദി എംപ്ലോയീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും സൊസൈറ്റിനെയും ബാധിക്കാതിരിക്കുക, കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്യുക, എങ്കിൽ ദി ബിസിനസ് ഇസ് സെറ്റ് ടു ബി വർക്കിംഗ് എത്തിക്കലി. വായിച്ചോ, തന്നെ സെന്റൻസ് ഫ്രെയിം ചെയ്യാം. 3 കീവേഡ്സ് മാത്രം വന്നാൽ മതി. 1 minute. ക്ലിയർ? ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്? ബിസിനസ് എത്തിക്സ്
What all you can recollect from business ethics? Creates a positive reputation, ethical behavior. Okay. Acting with an awareness, actions of its employees, developing code of conduct. Okay. Where? Creates positive reputation that expand opportunity for profit. Okay. അത് മാത്രം റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളോ? Role in the nation and the world. Being ethical requires how the products and services, action of employees can affect stakeholders in society. Very good. Business ethicsum ഒരേ definition എഴുതി വെക്കോ? What do you mean by business ethics? What do you mean by ethics and ചോദിച്ചാൽ same definition എഴുതി വെക്കോ? Did you understand the difference? Ethics എന്താന്ന് അറിഞ്ഞാൽ മാത്രമേ business ethics എന്താന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. Okay. എന്തിനാണ് ബിസിനസ് എത്തിക്സ് വേണ്ടത്? ഇതൊരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയും സിമ്പിൾ ആയിട്ട് തന്നെ ഓർത്തിച്ചാൽ മതി. ദർ ഇസ് നത്തിങ് കോംപ്ലിക്കേറ്റഡ് ഇൻ ഇറ്റ്. തന്നെ ഓൺ സെന്റൻസിൽ എഴുതാം. ഇതിനകത്ത് 1-2 വാക്കുകൾ മാത്രം വന്നുവെച്ചാൽ മതി. മഹാത്മാഗാന്ധി ചില കാര്യങ്ങൾ സിൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിൽ ബി സ്റ്റഡിങ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ. അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ബിസിനസ് എത്തിക്സ് വന്നേക്കുന്നത്. മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് ആർ നേഷൻ, സേസ് ദാറ്റ് അക്കോർഡിംഗ് ടു ഹിം a businessman has to act only as a trustee of the society. Businessman എപ്പോഴും സൊസൈറ്റിയുടെ ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യാൻ പാടുള്ളൂ. ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, ബിസിനസ്മാന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ബിസിനസ്മാൻ എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് ചെയ്യുന്നത് എവിടാണ്? എൻവയോൺമെന്റിലാണ്. ഈ എൻവയോൺമെന്റിൽ ചെയ്യാൻ നേരത്തെ ആരുടെ റിസോഴ്സസ് ആണ് ഉപയോഗിച്ചേക്കുന്നത്? സൊസൈറ്റിയുടെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സൊസൈറ്റിയുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ബിസിനസ്മാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അയാൾ ചെയ്യുന്ന ബിസിനസ് ഷുഡ് ഓൾവേസ് പ്രൊട്ടക്ട് ദ സൊസൈറ്റി, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ് മാത്രമേ ആ ബിസിനസ്മാൻ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് മഹാത്മാഗാന്ധി, ദ ഫാദർ ഓഫ് ആ നേഷൻ, പറയാണ് ബിസിനസ്മാൻ ഇസ് ജസ്റ്റ് ഓൺലി എ ട്രസ്റ്റി ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ വെറും ഒരു ട്രസ്റ്റിയാണ്. അയാൾ എന്ത് ബിസിനസ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ he should do only such business which protects the interest of the society. സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ് മാത്രമേ ബിസിനസ്മാൻ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഹി ഈസ് എ ട്രസ്റ്റി. ഈ കീവേഡ് ഓർത്തച്ചാൽ മതി. ചുമ്മാ വായിച്ചു വിടാം, നോക്കിക്കോ. മഹാത്മാഗാന്ധി, അക്കോർഡിംഗ് ടു ഹിം, a businessman has to act only as a trustee of the society for whatever he has gained from the society. എന്തായാലും സൊസൈറ്റിയുടെ അടുത്തുനിന്ന് മേടിച്ചാലും he can only act as a trustee of the society. Everything finally belongs to the society. എല്ലാം അൾട്ടിമേറ്റ്ലി ആർക്ക് ബിലോങ് ചെയ്യുന്നതാണ്? സൊസൈറ്റിക്ക് ബിലോങ് ചെയ്യുന്നതാണ്. Business ethics is a set of principles or reasons which should govern the conduct of business. Repeat again, ende koode split ചെയ്ത് പഠിച്ചു. Business ethics is a set of principles or reasons which should govern the conduct of business. ഇങ്ങനെ വേണം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ പറയുന്ന പ്രിൻസിപ്പിൾസിനെയോ റീസൺസിനെയോ ആണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ ബിസിനസ് എത്തിക്സ് ഇസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓർ റീസൺ വിച്ച് ഷുഡ് ഗവേൺ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. ഇങ്ങനെ വേണം ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ റീസൺസിനെയാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. നോക്കിക്കോ, വായിച്ചോ. മറ്റത് തന്നെ എഴുതാം കേട്ടോ. മഹാത്മാഗാന്ധി എന്താണ് പറയുന്നത്? ട്രസ്റ്റി എന്നാണ് പറയുന്നത്. എന്ത് ചെയ്താലും സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ബിലോങ്സ് ടു ദ സൊസൈറ്റി ഓൺലി. Now, what do you mean by business ethics? Business ethics is a set of principles or reasons which govern the conduct of the business. Read both.
സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. ഞാനൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ കൺസ്യൂമേഴ്സിന് നല്ല പ്രോഡക്റ്റ് കൊടുക്കുന്നില്ല, പക്ഷെ അവരുടെ അടുത്തുനിന്ന് നല്ല കാശ് മേടിക്കുന്നുണ്ട്, നല്ല പ്രോഡക്റ്റ് അല്ല ഓഫർ ചെയ്യുന്നത്. ഈ കൺസ്യൂമേഴ്സ് ഇല്ലെങ്കിൽ എനിക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എന്റെ പ്രോഡക്റ്റിനെ വേറൊരാൾ റെഫർ ചെയ്യില്ല. സോ ഐ ഹാവ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. എന്റെ എംപ്ലോയീസിന് ഞാൻ ഒരു ബെനിഫിറ്റും കൊടുക്കുന്നില്ല, ദേ വിൽ നോട്ട് ബി മോട്ടിവേറ്റഡ് ടു വർക്ക് ഇൻ മൈ ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത്. വി ആർ ലിവിംഗ് ഇൻ എ കമ്മ്യൂണിറ്റി. സോ ആ കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനെയാണ് സൊസൈറ്റി അറ്റ് ലാർജ് എന്ന് പറയുന്നത്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ കൺസ്യൂമേഴ്സ് കാണും, എംപ്ലോയീസ് കാണും, കമ്മ്യൂണിറ്റി കാണും. ടേക്ക് എ മിനിറ്റ്, റീഡ് വാട്ട് ഇസ് എ നീഡ്. പിന്നെയും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്? വാട്ട് ഇസ് എ നീഡ് ഫോർ ബിസിനസ് എത്തിക്സ്? ബിസിനസ് എത്തിക്സിന്റെ നീഡ് എന്താണ്? ബിസിനസ് എത്തിക്സ് പറയുന്നത് ട്രസ്റ്റീസ് ആണ് ബിസിനസ്മാൻ, എപ്പോഴും സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയേ ചെയ്യാൻ പാടുള്ളൂ. സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം. അതുകൊണ്ടാണ് ബിസിനസ് എത്തിക്സ് വേണമെന്ന് പറയുന്നത്. Clear all of you? Can you recollect the two keywords? Need for business ethics നാത്തെ രണ്ട് keywords. What do you mean by business ethics? Full ആയിട്ട് എഴുതണം. ബിസിനസ് എത്തിക്സ് എന്താണെന്ന് എഴുതണം. പിന്നെ ബിസിനസ് എത്തിക്സ് എന്തിനാണ് വേണ്ടത്, മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത് എന്നുള്ള keywords. Please write what is the need of business ethics. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വേഗം ആയിക്കോട്ടെ, പെട്ടെന്ന് റിക്കളക്ട് ചെയ്യേണ്ടതാണല്ലോ. ശ്രീലക്ഷ്മി, കീവേഡ് ആയിട്ട് എഴുതുമ്പോൾ പ്രശ്നമില്ല. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി അല്ലെ മഹാത്മാഗാന്ധി സേസ് ദാറ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, കറക്റ്റ്. ബാക്കിയുള്ളവര് എന്താണ് നീഡ് ഫോർ ബിസിനസ് എത്തിക്സ്? മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത്? വാട്ട് ഇസ് ബിസിനസ് എത്തിക്സ്? കറക്റ്റ്, correct. Should be correct. Nimitta, Mahatma Gandhi says that. Correct. And the Arun, Tasneem, Ebin. Clear ആണോ ഇവിടം വരെ? ക്ലിയർ ആണോ all of you? കറക്റ്റ് അല്ലേ? റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്? വാട്ട് ഇസ് ദ നീഡ് ഓഫ് ബിസിനസ് എത്തിക്സ്? ഓക്കെ, നീഡും ബെനിഫിറ്റ്സും മാറിപ്പോരുത്. കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഐ ഹവ് ടേക്കൺ 6 points, കാരണം 5 മാർക്സിന് ക്വസ്റ്റ്യൻ വരാറുള്ളൂ. സോ 6 പോയിന്റ് പഠിക്കും. 6 പോയിന്റ് പഠിച്ചാലേ നമുക്ക് 5 പോയിന്റ് റിക്കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഐ ഹാവ് written here 5 points. You have to remember these points.
അകത്തേത് ഓർക്കണ്ടെന്നല്ല, അകത്തേത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്, യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസ്. ഓക്കെ, ഈ പറയുന്ന ഈ പോയിന്റ്സ് യു ഹാവ് ടു റിക്കളക്ട്. അത് മറന്നു പോകാൻ പാടില്ല, അത് ഓൺ സെന്റൻസിൽ എഴുതാൻ പാടില്ല. പോയിന്റ് മാത്രം എഴുതി വെച്ചിട്ട് വരല്ല, യു വിൽ നോട്ട് ഗെറ്റ് മാർക്ക്. അപ്പൊ നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് ബിസിനസ് എത്തിക്സ്? ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു ഓർഗനൈസേഷൻസിന് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജ്, ഒരു ഓർഗനൈസേഷന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? മറ്റേത് നമ്മൾ പഠിച്ചത് എന്തിനാണ് ബിസിനസ് എത്തിക്സ് വേണ്ടത്, നീഡ് ഫോർ ബിസിനസ് എത്തിക്സ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ ഓർഗനൈസേഷൻസിന് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെ ആയിരിക്കും എന്നാണ് പഠിക്കാൻ പോകുന്നത്. സോ രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. നീഡ്, ഇത് ബെനിഫിറ്റ്സ്. നമ്പർ 1, ഇംപ്രൂവ്ഡ് സൊസൈറ്റി. ആദ്യം പോയിന്റ്സ് പഠിക്കാം, അപ്പൊ യു വിൽ ബി ഏബിൾ ടു റിക്കളക്ട്. എന്റെ കൂടെ തന്നെ പറഞ്ഞു പോക്കോ. ഇംപ്രൂവ്ഡ് സൊസൈറ്റി കിട്ടും. ഇംപ്രൂവ്ഡ് സൊസൈറ്റി എന്തായിരിക്കും? നമുക്ക് ഓർത്തെടുക്കാം, പോയിന്റ്സ് വരാം. ഇംപ്രൂവ്ഡ് സൊസൈറ്റി. 2, സ്ട്രോങ് ടീം വർക്ക് ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. സ്ട്രോങ് ആയിട്ടുള്ള ടീം വർക്കും ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റിയും കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഓർഗനൈസേഷൻസിന്റെ അകത്ത് നടക്കാൻ പോകുന്ന സംഭവമാണ്. നല്ല ടീം വർക്ക് ഉണ്ടാകും, ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റിയും കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ സൊസൈറ്റിയെ പറ്റി പഠിച്ചേ, ഇംപ്രൂവ്ഡ് സൊസൈറ്റി. പിന്നെ ഓർഗനൈസേഷന്റെ അകത്ത് നടക്കാൻ പോകുന്ന ബെനിഫിറ്റ് ആണ് നല്ല ടീം വർക്ക് ആയിരിക്കും. ടീം വർക്ക് വരുന്നതോടുകൂടി ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ആകും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ ഓർഗനൈസേഷൻ അകത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെ പറ്റിയാണ് എൻഹാൻസ്ഡ് എംപ്ലോയി ഗ്രോത്ത്. എംപ്ലോയി ഗ്രോത്ത് കൂടും. ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ പഠിച്ചു. ആദ്യം നമ്മൾ സൊസൈറ്റിയെ പറ്റിയാ പഠിച്ചേ, ഇംപ്രൂവ്ഡ് സൊസൈറ്റി. പിന്നെ ഓർഗനൈസേഷൻ അകത്ത് എന്തോ കാര്യം നടക്കാൻ പോവാണ്, സ്ട്രോങ് ടീം വർക്ക് കിട്ടും, ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ആകും അതോടുകൂടി. പിന്നെയും ഓർഗനൈസേഷൻ അകത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എൻഹാൻസ്ഡ് എംപ്ലോയി ഗ്രോത്ത്. എംപ്ലോയി ഗ്രോത്ത് കൂടുന്നു. ഓക്കെ, അടുത്തത് എത്തിക്സ് പ്രോഗ്രാം ഹെൽപ്പ് ഗ്യാരണ്ടി ദാറ്റ് പേഴ്സണൽ പോളിസീസ് ആർ ലീഗൽ. ഓഹോ, അകത്ത് നടക്കാൻ പോകുന്ന അകത്തുള്ള പേഴ്സണൽ പോളിസീസ് കാണും. കുറെ പോളിസീസ് ഉണ്ടല്ലോ ഓർഗനൈസേഷൻസിനകത്ത്. അതിനകത്തെ പേഴ്സണൽ പോളിസീസ്, ഒരു മിനിറ്റ്, ആരും അൺമ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പേഴ്സണൽ പോളിസീസ് എന്തൊക്കെയുണ്ടോ അത് ലീഗൽ ആയിരിക്കും, ലീഗൽ ആക്കും എന്നാണ്. എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതൊക്കെ ചുമ്മാ പറഞ്ഞു പോകുമല്ല, അതിനൊക്കെ ഒരു ലീഗാലിറ്റി വരും. എത്തിക്കൽ പ്രോഗ്രാംസ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പൊ 4 കാര്യങ്ങൾ പഠിച്ചു. ഇംപ്രൂവ്ഡ് സൊസൈറ്റിയെ പറ്റി പഠിച്ചു, സ്ട്രോങ്ങർ ടീം വർക്ക് ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റിയെ പഠിച്ചു, എംപ്ലോയി ഗ്രോത്ത് കൂടും നമ്മൾ പഠിച്ചു. എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ പറച്ചിൽ മാത്രമല്ല, പേഴ്സണൽ പോളിസീസ് എന്തെങ്കിലും ഓർഗനൈസേഷൻസിനകത്ത് ഉണ്ടെങ്കിൽ അത് ലീഗലാകും, അതിനകത്തൊരു ലീഗൽ വാലിഡിറ്റി കിട്ടും. 5, ethics programs helps to avoid criminal acts of omission and can lower fine. എന്തെങ്കിലും ക്രിമിനൽ ആക്ടുകളൊക്കെ ഒമിഷൻ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും, അത് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വരാതിരിക്കുന്നതോടു കൂടി നമുക്ക് ഫൈൻ ഒക്കെ അടക്കേണ്ടി വരില്ല. കാരണം എന്തെങ്കിലും ക്രിമിനൽ ആക്ട് ഒക്കെ വന്നാൽ ഫൈൻ അടയ്ക്കണം, പെനാൽറ്റി അടയ്ക്കണം, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ലീഗലി വരും. അപ്പം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ പെനാൽറ്റിയും വരില്ല, ക്രിമിനൽ ആക്ട്സ് ഓഫ് ഒമിഷനും വരില്ല. അപ്പൊ എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ആക്ട്സ് ഓഫ് ഒമിഷനും കാണില്ല, ഫൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലോവറും ആയിരിക്കും. കാരണം ക്രിമിനൽ ആക്ട് വരുന്നില്ല എങ്കിൽ മാത്രമല്ലേ ഫൈൻ വരുള്ളൂ. സോ അതും ഭയങ്കര കുറവായിരിക്കും. 5 ഓൾറെഡി പഠിച്ചു, ഒരെണ്ണം എക്സ്ട്രാ നമ്മൾ പഠിക്കുകയാണ്. പിന്നെയും എത്തിക്സ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ethics program helps to manage values associated with quality management, strategic planning and diversity management. ഈ പോയിന്റ് നമുക്ക് എക്സ്പ്ലനേഷൻ വായിക്കാതെ മനസ്സിലാവില്ല. സോ അത് അവിടെ നിന്നോട്ടെ. 5 പോയിന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ. എന്താണ് സംഭവം എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പോയിന്റ് മാത്രം ഓർത്തിരിക്കുക, എക്സ്പ്ലനേഷൻ മലയാളത്തിൽ മനസ്സിലാക്കുക. റിമൈനിങ് യു ക്യാൻ റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസ്. നോക്കാം. ഇംപ്രൂവ്ഡ് സൊസൈറ്റി. ബിസിനസ് എത്തിക്സ് ഓർഗനൈസേഷന്റെ അകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൊസൈറ്റി ഇംപ്രൂവ്ഡ് ആകാൻ പോകുന്നത്? അപ്പൊ നമ്മള് പൊതുവെ ഗ്യാസ് അടിക്കും അല്ലെ തള്ളും. അപ്പൊ തള്ളുന്നതിന് കുറച്ച് സ്റ്റാൻഡേർഡ് വേണം. ആ സ്റ്റാൻഡേർഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഓർഗനൈസേഷൻ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. സേ കോക്കോകോള എന്നുള്ള ഒരു കമ്പനി എടുക്കുക. കോക്കോകോള പ്രോപ്പർ ആയിട്ട് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് അവർക്ക് സൊസൈറ്റീനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് എക്സ്പ്ലനേഷൻ. ഓക്കെ, കോക്കോകോള ആണ് നമ്മുടെ കമ്പനി, നമ്മുടെ ഓർഗനൈസേഷൻ. ഇംപ്രൂവ്ഡ് സൊസൈറ്റി നോക്കാം. എ ഫ്യൂ ഡെക്കേഡ്സ് എഗോ, കുറെ നാൾ മുന്നേ
Children and workers were ruthlessly exploited. പണ്ട് ചിൽഡ്രൻ അൺറേജ്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതായത് 18 ഇയേഴ്സിന് താഴെ 16 ഇയേഴ്സിന് താഴെ ചെറിയ ചെറിയ ലേബറേഴ്സ് അല്ലെ വർക്കേഴ്സ് റുത്ത്ലെസ്ലി എക്സ്പ്ലോയിറ്റഡ് ആണ്. എക്സ്പ്ലോയിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാശ് കൊടുക്കില്ല, അവർക്ക് പറ്റുന്നതിലും കൂടുതൽ ജോലി കൊടുക്കും, അങ്ങനെയായിരുന്നു പണ്ട്, a few decades ago. Influence was applied through intimidation and harassment. ഒത്തിരി പ്രഷർ കൊടുക്കും, അതാണ് ഇന്റിമിഡേഷൻ. ഒത്തിരി പ്രഷറും ഒത്തിരി ഹരാസ്മെന്റ്സും ഒക്കെ അവർക്ക് കൊടുക്കും. അതായത് നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിനക്ക് കാശ് തരില്ല, ഇത്രയും നേരം അതായത് മിനിമം 8 hours വർക്ക് ചെയ്യേണ്ടവരാണ്, അവരോട് പറയും 12 മണിക്കൂർ നീ മിനിമം വർക്ക് ചെയ്യണം, ഇത്രയും വർക്ക് ചെയ്താൽ അവന് ചിലപ്പോൾ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ ഒരു ദിവസം കിട്ടുള്ളൂ. അപ്പൊ ഒത്തിരി ഇന്റിമിഡേഷൻസും ഒത്തിരി ഹരാസ്മെന്റ്സും പണ്ട് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ആർക്കൊക്കെ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്? ചിൽഡ്രന് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്, വർക്കേഴ്സിന് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ട്. ദെൻ സൊസൈറ്റി റിയാക്റ്റഡ്. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി സൊസൈറ്റി റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? കമ്മ്യൂണിറ്റി ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, നമ്മുടെ കൺസ്യൂമേഴ്സ് ഉണ്ട്. ഇവര് റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ഡിമാൻഡഡ് ദാറ്റ് ബിസിനസ് പ്ലേസ് ഹൈ വാല്യൂസ് ഓൺ എത്തിക്സ്. ബിസിനസ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണം. അതായത് എത്തിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫെയർനെസ് കാണണം, ഈക്വൽ റൈറ്റ്സ് കാണണം. തൊട്ടുമോളിൽ നമ്മൾ അപ്രോച്ച് പഠിച്ചായിരുന്നു. ഫെയർനെസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഈക്വൽ റൈറ്റ്സ്, മോറൽ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഫെയർനെസ് ജസ്റ്റിസ് അപ്രോച്ച് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ സൊസൈറ്റി റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. റിസൾട്ടിങ് ഇൻ, അങ്ങനെ സൊസൈറ്റി റിയാക്ട് ചെയ്തതോടു കൂടെയാണ് അതിന്റെ റിസൾട്ടാണ് ആന്റി ട്രസ്റ്റ് ലോസ് ക്രിയേറ്റഡ് ആയി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗവൺമെന്റ് ഏജൻസീസ് വന്നു, ലേബർ യൂണിയൻസ് വന്നു. അതായത് അൺറേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, മൈനേഴ്സിനെ വർക്ക് ചെയ്യാൻ പറ്റില്ല, മിനിമം 8 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് വർക്കേഴ്സിന് കൊണ്ടുപോയി അവരുടെ പേര് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനിലൊക്കെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാം. അപ്പൊ വേക്കൻസീസ് വരുമ്പോൾ ഓർഗനൈസേഷൻസ് അവരെ വിളിച്ചോളും, ആൾക്കാർ അണ്ടർ എംപ്ലോയിഡ് ആകാതിരിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് സൊസൈറ്റി റിയാക്ട് ചെയ്തപ്പോൾ വന്ന റിസൾട്ടുകൾ. ഇങ്ങനെയാണ് ഇംപ്രൂവ്ഡ് സൊസൈറ്റി വന്നത്. സോ ദാറ്റ് ഇസ് ഹൗ ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സ് ഒരു ഓർഗനൈസേഷനിൽ വന്നാൽ അവിടെ ഫെയർനെസ് കാണും, ഈക്വൽ റൈറ്റ്സ് കാണും. ഈക്വൽ റൈറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വന്നത്? ത്രൂ ആന്റി ട്രസ്റ്റ് ലോസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗവൺമെന്റ് ഏജൻസീസ്, റെക്കഗ്നിഷൻ ഓഫ് ലേബർ യൂണിയൻ. അതിന്റെ മീനിങ് എന്താന്ന് മനസ്സിലായോ? ഇംപ്രൂവ്ഡ് സൊസൈറ്റിയുടെ ഒരു പ്രാവശ്യം വായിച്ചാൽ വിൽ യു ബി ഏബിൾ ടു റിക്കലക്ട് ഓർ യു വോണ്ട് മീ ടു റിപ്പീറ്റ് അഗൈൻ? Improved society. Is that clear? Ebin, Sri Lakshmi, Ramesh, Tasneem, Arun, Geetika. Clear ആണോ? Okay. I'll give you 1 minute to read. വായിച്ചോ. ഒന്ന് നമ്മുടെ പോയിന്റ് ഒന്ന് റിക്കളക്ട് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ചുമ്മാ തള്ളുന്നതിന് അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണം, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. നാളെ ഒരാൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. എന്താണ് ഇംപ്രൂവ്ഡ് സൊസൈറ്റി? ഇതുപോലെ ഒന്നും എഴുതണമെന്നില്ല. A few decades ago, children and workers were exploited through harassment. So later on, the society started reacting and started having fairness and equal rights. And as a result, antitrust laws were developed. Government agencies were established, labor unions were recognized. എന്നൊക്കെ പറഞ്ഞ own sentence ആക്കി എഴുതാം. Take 1 more minute, read what is improved society. Clear ആണോ improved society? All of you? വന്നാൽ അതിന്റെ മീനിങ് എന്തെങ്കിലും എഴുതാൻ പറ്റുമല്ലോ. യു വിൽ ബി ഏബിൾ ടു റൈറ്റ് സംതിങ്. കണ്ടന്റ് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇംപ്രൂവ്ഡ് സൊസൈറ്റി വന്നതെന്ന്. അപ്രോച്ചസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫെയർനെസ് അപ്രോച്ച്, റൈറ്റ്സ് അപ്രോച്ച് ഒക്കെ ആയിട്ട് ആർ യു ഏബിൾ ടു ലിങ്ക് ഇറ്റ്? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ,
സ്ട്രോങ് ടീം വർക്ക് ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. സ്ട്രോങ് ടീം വർക്ക് ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് ഉള്ളിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല ടീം വർക്ക് കാണും, ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓൺഗോയിങ് അറ്റൻഷൻ ആൻഡ് ഡയലോഗ് റിഗാർഡിംഗ് വാല്യൂസ് ഇൻ ദ വർക്ക് പ്ലേസ് ബിൽഡ്സ് ഓപ്പൺനെസ്. ഇത്രയും ക്ലിയർ, ഇത്രയും ആവശ്യമൊന്നുമില്ല. An organization which is complying with an organization which is complying business ethics builds openness. എന്തും തുറന്നു പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം കിട്ടും. An organization which is following അല്ലെങ്കിൽ which is complying with business ethics കംപ്ലൈ ചെയ്യുന്നതോ ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനകത്ത് എന്ത് കാണും? ഓപ്പൺനെസ് കാണും. എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം കാണും. ഇന്റഗ്രിറ്റി കാണും. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത കാണും. ആൻഡ് കമ്മ്യൂണിറ്റി are all critical ingredients of strong team in the workplace. അതായത് നമുക്കൊരു ടീം വർക്കോടെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ എന്നും പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരിക്കണം. അത് റിസോൾവ് ആയി കിട്ടും എന്നുള്ളൊരു ഫ്രീഡം ഉണ്ടായിരിക്കണം. ഒരുമിച്ച് ഒരേ ഒബ്ജക്റ്റീവില് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു പേസ് കണ്ടിരിക്കണം. അപ്പം ഓർഗനൈസേഷൻസ് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ ബിൽഡ് ചെയ്യുമെന്നാ പറയുന്നത്? ഓപ്പൺനെസ്, ഇന്റഗ്രിറ്റി, കമ്മ്യൂണിറ്റി. ആ കീവേഡ് മാത്രം 3 ആലോചിച്ചിരിക്കുക. വായിക്കാൻ സമയം തരാമേ. എംപ്ലോയീസ് ഫീൽ, ഇങ്ങനെ ടീം വർക്ക് വരുന്നതോടുകൂടി ഓപ്പൺനെസ് കിട്ടി, ഇന്റഗ്രിറ്റി കിട്ടി, ആൻഡ് കമ്മ്യൂണിറ്റി കിട്ടി. ഇതാണ് ക്രിട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. ഇത് വന്നെങ്കിൽ എംപ്ലോയീസ് ഫീൽ എ സ്ട്രോങ് അലൈൻമെന്റ്. സ്ട്രോങ് അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് പോകുന്നു, ഒരു സ്ട്രോങ് ഫീലിംഗ് കിട്ടും, അല്ലെ ഒരു പോസിറ്റീവ് ഫീലിംഗ് കിട്ടും ബിറ്റ്വീൻ ദെയർ വാല്യൂസ് ആൻഡ് ദോസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഞങ്ങളെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഓർഗനൈസേഷൻസിന്റെ ഒബ്ജക്റ്റീവ്സിനെയും കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ആർക്ക് കിട്ടും? എംപ്ലോയീസിന് കിട്ടും. എപ്പോ കിട്ടും? ഒരു ഓർഗനൈസേഷൻ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ. എന്തൊക്കെ അഡ്രസ് ചെയ്യുമ്പോഴാണ്? ഓപ്പൺനെസ്, ഇന്റഗ്രിറ്റി, കമ്മ്യൂണിറ്റി. ഈ 3 കാര്യങ്ങളാണ് ക്രിട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. ഇത് കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയീസിന് ഒരു ഉറപ്പ് കിട്ടും. ദർ ഇസ് എൻ അലൈൻമെന്റ് അല്ലെങ്കിൽ ദർ ഇസ് എ ബാലൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അലൈൻമെന്റ് പകരം if you want you can write there is a balance between their value, അവരുടെ കാര്യങ്ങളും അല്ല അവരുടെ ആവശ്യം, their value and those of the organization. അങ്ങനെ വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ റിസൾട്ടിങ് ഇൻ സ്ട്രോങ് മോട്ടിവേഷൻ. അത് തിരിച്ചറിയുമ്പോൾ ഈ പറയുന്ന എംപ്ലോയീസ് ദേ വിൽ ഗെറ്റ് മോട്ടിവേറ്റഡ് ആൻഡ് ദേ വിൽ പെർഫോം ഇൻ എ ബെറ്റർ വേ. അങ്ങനെ ദേ വിൽ ബി സ്ട്രോങ്ങർ ടീം വർക്ക്, ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? Take 1 minute, read again. സ്ട്രോങ് ടീം വർക്കും ഇതും വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീമിനകത്ത് ഓപ്പൺനെസ് വേണം, ഇന്റഗ്രിറ്റി വേണം, കമ്മ്യൂണിറ്റി വേണം. ബിക്കോസ് ദീസ് ആർ ദ ക്രിട്ടിക്കൽ ഇൻഗ്രീഡിയൻസ്. ഇതുണ്ടെങ്കിൽ എംപ്ലോയീസിന് ഒരു ഫീലിംഗ് കിട്ടും. ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ദർ ഇസ് എൻ അലൈൻമെന്റ് ബിറ്റ്വീൻ their value and organization value. അങ്ങനെ ഒരു ബാലൻസ് ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ എംപ്ലോയീസ് വിൽ ഹാവ് ഗ്രേറ്റർ മോട്ടിവേഷൻ. അവർക്ക് ഒത്തിരി മോട്ടിവേഷൻ ഉണ്ടാകും വർക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ മോട്ടിവേഷനോടുകൂടി അവർ വർക്ക് ചെയ്യാൻ നേരത്ത് ദേ ക്യാൻ പെർഫോം ഇൻ എ ബെറ്റർ വേ. അങ്ങനെ ബെറ്റർ വേയിൽ പെർഫോം ചെയ്യുമ്പോഴാണ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി വരുന്നത്. Point number 1 and 2. Is that clear? Can you please write what is point number 1 and 2? Just point number 1 and 2. Points മാത്രം എഴുതാമോ? Point number 1 and 2. Benefits of business ethics ന് heading കൊടുക്കുക and then tell me what is point number 1 and 2. രണ്ടുപേരെ അയച്ചുള്ളല്ലോ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ബാക്കിയുള്ളവര്. സ്ട്രോങ് ടീം വർക്ക് ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റിയുടെ മാത്രം കീവേഡ് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തോ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആകുന്നതും ബെറ്റർ പെർഫോമൻസ് തരുന്നതും. എന്ത് 3 കാര്യങ്ങളായിരുന്നു? Can someone recollect it?
കറക്റ്റ്. അരുൺ എഴുതി, ശ്രീലക്ഷ്മി എഴുതി, നിമിത്ത എഴുതി. കറക്റ്റ്. ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയണേ. നീഡ് ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ആർ ദ സെയിം. Need of business ethics and benefits of business ethics are the same. Need എന്ന് പറഞ്ഞാൽ എന്താ? നീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? നീഡ് മലയാളത്തിലാണല്ലോ എഴുതിക്കോ. നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിന് എപ്പോഴും കൺഫ്യൂഷനായി, മറന്നുപോയി, മാറിപ്പോയി എന്നൊക്കെ പറയാറില്ലേ? അതുകൊണ്ടാ. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം, ആവശ്യകത. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ബെനിഫിറ്റ്സ്? ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഗുണം, ഉപയോഗം. ഓക്കെ, കറക്റ്റ്. ഇനി നമുക്ക് മൂന്നെണ്ണം വളരെ എളുപ്പമുള്ള 3 പോയിന്റ്സ് ആണ്. എൻഹാൻസ്ഡ് എംപ്ലോയി ഗ്രോത്ത്. ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് എൻഹാൻസ്ഡ് എംപ്ലോയി ഗ്രോത്ത് വരുന്നത് നോക്കാം. അറ്റൻഷൻ ടു എത്തിക്സ് ഇൻ വർക്ക് പ്ലേസ് ഹെൽപ്സ് എംപ്ലോയീസ് ഫേസ്. ഒരു ഓർഗനൈസേഷൻ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ഫേസ് റിയാലിറ്റി. എംപ്ലോയീസ് എപ്പോഴും റിയാലിറ്റി ഫേസ് ചെയ്യും, both good and bad in the organization, and gain the confidence of dealing with complex work situation. അതായത് റിയാലിറ്റി ഫേസ് ചെയ്യാൻ തുടങ്ങും. എപ്പോഴും നല്ലത് മാത്രമല്ല നടക്കുക, നല്ലതും വരും ചീത്തയും വരും. ഫോർ എക്സാമ്പിൾ, ചീത്ത എന്ന് പറഞ്ഞാൽ കോവിഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്ത ഒരു സിറ്റുവേഷൻ അല്ല. അപ്പൊ ഓർഗനൈസേഷൻസിനും, മിക്ക ബിസിനസിനും, മിക്ക ഓർഗനൈസേഷൻസിനും, മിക്ക കമ്പനിക്കും, മിക്ക ഇൻഡസ്ട്രീസിനും ഒരു ബാഡ് ആയിട്ട് തന്നെ വന്നേക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ കോവിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. സോ ദിസ് വാസ് ടോട്ടലി അൺഎക്സ്പെക്ടഡ്. സോ ദിസ് ഇസ് എ റിയാലിറ്റി. ഇത് ഇപ്പോഴത്തെ റിയാലിറ്റിയാണ്, ഇത് അക്സെപ്റ്റ് ചെയ്തേ നമ്മൾ പറ്റുള്ളൂ. സോ എംപ്ലോയീസ് ഗുഡും ബാഡും ഫേസ് ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടത് എന്നവർക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ കാര്യം പറയാം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഐ വിൽ നെവർ ടേക്ക് ഓൺലൈൻ ക്ലാസ്സസ്. ഓൺലൈൻ കോവിഡ് വന്നുകൊണ്ട് മാത്രം വന്ന ഒരു കാര്യമാണോ? അല്ല. ഓൺലൈൻ ക്ലാസ്സസ് പണ്ടേ ഉണ്ട്. വി ആർ നോട്ട്, അറ്റ്ലീസ്റ്റ് മലയാളി സ്റ്റുഡൻസ് ആർ നോട്ട് ഫെമിലിയർ വിത്ത് ഓൺലൈൻ ക്ലാസ്സസ്. സോ വെൻ ഡിഡ് വി ഓൾ ഗെറ്റ് ഫെമിലിയറൈസ് വിത്ത് ഓൺലൈൻ ക്ലാസ്സസ്? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിവൃത്തി കെട്ടിട്ടാണ് നമ്മൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ് എടുത്തത്. അല്ലെ ഫിസിക്കൽ ക്ലാസ് വന്ന എല്ലാവരും ഫിസിക്കൽ ക്ലാസ്സിന് ഓടേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് സംതിങ് that is what you called enhanced employee growth. എന്ത് സിറ്റുവേഷൻ വന്നാലും, അത് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും, അത് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനി എംപ്ലോയീസിന് കൊടുക്കും. അതായത് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ they will be able to deal such situation. ഇനിയും കോവിഡ് തുടക്കത്തിൽ വന്ന പോലെ അല്ല ഇപ്പൊ ഓർഗനൈസേഷൻ. പീപ്പിൾ സ്റ്റാർട്ടഡ് അക്സെപ്റ്റിംഗ് ദാറ്റ് റിയാലിറ്റിനെ ബേസ് ചെയ്ത ആൾക്കാർ മുന്നോട്ട് പോകാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ എൻഹാൻസ്ഡ് എംപ്ലോയി ഗ്രോത്ത്. അത് ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ്സിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് എൻഹാൻസ്ഡ് എംപ്ലോയി ഗ്രോത്ത്. വായിച്ചോ. Clear? Okay. Next one is also very easy. Ethics program help guarantee that personal policies are legal. Personal policies are legal എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചേട്ടാ, അത് ഭയങ്കര സിമ്പിൾ ആണ്. എന്നെ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ അല്ലെ എന്നെ ഒരു കമ്പനിന്ന് ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നിട്ട് അവർ എനിക്ക് ഓഫർ ലെറ്റർ തരുന്നതിന്റെ കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, എന്റെ സാലറിന്ന് ഇത്ര എമൗണ്ട് PF പോകും, എനിക്ക് HRA ഇത്ര ബെനിഫിറ്റ് കിട്ടും, എനിക്ക് ഫുഡ് അലവൻസസ് ഇത്ര കിട്ടും, എനിക്ക് ട്രാവലിംഗ് ആയിട്ട് ഇത്ര എക്സ്പെൻസസ് അവർ കവർ ചെയ്യും. ഇതൊക്കെ എന്റെ ഓഫർ ലെറ്ററിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ കമ്പനിയുടെ
പോളിസി, അവരുടെ പേഴ്സൺസിന്, അവരുടെ ഹ്യൂമൻ റിസോഴ്സിന് അവർ കൊടുക്കുന്ന പോളിസീസ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് എന്റെ ഓഫർ ലെറ്റർ എഴുതിയിരുന്നത്. അപ്പൊ ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ അത് കണ്ടുകൊണ്ട് ഐ അക്സെപ്റ്റഡ് ദ ഓഫർ ലെറ്റർ. ഞാൻ ഓർത്തു ഞാൻ ആ കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യാം, അവരുടെ പെർക്വിസിറ്റ്സ് ഒക്കെ നല്ലതാണല്ലോ എന്ന് ഓർത്ത് ഞാൻ പോയി ജോയിൻ ചെയ്തു, ഹയർ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞായിരുന്നു 3 months പ്രൊബേഷൻ പീരീഡ് ആണ്. പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി പീരീഡ് ആണ്, നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നിങ്ങളെ നമ്മൾ പെർമനന്റ് ആക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പെർമനന്റ് ആയി കഴിഞ്ഞാൽ 2 മാസത്തെ, ഇതൊരു കഥ പോലെ ആലോചിക്കണം, 2 മാസത്തെ നോട്ടീസ് പീരീഡ് ആണ്. നിങ്ങൾക്ക് ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ 2 മാസത്തെ നോട്ടീസ് പീരീഡ് തരിക, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. ഇതായിരുന്നു അവരുടെ പോളിസി. ഇതൊക്കെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, ഞാൻ പോയി ജോയിൻ ചെയ്തു. ഞാൻ ജോയിൻ ചെയ്ത് 2 മാസം എന്റെ പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു, ഇവർ എന്നെ പെർമനന്റ് ആക്കി. ഒരു 4th month എന്റെ കമ്പനിയുടെ സിഇഒയുടെ മോന് എന്റെ അതേ പൊസിഷനിൽ വന്നിരിക്കണം. ഞാനൊരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഞാൻ അവിടെ വന്നിരിക്കുക, ഞാൻ അവിടുത്തെ പൊസിഷനിൽ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ സിഇഒയുടെ മോന്, പുള്ളിക്കാരൻ ഒരു MBA ഫിനാൻസിലാണ്, അല്ലെ പുള്ളി ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് തന്നെയാണ്, പക്ഷെ ഐ ഹാവ് ഒരു 5-6 years ഓഫ് എക്സ്പീരിയൻസ്. ആ വരുന്ന പുള്ളിക്ക്, മിസ്റ്റർ എക്സിന്, ജസ്റ്റ് ഫ്രഷർ ആണ്. എന്നിട്ട് എനിക്ക് എന്റെ പെർഫോമൻസിന് ഒരു പ്രശ്നവും. എന്നിട്ട് എന്നെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് എന്നോട് പറയണം, താൻ നാളെ തൊട്ട് വരണ്ട എന്ന് പറഞ്ഞു. So this is actually violating the personal policy which is given by the organization. അതിനൊരു ലീഗാലിറ്റി ഇല്ലാതായി പോവാണ്. സോ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുന്നതോ, ഒരു എംപ്ലോയിനെ ട്രെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതോ, ഒരു എംപ്ലോയിനെ ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുക ചെയ്യുന്നതോ ഒക്കെ ഒരു നിയമം കാണും. ബ്രീച്ച് ഒരിക്കലും നടത്താൻ പറ്റില്ല. ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് നടത്തിയാൽ എംപ്ലോയിക്ക് എംപ്ലോയറിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇതാണ് പേഴ്സണൽ പോളിസീസ് ബിക്കം ലീഗൽ എന്ന് പറയുന്നത്. സോ എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ പേഴ്സണൽ പോളിസീസ് എന്തെങ്കിലും ഓഫർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി ലീഗൽ. ചുമ്മാ പറയാൻ പറ്റില്ല. അവിടെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ എവ്രിതിങ് ഹാസ് ടു ബി പ്രൊവൈഡഡ് ബിക്കോസ് ഇറ്റ് ബിക്കംസ് ലീഗൽ. എഴുതി വെച്ചേക്കുന്നത് സെയിം തിങ് നോക്കിക്കോ. The objective of personal policy is to ensure ethical treatment of employees. എംപ്ലോയീസിനെ എത്തിക്കലി ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ് ആ പോളിസീസ് എല്ലാം എഴുതി വെച്ചേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹയറിംഗ് ആൻ എംപ്ലോയി, ഡിസിപ്ലിനിങ്, അതായത് അവരെ ട്രെയിൻ ചെയ്യുവാണ്, ഫയറിംഗ് എക്സെട്ര. ആൻ എംപ്ലോയർ can be sued for breach of contract for failure to comply with any promise it made. എന്നോട് പറഞ്ഞ എന്താണ്, എന്റെ പെർഫോമൻസ് പൊട്ടയാണെങ്കിൽ പ്രൊബേഷൻ പീരീഡ് പെർമനന്റ് ആക്കില്ല, പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോൾ പറഞ്ഞു വിടും. എന്റെ പെർഫോമൻസ് നല്ലതായി, എന്നെ പെർമനന്റ് ആക്കി. പെട്ടെന്ന് എന്റെ ഓർഗനൈസേഷന്റെ സിഇഒയുടെ മോൻ വന്നപ്പോൾ എന്നെ പറഞ്ഞു വിട്ടു. ദാറ്റ് ഇസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അങ്ങനെ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് വന്നാൽ, എനി പ്രോമിസ് ബ്രേക്ക് ചെയ്താൽ എംപ്ലോയറിനെതിരെ എംപ്ലോയിക്ക് കേസ് ഫയൽ ചെയ്യാം, because personal policies are legal. ഇത്രേ ഉള്ളൂ സംഭവം. എത്തിക്കൽ പ്രോഗ്രാം ഹെൽപ്സ് ഗ്യാരണ്ടി ദാറ്റ് പേഴ്സണൽ പോളിസീസ് ആർ ലീഗൽ. വായിച്ചു, ഞാൻ ആ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന മാത്രം വായിച്ചാൽ മതി. പോയിന്റ് വായിക്കുക, എക്സ്പ്ലനേഷൻ വായിക്കാം. ക്ലിയർ ആണോ? Can you please write point number 3 and 4? What are the benefits of business ethics in there? Point number 3 and 4 മാത്രം. സെന്റൻസ് ഒക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല. Try to recollect what was the point.
കറക്റ്റ്. ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നും കൂടെ പറയണേ. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയണേ. An employee can be hired, an employee can be disciplined, an employee can be fired according to the wish of the employer if the organization is not following ethical programs. Do you want me to repeat the question? An employee can fire, an employee can discipline, and an employee can fire an employee if the organization is not following ethical programs. Correct or incorrect? തെറ്റിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് അപ്പം എഴുതണം. കറക്റ്റ് ഓർ ഇൻകറക്റ്റ്? ആർക്കെങ്കിലും ഞാൻ ചോദിച്ച ക്വസ്റ്റിനകത്ത് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും യു ക്യാൻ റൈറ്റ്, യു ക്യാൻ സ്പെസിഫിക്കലി ആസ്ക് എന്താണ് എനിക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും യു ക്യാൻ റൈറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഷിബി എഴുതിയിരിക്കുന്നു ഇൻകറക്റ്റ്. ഓക്കെ, എന്റെ ചോദ്യം ഇതായിരുന്നു, ഒരു എംപ്ലോയറിന് എപ്പോ എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യാത്ത ഒരു ഓർഗനൈസേഷൻ ആണ്, അങ്ങനെ എത്തിക്സ് ഒന്നും ഇല്ല, എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല എങ്കിൽ അവിടുത്തെ എംപ്ലോയറിന് എപ്പോ വേണമെങ്കിലും എംപ്ലോയീസിനെ ഹയർ ചെയ്യാം, അവർ തോന്നുമ്പം പറഞ്ഞു വിടാം ഒക്കെ തീരുമാനിക്കാം എംപ്ലോയറിന്. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? കറക്റ്റ്. എബിൻ ഹാസ് റിട്ടൺ ഇറ്റ് കറക്റ്റ്. ബാക്കി നിമിത്ത എല്ലാം കറക്റ്റ് എന്ന് എഴുതിയേക്കുന്നത്. ഐ മീൻ എബിൻ ഹാസ് റിട്ടൺ ദി എക്സ്പ്ലനേഷൻ ടു ഇറ്റ്. ഷിബിക്കകത്ത് വന്ന മിസ്റ്റേക്ക് ഞാൻ പറയാം. അതിനകത്ത് എന്താ എഴുതിയേക്കുന്നത്? എന്താ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ, എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യാത്തൊരു ഓർഗനൈസേഷൻ ആണ്, അവർ എന്ത് ചെയ്താലും അത് പ്രൊട്ടക്ട് ചെയ്യാൻ ഇറ്റ് ഇസ് നോട്ട് ലീഗലൈസ്ഡ്. എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ എല്ലാ പേഴ്സണൽ പോളിസീസും ലീഗലൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് എംപ്ലോയറിന് തോന്നുമ്പോൾ ഹയർ ചെയ്യുക, തോന്നുമ്പോൾ പറഞ്ഞു വിടുക, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. സോ എത്തിക്കൽ പ്രോഗ്രാംസ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ പേഴ്സണൽ പോളിസീസ് മാത്രമേ ലീഗലൈസ്ഡ് ആയിരിക്കുള്ളൂ, അല്ലാത്തവരുടെ ഇറ്റ് ഇസ് നോട്ട് ലീഗലൈസ്ഡ്. ദേ ആർ നോട്ട് ഡൂയിങ് സംതിങ് എത്തിക്കൽ. ക്ലിയർ ആണോ ഷിബി? ഓക്കെ. We are going to the last 2 points. ഭയങ്കര സിമ്പിളാ. Ethics program helps to avoid criminal acts of omission and can lower fines. Criminal acts of omission എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുപോകുക എന്ന് പറയില്ലേ, അങ്ങനെ വിട്ടുപോകാതെ എന്താണ് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, എത്തിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് വന്നേക്കാം, എന്തൊക്കെ വയലേഷൻസ് ഫേസ് ചെയ്തേക്കാം എന്ന് നേരത്തെ മനസ്സിലാക്കാനും പറ്റും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി അഡ്രസ്ഡ്. അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അത് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ എത്തിക്കൽ ഇഷ്യൂസ് അഡ്രസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മൾ വയലേറ്റ് ചെയ്യുവാണ് എങ്കിൽ ഫൈൻസ് അട്രാക്റ്റഡ് ആകും. സോ ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസോ വയലേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി അഡ്രസ്ഡ്. അതാണ് പോയിന്റ് നമ്പർ 5. വായിച്ചോ. ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് ആണ്. പോയിന്റ് നമ്പർ 5 വെരി ഈസി. എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസിന് എത്തിക്കൽ ഇഷ്യൂസും എത്തിക്കൽ വയലേഷൻസും ഏർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ദേ ക്യാൻ ബി റിപ്പോർട്ടഡ് ആൻഡ് അഡ്രസ്ഡ് ഏർലിയർ. അങ്ങനെയാണ് ഫൈൻസ് കുറയുന്നത്. ക്ലിയർ ആണോ? പ്ലീസ് ഗെറ്റ് ഫെമിലിയറൈസ് വിത്ത് ദ പോയിന്റ്. ആ പോയിന്റ് ഒന്ന് ഫെമിലിയറൈസ്ഡ് ആയിക്കേ. 2 എത്തിക്കൽ പ്രോഗ്രാമിന്റെ കാര്യം നമ്മൾ പഠിച്ചു. പേഴ്സണൽ പോളിസീസിനകത്ത് എത്തിക്കൽ പ്രോഗ്രാമിന്റെ കാര്യം പഠിച്ചു. ആക്ട്സ് ഓഫ് ഒമിഷൻ ലോവർ ഫൈൻസിനകത്തും എത്തിക്കൽ പ്രോഗ്രാമിന്റെ കാര്യം പഠിച്ചു. ഒന്ന് വായിച്ചേ ആ ഒരു പോയിന്റ് ഒന്നുകൂടെ. 5th പോയിന്റ് മാത്രം.
ഓക്കെ ആണോ? പോയിന്റ് ഓക്കെ ആയോ? ലാസ്റ്റ് പോയിന്റ്. Ethics program helps to manage values associated with quality management, strategic planning, diversity management. ഭയങ്കര സിമ്പിൾ ആണ്. ഈ ഒരു പോയിന്റ് മാത്രമായിട്ട് എടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ് എടുത്തിട്ടത്. എത്തിക്സ് പ്രോഗ്രാം ഹെൽപ്സ് ടു മാനേജ്. എത്തിക്സ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്തൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും? വാല്യൂസ് വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റി മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് പ്ലാനിങ്, ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്. ഇത് കൂടുതൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. വാട്ട് ഇസ് ക്വാളിറ്റി മാനേജ്മെന്റ്, വാട്ട് ഇസ് സ്ട്രാറ്റജിക് പ്ലാനിങ്, വാട്ട് ഇസ് ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. റൈറ്റ് നൗ ഐ ടെൽ യു വാട്ട് ഇസ് ദിസ്. എത്തിക്കൽ പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വാല്യൂസ് ആണ് ആ ഓർഗനൈസേഷന്റെ ആൾക്കാർ കംപ്ലൈ ചെയ്യുക, പറയുന്ന വാല്യൂസ് ആയിട്ട് ഒരു ബാലൻസ് ഉണ്ടോ, ഒരു അലൈൻമെന്റ് ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തും. എപ്പോ ഉറപ്പുവരുത്തും? ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ഉറപ്പുവരുത്തും. ഐ റിപ്പീറ്റ് അഗൈൻ, ബിസിനസ് ഓർഗനൈസേഷൻസ് ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ they help to identify the values in the organization and they see that, അല്ലെങ്കിൽ they ensure that there is always an alignment, അല്ലെങ്കിൽ there is always a balance between organizational behaviors and these values. പിന്നെ ഓർഗനൈസേഷന്റെ അകത്ത് കുറെ പേഴ്സണൽസ് ഉണ്ട്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എംപ്ലോയീസ് എന്ന് തന്നെയാണ്. അപ്പൊ പേഴ്സണൽസിനെ എപ്പോഴും ട്രെയിൻ ചെയ്യും. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനിപ്പോ ഒരു ഓർഗനൈസേഷനിൽ പുതിയതായിട്ട് കയറുവാണ്, ഞാനൊരു കമ്പനി കയറുവാണ്. എന്താണ് ആ ഓർഗനൈസേഷന്റെ പോളിസി, എന്താണ് ഓർഗനൈസേഷന്റെ പ്രൊസീജിയർ എന്ന് എനിക്ക് ട്രെയിനിങ് തരാതെ എനിക്കൊന്നും മനസ്സിലാവില്ല. അല്ലെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് ഞാൻ ചെയ്തു. ഞാൻ പോയി ഒരു ബിഗ് 4 വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്ത ആർട്ടിക്കിൾഷിപ്പും ബിഗ് 4ഉം തമ്മിൽ ബന്ധമില്ല എന്നല്ല പറയണേ. പക്ഷേ ഇത് ബാലൻസ് ഷീറ്റ്, ദാറ്റ് വിൽ ബി ബിഗർ ബാലൻസ് ഷീറ്റ്, കുറച്ചുകൂടെ ബിഗർ ക്ലയന്റ് ആയിരിക്കും. ഇപ്പം EY യൂസ് ചെയ്യുന്ന അതേ ടെക്നിക് ആയിരിക്കില്ല KPMG യൂസ് ചെയ്യുന്നത്. KPMG യൂസ് ചെയ്യുന്ന അതേ ടൂൾ ആയിരിക്കില്ല PwC യൂസ് ചെയ്യുന്നത്. PwC യൂസ് ചെയ്യുന്ന അതേ ടൂൾ ആയിരിക്കില്ല ഡെലോയിറ്റ് യൂസ് ചെയ്യുന്നത്. ഓരോ ഓർഗനൈസേഷൻസിനും അതിൻ്റെതായ സോഫ്റ്റ്വെയർസ് കാണും, അതിൻ്റെതായ അക്കൗണ്ടിങ് ടെക്നിക്സ് കാണും. അപ്പൊ എനിക്ക് അതിൻ്റെതായുള്ള ട്രെയിനിങ് തരണം. ആ ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനത്തെ ഓർഗനൈസേഷൻസ് ആയിരിക്കും? എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് ഫയൽ വന്നിട്ട് എല്ലാം നമുക്ക് അറിയാം എന്ന് പറഞ്ഞ് ചെയ്തോളാൻ പറയും. അത് എത്തിക്സ് ഫോളോ ചെയ്യാത്ത ഓർഗനൈസേഷൻസ് ചെയ്യുന്ന പരിപാടിയാണ്. എത്തിക്സ് ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണെങ്കിൽ കണ്ടോ, ട്രെയിനിങ് ഓൾ പേഴ്സണൽ അബൌട്ട് ദ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇപ്പൊ KPMG ഞാൻ ജോയിൻ ചെയ്യണേ, KPMG പറയും ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വർക്ക്, ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. EYയിലാണ് അവർ പറയും ഇതാണ് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ, യു ആർ സപ്പോസ് ടു ഡു ലൈക്ക് ദിസ്. PwCയിലാണ് അവർ അങ്ങനെ പറയും. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ CA ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ബിഗ് 4ന് എക്സാമ്പിൾ എടുത്ത്. കോക്കോകോളയുടെ രീതി വേറെ ആയിരിക്കും, പെപ്സിയുടെ രീതി വേറെ ആയിരിക്കും, അല്ലെങ്കിൽ HULന്റെ രീതി വേറെ ആയിരിക്കും, റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വേറെ ആയിരിക്കും. ഓരോ കമ്പനീസിനും ഓരോ ഓർഗനൈസേഷൻസിനും ഡിഫറെന്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും. ബിസിനസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷൻസും അവരുടെ പേഴ്സണലിന് എപ്പോഴും ട്രെയിനിങ് കൊടുത്തോണ്ടേയിരിക്കും. ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ മാത്രമേ എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ്, എന്താണ് ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിക് പ്ലാനിങ്, എന്താണ് ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് എന്നൊക്കെ ഈ പറയുന്ന പേഴ്സണലിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് പോയിന്റ് നമ്പർ 6. വായിച്ചു, ഹൈലൈറ്റ് ചെയ്തേക്കുന്ന മാത്രം വായിച്ചാൽ മതി, മീനിങ് മാത്രം മനസ്സിലായാൽ മതി. ആൻഡ് ജസ്റ്റ് റീഡ് ദ വേർഡ്സ് വിച്ച് ഇസ് ഹൈലൈറ്റഡ് ഇൻ ഗ്രീൻ. ആദ്യം പോയിന്റ് പഠിക്കുക ആൻഡ് വാട്ട് ഇസ് ഹൈലൈറ്റഡ് ഇൻ ഗ്രീൻ. പഠിച്ചോ? What were the last 2 points? Write the last 2 points. എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് 2 points?
എന്തൊക്കെയായിരുന്നു ലാസ്റ്റ് 2 points? Helps to avoid criminal acts of omission and can lower fines. Helps to manage quality management, strategic planning, diversity management. Okay, correct. എന്ത് ബാക്കിയുള്ളവരുടെ? Okay. എബിനെ മറന്നുപോയോ? കറക്റ്റ്. നമുക്കൊരു മഹാത്മാഗാന്ധി ഫാദർ ഓഫ് ഇന്ത്യ പറഞ്ഞ ഒരു സെൻസ് ഉണ്ട്, ഒരു എത്തിക്കൽ ഡയലമ ഉണ്ട്, വിച്ച് ഐ ബി ഡൂയിങ് ടുമോറോ. കാരണം ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഡേ എത്തിക്സ് വെറുത്തു തുടങ്ങും. സോ ഐ ടേക്ക് 2 minutes to recollect. രണ്ട് ടോപ്പിക്കുള്ളൂ. വി ആർ ഡൺ വിത്ത് ചാപ്റ്റർ 1. ഇത്രേ ഉള്ളൂ. പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒരു പ്രാവശ്യം ജസ്റ്റ് 1 time ഒന്ന് കാണാതെ എഴുതി നോക്കണം. അവനോട് പറ്റുന്ന കാര്യം മാത്രം മതി. ഇപ്പൊ ഞാനിവിടെ എഴുതിപ്പിച്ചു, അത് കൂടാതെ ട്രൈ ടു റൈറ്റ്. നമ്മൾ എഴുതുന്ന ഒരു കാര്യം ബ്രെയിൻ മറക്കില്ല. സോ വിൽ ജസ്റ്റ് റിവൈസ് ദിസ് ഇൻ 2 minutes or 3 minutes. നമുക്ക് ഓടിച്ചിട്ട് നോക്കാം. എത്തിക്സ് എന്താണെന്നാണ് ആദ്യം പഠിച്ചത്. ദ വേർഡ് എത്തിക്സ് ഇസ് ഡിറൈവ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് കോൾഡ് എത്തിക്കോസ് എന്നാണ്. എത്തിക്കോസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ 2 കീവേർഡ്സ് കൂടെ പഠിച്ചു. വാല്യൂസ് ഉണ്ട്, ഹാബിറ്റ്സ് ഉണ്ട്. വാല്യൂസ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ആകാം, ഗ്രൂപ്പ് ആകാം. പിന്നെ പല ഡെഫിനേഷൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചെന്താ വാട്ട് ഇസ് ഗുഡ് ഓർ ബാഡ് ഉണ്ട്, ആൻഡ് ഹാവിംഗ് ടു ഡു വിത്ത് മോറൽ ഡിഗ്നിറ്റി ആൻഡ് മോറൽ ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ. ഇതാണ് നമ്മൾ എത്തിക്സിനെ പറ്റി പഠിച്ചത്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് മോറൽ? 5 ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് പഠിച്ചത്. ഗ്രീക്ക് വേർഡ് പഠിച്ചു, ലാറ്റിൻ വേർഡ് പഠിച്ചു. ലാറ്റിൻ വേർഡ് എന്ന് പറഞ്ഞാൽ മോസ്, മീനിങ് കസ്റ്റം. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും പേഴ്സൺ ആണ്, പേഴ്സണൽ ആട്രിബ്യൂട്ട് ആണ്. മറ്റത് ഡിഫൈൻഡ് ബൈ എ ഗ്രൂപ്പ് ഓവർ എ പീരീഡ് ഓഫ് ടൈം ആണ്. പീപ്പിളിനാണ് ക്യാരക്ടർ ഉള്ളത്, സൊസൈറ്റിക്കാണ് കസ്റ്റം ഉള്ളത്. മോറൽസ് എന്ന് പറഞ്ഞാൽ അതോറിറ്റിയുടെ അടുത്തു നിന്ന് കിട്ടുന്നതാണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അല്ല, കൾച്ചറൽ ആകാം, റിലീജിയസ് ആകാം. മറ്റത് പേഴ്സണലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ് ആണ്. മോറൽ എന്ന് പറഞ്ഞാൽ ജനറൽ റൂൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഓൾവേസ് ടെൽ ദ ട്രൂത്ത് ആകാം. അല്ലെങ്കിൽ യൂഷ്വലി ഒരു ചൈൽഡ് ഫാമിലിയോ ഫ്രണ്ട്സോ സ്കൂളോ റിലീജിയസോ അതർ അസോസിയേഷൻസിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാകാം. എത്തിക്സിന് കുറച്ചും കൂടെ വൈഡർ സ്കോപ്പ് ആണ് ഉള്ളത്. നേച്ചർ ഓഫ് എത്തിക്സിനകത്ത് നമ്മളൊരു ഇൻട്രോ പാര എഴുതണം എന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ആണ്, വിച്ച് ദ ഹ്യൂമൻ ബീങ്സ് ആർ ഓട്ട് ടു ഹാവ്. അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് യു ആർ ഡൂയിങ്, അതിനനുസരിച്ച് നമ്മുടെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് മാറിക്കൊണ്ടിരിക്കും. അതായത് പ്രൊഫഷൻ, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, പേരൻസ്, ചിൽഡ്രൻ, പല രീതിയിലായിരിക്കും പല ആൾക്കാരെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുക. എത്തിക്സ് എന്ന് പറഞ്ഞാൽ സെയിം ആസ് ഫീലിങ്സ് അല്ല. ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ചിലവർക്ക് എല്ലാ കാര്യവും ചെയ്യുന്നത് തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ചില ആൾക്കാർ ദേ സ്റ്റിൽ ഫീൽ ദാറ്റ് വാട്ട് ദേ ഡു ഇസ് റൈറ്റ്, ഈവൻ ഇഫ് ദേ ആർ ഡൂയിങ് വാട്ട് ദാറ്റ്സ് റോങ്, ദേ ഫീൽ വാട്ട് ദേ ഡു ഇസ് റൈറ്റ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ല. റിലീജിയൻ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ടെങ്കിലും ഈ പറയുന്ന റിലീജിയന് എല്ലാ പ്രോബ്ലംസ് ഒന്നും അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഫോളോയിങ് ദ ലോ എന്നല്ല. ലോ എന്ന് പറഞ്ഞാൽ ഗുഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അതിനകത്തുണ്ട്, ബട്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അത് എത്തിക്കലി വേണേ കറപ്റ്റ് ആകാം. സോ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോളോയിങ് ദ ലോ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ethics is not following culturally accepted norms. ചില കൾച്ചേഴ്സ് എത്തിക്കലി കറക്റ്റ് ആയിരിക്കും, എല്ലാ കൾച്ചേഴ്സും അതുപോലല്ല. എത്തിക്സ് ഇസ് നോട്ട് സയൻസ്. സയൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ എന്താന്ന് പറയാൻ പറ്റും. എത്തിക്സിനാണ് എങ്ങനെയാണ് ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ടെക്നോളജിക്കലിയും സയന്റിഫിക്കലിയും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എത്തിക്കലി പോസിബിൾ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ നമ്മൾ പഠിച്ചാണ് ഇതൊന്നും അല്ല എത്തിക്സ് നമ്മൾ പഠിച്ചു. സോ വാട്ട് ആർ ദ ഡിഫറെന്റ് 5 അപ്രോച്ചസ് ഓഫ് ദ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്? വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്.
അത് ഞാൻ കീവേഡ് പറഞ്ഞു, ഫിലോസഫേഴ്സ് ഇങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള ബേസിസിലാണ് നമ്മൾ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5 ഡിഫറെന്റ് അപ്രോച്ചസ് ആണ് പഠിച്ചത്. കീവേഡ്സ് മാത്രം പറയാം. യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് എന്ന് പറയുന്നത് കീവേഡ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഏറ്റവും ഗുഡ് ചെയ്യുക വിത്ത് ലീസ്റ്റ് ഹാം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ദോസ് ഹൂഎവർ ഇസ് എഫക്റ്റഡ് വിത്ത് എ കോർപ്പറേറ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുഡ് കൊടുക്കുക വിത്ത് ലീസ്റ്റ് ഹാം ആണെന്നുണ്ടെങ്കിൽ അതിനെ എത്തിക്കൽ കോർപ്പറേറ്റ് ആക്ഷൻ എന്നാണ് പറയുക. അതിനെയാണ് യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് എന്ന് പറയുക. കോൺസിക്വൻസസും കൂടെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഇത് ആര് കൊടുക്കും? യൂട്ടിലിറ്റാരിയൻ അപ്രോച്ച് കൊടുക്കും. റൈറ്റ്സ് അപ്രോച്ച് എന്താ? മോറലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മോറൽ റൈറ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് എടുക്കുക, അതിനാണ് റൈറ്റ് അപ്രോച്ച് എന്ന് പറയുക. റൈറ്റ് അപ്രോച്ചിന് വേറൊരു പേരുടെ ഉണ്ട്. ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് അപ്രോച്ച് ആണ് എല്ലാ ഈക്വൽസിനെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഹാർഡ് വർക്ക്, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ പൊസിഷൻ. ദാറ്റ് ഇസ് ഹൗ യുവർ പേയ്മെന്റ് ഇസ് ബീങ് ഗിവൺ. ദാറ്റ് ഇസ് ഫെയർനെസ് ഓർ ജസ്റ്റിസ് അപ്രോച്ച്. ദി കോമൺ ഗുഡ് അപ്രോച്ച് ആണ് കോമൺ ആയിട്ട് ഗുഡ് ഉള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ കോമൺ കണ്ടീഷൻസിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക. പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റം കാണും, പബ്ലിക് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് കാണും, ഇതിനൊക്കെ കൂടുതൽ അറ്റൻഷൻസ് കൊടുത്താൽ കോമൺ ഗുഡ് അപ്രോച്ച് എന്നാണ് അതിനെ പറയാം. ദി വിർച്യു അപ്രോച്ച്, വിർച്യു എന്ന് പറഞ്ഞാൽ അതിനകത്ത് മീനിങ് എന്താ? ഗുഡ്നെസ് എന്നാണ് അർത്ഥം. പിന്നെ അതിനകത്തൊരു കീ വേർഡ് ഞാൻ ഓർത്തിരിക്കാൻ പറഞ്ഞത് ഡിസ്പൊസിഷൻസ് ആൻഡ് ഹാബിറ്റ്സ് ആണ്. ഡിസ്പൊസിഷൻസ് പറഞ്ഞാൽ ബേസിക്കലി ക്യാരക്ടർ എന്നാണ് അർത്ഥം. ബിസിനസ് എത്തിക്സും സെയിം അല്ല. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് റെപ്യൂട്ടേഷൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്യും. ബിസിനസ് എത്തിക്സ് പറഞ്ഞാൽ ജസ്റ്റ് ബിൽഡിങ്ങോ അവരുടെ ക്യാപിറ്റലോ അവരുടെ പ്രോഫിറ്റോ എന്ന് പറയുന്നത് മാത്രമല്ല, അതിൻ്റെ വിഷൻ ഉണ്ട്, അതിനൊരു ഫ്യൂച്ചർ ഉണ്ട്. സൊസൈറ്റി, നേഷൻ, വേൾഡ് എങ്ങനെയാണ് ഫ്യൂച്ചർ അതിനെ കാണുന്നതെന്നാണ് പറയുന്നത്. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ആണ് ഓഫർ ചെയ്യുന്നത്, അതിന്റെ എംപ്ലോയീസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും സൊസൈറ്റിനെയും ബാധിക്കുന്നുണ്ടോ, ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ ദി ഓർഗനൈസേഷൻ ഇസ് സെറ്റ് ടു ഹാവ് ബീൻ ഫോളോയിങ് ബിസിനസ് എത്തിക്സ്. എന്തിനാണ് ബിസിനസ് എത്തിക്സ് വേണ്ടത്? ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, ബിസിനസ്മാൻ എന്ന് പറയുന്ന വെറും ട്രസ്റ്റി മാത്രമാണ്. വാട്ട് എവർ ഹി ഈസ് ഡൂയിങ് ഹി ഹാസ് ടു ഡു ഇറ്റ് ഫോർ ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഉള്ളിൽ ജീവിക്കുന്നു. എവറിത്തിങ് ബിലോങ്സ് ടു ദ സൊസൈറ്റി ഉള്ളി. എന്തിനാണ് ബിസിനസ് എത്തിക്സ് വേണ്ടത്? അല്ലെ വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്? ദേ ആർ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓർ ദ റീസൺസ് വിച്ച് ഗവേൺ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. അതിനെയാണ് ബിസിനസ് എത്തിക്സ് വേണം എന്ന് പറയുന്നത്. അല്ലെ ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ബിസിനസ് എത്തിക്സ്. പിന്നെ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എത്തിക്സ്? അതിന്റെ പോയിന്റ്സ് മാത്രമാണ്: ഇംപ്രൂവ്ഡ് സൊസൈറ്റി, സ്ട്രോങ് ടീം വർക്ക് ഇൻ ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി, എൻഹാൻസ്ഡ് എംപ്ലോയി ഗ്രോത്ത്. പിന്നെ എത്തിക്സ് പ്രോഗ്രാം 3 കാര്യങ്ങൾ ഗ്യാരണ്ടി ചെയ്യും. പേഴ്സണൽ പോളിസീസ് ലീഗൽ ആണോ നോക്കും, അവോയ്ഡ് ക്രിമിനൽ ആക്ട്സ് ഓഫ് ഒമിഷൻ ആൻഡ് ലോവർ ഫൈൻസ്, ഹെൽപ്സ് ടു മാനേജ് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് ക്വാളിറ്റി മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് ഡൈവേഴ്സിറ്റി മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് എത്തിക്സിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. വി ഓൺലി ഹാവ് 2 ടോപ്പിക്സ്. ദാറ്റ് ഇസ് മഹാത്മാഗാന്ധി പറഞ്ഞു കുറച്ച് സിൻസ് ഉണ്ട് ബിസിനസ് ഫോളോ ചെയ്യുന്നതിനകത്ത്, ആ സിൻസ് എന്തൊക്കെയാണെന്നും, അതുപോലെ തന്നെ ദ ലാസ്റ്റ് ടോപ്പിക് വാട്ട് യു മീൻ ബൈ ബിസിനസ് ദ എത്തിക്കൽ ഡയലമ. ഇത് രണ്ടും എത്തിക്കൽ ഡയലമ ചോദിക്കാറുണ്ട്. മഹാത്മാഗാന്ധിയുടെ സിൻസ് ചോദിച്ചിട്ട് കുറേ നാളായി. ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ കം ബിക്കോസ് എത്തിക്സ് ഇസ് കമ്മിങ് ടു എൻഡ്. പക്ഷെ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. സോ ബിഫോർ ടുമോറോസ് ക്ലാസ് all of you have one round. ഒരു റൗണ്ട് ഫുൾ നോക്കുക, ഒരു തവണ എഴുതി നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ടുമോറോ. നോട്ട്സ് ഞാൻ IIIക്ക് സെൻഡ് ചെയ്ത് കൊടുത്തേക്കാം. ഐ തിങ്ക് ദേ വിൽ പുട്ട് എ ഗൂഗിൾ ലിങ്ക് ഓർ സംതിങ് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് എ ലിങ്ക് ഓഫ് ഇറ്റ്. നാളെ വായിച്ചിട്ടേ വരാവുള്ളൂ. പഠിപ്പിച്ചതിനകത്ത് ഇതുവരെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു? റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Okay. So I'll meet you all tomorrow. Revise everything. Okay. Thank you.